എന്റെ കേൾക്കാനാണ് നിങ്ങൾ ഈ ചർച്ച വിളിച്ചത്, ഞാനാണ് സംസാരിക്കേണ്ടത്. കേരളത്തിനെ പൂർണ്ണമായിട്ടും ഇസ്ലമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് PFI നടത്തുന്നത് എന്ന് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. RSSന് എതിരെയൊന്നും ഞാൻ പറഞ്ഞില്ല. RSS നിങ്ങളോട് ഹിന്ദു ആകാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനകൾക്ക് BJPയെ വാൺ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കൂ. മനുഷ്യനുണ്ടാക്കിയ ഒരു സംഗതി, അതിൻ്റെ അകത്ത് കൃത്രിമം കാണിക്കാൻ മറ്റൊരു മനുഷ്യന് പറ്റില്ല എന്നാണോ? കൈപ്പത്തി കുത്തുമ്പോ ഈ താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോകുന്ന ആ സാങ്കേതിക വിദ്യ ആരുണ്ടാക്കി? സാധനത്തിനുണ്ട്. പേപ്പറിനകത്ത് എണ്ണുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. നോട്ടൽ വോട്ട് ചെയ്ത വോട്ടും ആകെയുള്ള വോട്ടർമാരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരൊറ്റ സ്ഥലത്തും ആകെ ഒരു മണ്ഡലത്തിലുള്ള വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നിങ്ങൾക്ക് മെഷീനിൽ ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ല. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നെ. RSSനെ പറ്റി പിണറായി വിജയൻ പറഞ്ഞല്ലോ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന്. തുലനം ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, പിണറായി വിജയൻ പറഞ്ഞു ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ പറഞ്ഞത്. കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഒരു അജണ്ട ഒരാൾക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അക്കൗണ്ടബിലിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇസ്ലാമികവൽക്കരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇത്ര നേരം ഉരുണ്ടത് പിണറായി വിജയൻ RSS BJP തമ്മിലല്ലോ. എല്ലാ വാദങ്ങളും ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളെ ഞാൻ പറഞ്ഞു വാലെ ചവിട്ടി അവിടെ വെച്ചിട്ടേ ഞാൻ പറഞ്ഞു വിടത്തുള്ളൂ. അത് വേണം. അത് ഞാൻ നിങ്ങളുടെ അനുവാദമൊന്നും എനിക്കത് വേണ്ട, ഞാനത് പിടിച്ചേ വിടുള്ളൂ. RSSഉം മോദിയും വർഗീയവാദിയാണോ? ഇൻക്ലൂഡിംഗ് നരേന്ദ്രമോദി, ഇൻക്ലൂഡിംഗ് അമിത് ഷാ, ഇൻക്ലൂഡിംഗ് യോഗി ആദിത്യനാഥ് വർഗീയവാദികളാണ്. വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ പറ്റും എന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ ആർക്കും. വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന വോട്ടിംഗ് മെഷീനിൽ നിങ്ങൾക്ക് തിരിമറി നടത്താൻ പറ്റില്ല. വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ പോലുള്ളവർക്ക് ഇന്നും ബാലറ്റ് പേപ്പർ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ വികസിത രാജ്യങ്ങളിൽ പലരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ചന്ദ്രന്റെ അപ്പുറത്തെ സൈഡിൽ പോയി ലാൻഡ് ചെയ്യുന്നത്. ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്ത് പറയും? നിങ്ങൾ ഇന്ത്യയിൽ കാണുന്നത് പോലെ വാസ്റ്റ് ആയിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിത രാജ്യങ്ങളിൽ ഇല്ല. ഇന്ത്യയിലുണ്ട്. ഞാൻ RSSന്റെ ആശയങ്ങളോട് യോജിക്കുകയോ RSSന്റെ ഭാഗമായിട്ടുള്ള ആളല്ല. ഇപ്പോഴത്തെ RSSനെതിരെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പള്ളികളുടെ അകത്ത് പോയിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ബാബറി മസ്ജിദ് പൊളിച്ചിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ ഭരണഘടന, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, ആ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ പോവുക. അതിനെതിരെ നിൽക്കുന്ന ഏതിനെയും അമർച്ച ചെയ്യേണ്ടതാണെങ്കിൽ ബലം ഉപയോഗിക്കുക. ഈ ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. അതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവും പൂട്ടും, നരേന്ദ്രമോദിയുടെ കാര്യവും പൂട്ടും. സുന്ദരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഭരണത്തിൽ വരാം. എന്താ ചെയ്യാത്ത? 45 ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കൊടുക്കാം. 45 ദിവസം കഴിഞ്ഞ പല സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഒരിടത്ത് കോൺഗ്രസ് കേസ് കൊടുക്കും. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ശിബിങ്ങാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗാലറി വിഷൻ മീഡിയ. ചാനൽ ചർച്ചകളിലെ ഗർജിക്കുന്ന സിംഹം, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ BJPക്കാരനാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു BJPക്കാരനല്ല താനും. വേറെ മറ്റാരുമല്ല, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ശ്രീജിത് പണിക്കരാണ് അദ്ദേഹത്തിരിക്കുന്നത്. സ്വാഗതം. കറക്റ്റ് അല്ലേ ഇൻട്രോ? BJPക്കാരനാണോ? അല്ല അല്ല, അത് BJPക്കാരനാണെങ്കിൽ BJPക്കാർ പറയണ്ടേ, BJPക്കാരനാണെന്ന് പറയണ്ടേ? അതെ അതെ. കഴിഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ കോൺഗ്രസ്സുകാരനെന്ന് വിളിച്ചു. പിന്നെ ഞാനങ്ങനെ BJPക്കാരനാ? അത് ശരി. അങ്ങനെ അത് അഭിസംബോധന ചെയ്തിരുന്നു അങ്ങനെ കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ? അന്നുണ്ടായിരുന്ന അന്നത്തെ പ്രസിഡന്റിനോട് അടുപ്പമുള്ള നിരവധി ആൾക്കാർ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു. അത് ഞാനും നമ്മുടെ മാത്യു കുഴൽനാടനും കൂടെ ഉള്ള ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് മാത്യു കുഴൽനാടൻ കോൺഗ്രസ്, പണിക്കർ മൂത്ത കോൺഗ്രസ് എന്നാണ്. അപ്പൊ MLA ആയിട്ടുള്ള കോൺഗ്രസ് അംഗത്തുള്ള മാത്യു കുഴൽനാടനേക്കാൾ വലിയ കോൺഗ്രസ്സുകാരനാണ് ഞാനെന്ന് BJPയുടെ നേതാക്കന്മാർക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു അഭിപ്രായം. കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കെ സുരേന്ദ്രനോട് ഒരു ഇന്റർവ്യൂ എടുത്ത് ചോദിച്ചു നോക്കും. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? സ്വന്തമായിട്ടൊരു അവലോകനം നടത്തിയോ? ഇല്ലില്ല, അതെനിക്കറിയില്ല. ഞാനിപ്പോ ഷിബിൻ ഇൻട്രോയിൽ പറഞ്ഞു വലതുപക്ഷ രാഷ്ട്രീയം. അതെ അതെ. എനിക്ക് അങ്ങനത്തെ ഒരു പക്ഷം ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ഷിബിന് വേണമെങ്കിൽ പറയാം, ആൾക്കാർക്ക് അങ്ങനെ ആരോപിക്കാം. പക്ഷെ ഞാനൊരു വിഷയത്തിലൊരു നിലപാടെടുക്കും. ആ നിലപാട് വലതുപക്ഷക്കാരെടുത്താലും ഇടതുപക്ഷക്കാരെടുത്താലും എനിക്കതൊന്നു തന്നെയാണ്. ഉദാഹരണത്തിന് മാവോയിസ്റ്റ് ആൾക്കാരെ അമർച്ച ചെയ്യുന്നതിന്റെ ഒരു പരിപാടി കേന്ദ്ര സർക്കാരിനുണ്ട്. ഈ മാർച്ച് മാസത്തോടുകൂടി ഇന്ത്യ മാവോയിസ്റ്റ് വിമുക്തമാണ് എന്നൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പൊ പല എൻകൗണ്ടേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് പല ഓഫറുകൾ കൊടുത്ത് സറണ്ടർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ എന്ത് പറയാം, ഒരു വലതുപക്ഷ ആശയമാണ്. തീർച്ചയായിട്ടും എനിക്കതിനെ സപ്പോർട്ടാണ്. കാരണം നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്കൊരു സർക്കാരിനെ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ജനാധിപത്യപരമായിട്ട് വേണം. അതെ അതെ തീർച്ചയായിട്ടും. ആയുധം എടുത്തിട്ട് നമുക്ക് ഒരു കാര്യമില്ല. ഇവിടെയോ നമ്മുടെ നാട്ടിലെ മാവോയിസ്റ്റുകളെ ഏത് സർക്കാരിൻ്റെ കാലത്താണ് വെടിവെച്ചത്? പിണറായി വിജയൻ ഭരിക്കുമ്പോഴോ? അപ്പോൾ അത് വലതുപക്ഷമാണോ ഇടതുപക്ഷമാണോ? ഏത് പക്ഷമാണ്? ഞാൻ അതിനെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പിണറായി വിജയനെ ആ കാര്യത്തിൽ അനുകൂലിക്കുന്നതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ആവുന്നില്ല, അമിത്ഷായെ മറ്റേ വിഷയത്തിൽ അംഗീകരിക്കുന്നതുകൊണ്ട് ഞാൻ റൈറ്റും ആവുന്നില്ല. എനിക്ക് ആരെടുത്തു കഴിഞ്ഞാലും ആ പോളിസിയാണ്. ആ പോളിസി എന്താ? നമ്മുടെ ഭരണഘടന, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, ആ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ പോവുക. അതിനെതിരെ നിൽക്കുന്ന ഏതിനെയും അമർച്ച ചെയ്യേണ്ടതാണെങ്കിൽ ബലം ഉപയോഗിക്കുക. അതിനാണല്ലോ നമുക്ക് സംവിധാനങ്ങളുള്ളത്. തീർച്ചയായിട്ടും. അതിനകത്ത് അങ്ങനത്തെ ഒരു പക്ഷം ഞാൻ കാണുന്നില്ല. ഇല്ല. പിന്നെ മറ്റവർ വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒരു ഇന്റർവ്യൂ വിളിച്ച് ചോദിക്കുക. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രധാനമായിട്ടും വലതുപക്ഷ നിരീക്ഷകൻ എന്നൊരു ലേബലാണ് സീതേട്ടന് ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അതിപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എല്ലായിടത്തും അതിനെ അംഗീകരിക്കുന്നത് വലതുപക്ഷ നിരീക്ഷകനാണോ? അല്ല, അങ്ങനെ അവർ വെക്കാറില്ല. അല്ല, വലതുപക്ഷ നിരീക്ഷകൻ നല്ല ആദ്യം വെച്ചിരുന്നു, മാറ്റി ശേഷം പിന്നീട് ആരും ഇത് വെക്കാറില്ല. നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ അങ്ങനെ മാത്രമേ വെക്കാറുള്ളൂ, അല്ലാതെ അവർ വെക്കാറില്ല. കാരണം ഒരു പക്ഷം എന്ന് പറയുന്നത് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഷിബിന് വേണമെങ്കിൽ എന്നെ ആരോപിക്കാം, നിങ്ങൾ വലതുപക്ഷമാണ്. ഞാനിരിക്കുന്ന ഒരു ചർച്ചയിൽ വേണമെങ്കിൽ ഒരു ആങ്കറിന് അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഒരു പാനലിസ്റ്റിന് വേണമെങ്കിൽ ആരോപിക്കാം നിങ്ങൾ വലതുപക്ഷമാണ് എന്ന്. അപ്പൊ എനിക്ക് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഷിബിനോട് മറുപടി പറഞ്ഞതുപോലെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ റെസ്പോണ്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ഞാൻ വന്നിരിക്കുന്ന സമയത്ത് തന്നെ വലതുപക്ഷ നിരീക്ഷകൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്കിൽ അത് ചാനലിന്റെ അഭിപ്രായമാണ്. അത് ഞാൻ അംഗീകരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണ്, പക്ഷം നിങ്ങൾ ആരോപിച്ചോളൂ, അതിന് ഞാൻ മറുപടി പറയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ തീവ്ര വലതുപക്ഷ നിരീക്ഷകൻ എഴുതി കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കേണ്ടി വരും. അതിന്റെ മറ്റന്നാൾ എനിക്ക് ഫാഷിസ്റ്റ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എതിർക്കാൻ പറ്റില്ല. ഞാൻ പറയും, നിങ്ങൾ ആ കാറ്റഗറി സബ് കാറ്റഗറിയിലേക്ക് പോകാതെ ഇത് വെക്കുക, ബാക്കി നിങ്ങൾ ചർച്ചയിൽ പറയൂ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അതല്ലേ നന്ദി. അതെ, അതാണ് അതിന്റെ ഒരു മാന്യമായ ഒരു വശം. അത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു തന്നെ മാറ്റിച്ചാണോ വലതുപക്ഷ നിരീക്ഷകൻ എനിക്ക് വെക്കരുത് എന്ന് ഏതെങ്കിലും ചാനലോട് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മീഡിയ വൺ, ഞാനും മീഡിയ വണ്ണും തമ്മിലുണ്ടായിരുന്ന ആ പ്രശ്നം അതായിരുന്നു. അത് മീഡിയ വണ്ണിന് അതിന്റെ തലേന്നത്തെ ചർച്ചയിൽ വരെ എന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ വെക്കുന്നതിന് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് അവര് ചർച്ചയ്ക്ക് വിളിക്കുന്നു, ഞാൻ ചർച്ചയ്ക്ക് എഗ്രി ചെയ്യുന്നു. എഗ്രി ചെയ്തതിനു ശേഷം ചർച്ചയ്ക്ക് കുറച്ച് സമയം മുമ്പ് എന്നെ വിളിച്ചിട്ട് അവർ പറയുകയാണ്, അതെ, വലതുപക്ഷ നിരീക്ഷകൻ എന്ന് നിങ്ങൾ ഡെസിഗ്നേഷൻ വെക്കാൻ പറ്റുള്ളൂ, മാനേജ്മെന്റ് ഡിസിഷനാണ്. അത് മാനേജ്മെന്റ് അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഹൗ ഐ ഐഡന്റിഫൈ മൈസെൽഫ് എന്നുള്ളത് എന്റെ ചോയ്സ് ആണ്. തീർച്ചയായും എന്തൊക്കെ വേണമെങ്കിൽ അത് പറയാം, അതിന്റെ മറുപടി ഞാൻ അവിടെ പറയും. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ വേറൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ആവേണ്ടി വരുമല്ലോ. അത് പാനലിസ്റ്റ് ഞാൻ വന്നിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആരോപിക്കാം, നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് പറയാം. പക്ഷെ നിങ്ങളുടെ ലേബൽ ഞാൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. പറഞ്ഞാൽ ഞങ്ങളുടെ പോളിസിയാണ്. അതിലൊരു രസമുണ്ട്. ഞങ്ങളുടെ പോളിസിയാണ്, ഞങ്ങൾ എല്ലാവരെയും ഇനിയും അവരുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ അവരെ എവിടെ നിൽക്കുന്നു എന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ഇനി പറയുക. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായമല്ലേ, അയാളുടെ അഭിപ്രായമാണ് എഴുതുന്നതെങ്കിൽ ഓക്കെ, അല്ലല്ല അത് മാനേജ്മെന്റ് ഡിസിഷനാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞാൻ ഇരിക്കില്ല. നിങ്ങളതിൽ ചർച്ചയിൽ ആരോപിച്ചാൽ ഞാൻ അവിടെ മറുപടി പറയും, പക്ഷെ ഈ ലേബലിൽ വന്ന് ഞാൻ അവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ചർച്ച ബഹിഷ്കരിച്ചു. അതേ സമയത്ത് ഞാനൊരു ലൈവ് ചെയ്തു, അതന്ന് ന്യൂസ് ആയിരുന്നു, വലിയ ചർച്ചാ വിഷയമായിരുന്നു അല്ലേ. രസം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത ആഴ്ച മീഡിയ വണ്ണിൽ മറ്റൊരു ചർച്ച വന്നു. ആ ചർച്ചയിൽ ഞാനില്ല, അതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട്. ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മുടെ എ റഹീമും ഉണ്ട്. അപ്പൊ ഞാനും റഹീമും കൂടി സ്ഥിരം ചർച്ചകളിൽ കോർത്തോണ്ടിരുന്നു. പക്ഷെ അന്ന് ചരിത്രത്തിൽ ആദ്യമായി റഹീം എന്നെ പിന്തുണച്ചു. അതായത് ജയശങ്കറിന്റെ പേരിന് താഴെ എഴുതിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ്. അപ്പൊ ഈ ചോദ്യം വന്നപ്പോഴത്തെ ഒരു ചോദ്യം, വിഷയ സംബന്ധിയായിട്ടുള്ള ഒരു ചോദ്യം റഹീമിനോട് വന്നപ്പോ റഹീം പറഞ്ഞു, അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മീഡിയ വണ്ണിനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ശ്രീജിത്ത് പണിക്കരോട് കാണിച്ചത് കടുത്ത അനീതിയാണ്. അപ്പൊ ആങ്കർ കിളി പോയിരിക്കുകയാണ്, എന്താ സംഭവം? പുള്ളി പറഞ്ഞു, നിങ്ങൾ ശ്രീജിത്ത് പണിക്കരെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അദ്ദേഹം ഒഴിവാകാൻ കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എവിടെയാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ പറയും എന്ന് കരുതിയിട്ടാണ്. അപ്പൊ വലതുപക്ഷ നിരീക്ഷകൻ എന്നെ അദ്ദേഹത്തിനെ വിളിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പക്ഷെ ഇന്ന് നോക്കൂ, നിങ്ങൾ ജയശങ്കറിന്റെ പേരിന്റെ താഴെ രാഷ്ട്രീയ നിരീക്ഷകനുള്ളൂ. അപ്പൊ എന്നിട്ട് പുതിലെ ആരോപിക്കുന്നത് ജയശങ്കറിനെ നിങ്ങൾ വലതുപക്ഷ നിരീക്ഷണം എന്നായിരുന്നു. CPI അല്ല പറയുന്നത്, ജയശങ്കറിനെ വലതുപക്ഷ നിരീക്ഷണം. അപ്പൊ അത് നിങ്ങൾക്ക് വെക്കാൻ വയ്യ എങ്കിൽ നിങ്ങൾ ശ്രീജിത്തിനോട് കാണിച്ചത് കടുത്ത അനീതിയാണ്
എന്ന് പുള്ളി എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. അതെനിക്ക് തോന്നുന്നു അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷത്ത് നിന്ന അതെനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് കേട്ടിട്ടില്ലേ? ആയിരിക്കാം. അതാണ് സംഭവം. അത് സംഭവം അതായത് CPM ഏറ്റവും കൂടുതൽ എതിർക്കുന്ന മൗദൂദി എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഈ മീഡിയ വണ്ണിനെയും ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ട് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചർച്ച വന്നതുകൊണ്ട് നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി വെച്ച് വായിക്കുന്ന ആളല്ല കേട്ടോ. നമ്മൾ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ് എൻ്റെ ഒരു പോഡ്കാസ്റ്റിന്റെ രീതി. അപ്പോൾ മീഡിയ വണ്ണിന്റെ ചർച്ച വന്നതുകൊണ്ട് തന്നെ നമുക്ക് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് വലിയ ചർച്ചാ വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഒരു ഇസ്ലാമിക സംഘടനയാണ്. അത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് എന്നതിൽ വല്ല സംശയമുണ്ടോ? ഇല്ല. ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ്. എനിക്ക് യാതൊരുവിധ സംശയമില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടന. പിന്നെ എന്തിനാണ് UDF? അത് UDF ഗുണം ചെയ്യുമോ അതോ അതായത് VD സതീശനൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, അതായത് ജമാഅത്ത് ഇസ്ലാമി സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ സപ്പോർട്ട് മേടിക്കും, അത് കുഴപ്പമില്ല, ആർക്കും ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. പക്ഷേ അവരെ അനുകൂലിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുമ്പോൾ അത് ഇപ്പുറത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് എല്ലാം ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാതെ അത് UDF ഗുണം ചെയ്യുമോ? ഈ ജമാഅത്ത് ഇസ്ലാമായിട്ടുള്ള ഈ ബന്ധം ഗുണം ചെയ്യില്ല എന്ന് ഞാൻ കരുതുന്നതിന്റെ കാരണം ഇപ്പൊ നമുക്കറിയാം, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസ് കഴിഞ്ഞപ്പോഴേക്കും UDF അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പൊ അതിനെ കൂടുതൽ ഒരു ഈവൻ സ്റ്റേറ്റിലേക്ക് വീണ്ടും കൊണ്ടുവരാനും ഈ ചർച്ച വീണ്ടും UDF അഗെയിൻസ്റ്റ് ആയി വരാനും, എന്നാൽ അവിടെ പിടിച്ചിട്ട് CPM കയറാനുള്ള ഒരു പിടിവള്ളിയാണ് സത്യത്തിൽ സതീശൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, നിങ്ങളൊരു ഷാർപ്പ് ഷ്രൂഡ് പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ അതിനെ അണ്ടർ ദ കാർപ്പറ്റ് വെക്കും. നിങ്ങളൊരു ധാരണയും കാര്യങ്ങളും ഒക്കെ നിരവധി ആൾക്കാരുമായിട്ടുണ്ടാക്കും. അതേപോലെ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇവിടെ ചെയ്തത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുകയാണ്. പറഞ്ഞാൽ അവര് സപ്പോർട്ട് തരുന്നു, ജനാധിപത്യമാണ്, ആർക്ക് വേണമെങ്കിലും ഞങ്ങൾക്ക് പിന്തുണ ഓഫർ ചെയ്യാം, ആർക്കും വോട്ട് ചെയ്യാം, അവർക്ക് വോട്ടവകാശമുണ്ട്, അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വോട്ട് സ്വീകരിക്കും എന്ന് പറയുന്നതും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമുള്ള സംഘടനയല്ല എന്ന് പറയുന്നത് രണ്ടാണ്. തീർച്ചയായും. ഒന്ന് പൊളിറ്റിക്കൽ പൊസിഷനും, രണ്ട് വെള്ളപൂശലുമാണ്. ഈ വെള്ളപൂശൽ എന്ന് പറയുന്നത് ഗുണം ചെയ്യില്ല. അതിന് കാരണമുള്ളത് സമസ്ത മുസ്ലിം സംഘടനയാണ്. തീർച്ചയായിട്ടും. സമസ്ത എവിടെ നിൽക്കുന്നത്? സമസ്ത പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമുള്ള സംഘടനയാണ്. അപ്പോ സതീശൻ ഇവരുടെ കേരളത്തിലെ അമീർ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരിതെല്ലാം മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വാദത്തിലേക്ക് പോയെങ്കിൽ എന്തുകൊണ്ട് സമസ്തയ്ക്ക് ഇത് ബോധ്യപ്പെടാത്തത്? മതരാഷ്ട്രവാദമുള്ള ഒരു സംഘടനയുടെ മതരാഷ്ട്രവാദം ഏത് വിഷയത്തിലാണ്, മതത്തിനെ അവരെങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെയാണ് ശരീഅത്ത് എന്ന് പറയുന്നതിനെ പൂർണ്ണമായ നിയമമാക്കുന്നത്, അള്ളാഹുവാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോവറിൻ, അല്ലാതെ സ്റ്റേറ്റ് അല്ല, ജനങ്ങളല്ല എന്ന ഒരു ചിന്ത അവർക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് സമസ്തയ്ക്കാണോ സതീശനാണ്? സമസ്തയ്ക്കാണ്. സമസ്ത പറയുന്നു ഇത് ശരിയല്ല എന്ന്. അപ്പൊ അതെങ്ങനെ ചേർന്ന് പോകും? ഞാൻ പറയുന്നത്, ഒരാളിന്റെ ഭരണഘടനയുണ്ടല്ലോ. ഏതൊരു സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഭരണഘടനയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കും ഭരണഘടനയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതെടുത്ത് നോക്കൂ. ദൈവികമായിട്ടുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. ദൈവികമായിട്ടുള്ള ഒരു ഭരണമല്ലല്ലോ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. നമ്മൾ മതേതരത്വ നിലപാടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകളും, അതായത് ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന് വേണമെങ്കിൽ RSSനെയും ജമാഅത്ത് ഇസ്ലാമിനെയൊക്കെ നമുക്ക് രണ്ടുപേരും ഉന്നയിക്കുന്നത് മതവാദവും മതരാഷ്ട്രവാദവും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഭാഗത്ത് ഹിന്ദു രാഷ്ട്രമാണ് ഉന്നയിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അതിലൊരു ചെറിയ ചേഞ്ച് ഉള്ളത് പറയാം. അതായത് RSSന്റെ പ്രിൻസിപ്പിളിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഓൾറെഡി ആണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതില്ല എന്നാണ്. RSSന്റെ നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി, ഇറ്റ് ഈസ് ഓൾറെഡി എ ഹിന്ദു രാഷ്ട്രം. പക്ഷെ അങ്ങനെയല്ലോ. അങ്ങനെ നമ്മുടെ മതേതരത്വ ജനാധിപത്യ രാജ്യമല്ലേ. ഒരിക്കലും നമ്മുടെ ആ ഹിന്ദു എന്ന് പറയുന്നത് ഇവിടുത്തെ കൾച്ചറാണ്. ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരേ സമയം മതവുമാണ് സംസ്കാരവുമാണ്. പക്ഷെ അതിലുള്ള പലതുമായുള്ള വ്യത്യാസം. പക്ഷേ അത് ഞാൻ പറയാം. മതവുമാണ് സംസ്കാരവുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു ലാർജർ അംബ്രല്ലയുടെ ഉള്ളിലേക്ക് സിഖ് വരാറുണ്ട്, ജൈൻ വരാറുണ്ട്, ബുദ്ധിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്ന സമയത്ത് ബൈ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോലും മറ്റുള്ള മതങ്ങളെ കൂടി ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത അത് ഈ ലാൻഡിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ക്രിസ്ത്യൻ പുറത്തുനിന്ന് വന്നതാണ്, ഇസ്ലാം പുറത്തുനിന്ന് വന്നതാണ്. അപ്പൊ ഇതുപോലെ അല്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ട്രഡീഷണലായിട്ട് ഒരു തരത്തിലുള്ള മതവാദവും ഇല്ലാത്ത ആൾക്കാരല്ലേ നമ്മുടെ ആദ്യകാലത്തുള്ള ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഭരണം വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ. നമ്മുടെ മിലിറ്ററിയുടെ റെജിമെന്റിന്റെ ഉൾപ്പെടെയുള്ള സ്ലോഗനുകളായാലും വാർക്രൈ ആണെങ്കിലും ഒക്കെ തന്നെ ഇന്നോ ഇന്നലെയോ അല്ലേ, ഇപ്പൊ രാജാ രാമചന്ദ്ര കി ജയ് എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമുള്ള നമ്മുടെ റെജിമെന്റുകളുണ്ട് അല്ലെ. ജയ് മഹാകാളി ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ
നമ്മുടെ റെജിമെന്റുകൾക്ക് എത്രയോ കാലം മുതലുണ്ട്. അപ്പൊ നമ്മുടെ ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റുവോ ലാൽ ബഹാദൂർ ശാസ്ത്രിയോ ഒന്നും അതിനെ മാറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? മതപരമായിട്ടല്ല, അത് ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ RSSകാർ പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾറെഡി എ ഹിന്ദു രാഷ്ട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ പറയാം. പക്ഷെ ഇസ്ലാം അതല്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ഇതിലേക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മതരാഷ്ട്രവാദത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ശ്രമം അതിലേക്കാണ് എന്ന് പറയുന്നു. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരിക്കലും ഒരു മതേതരത്വ നിലപാടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ RSSന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ 3 വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ 3 എന്താ പറയുക 2 മതങ്ങളെയും ഒരു പ്രസ്ഥാനത്തെയും എതിർക്കുക എന്നുള്ളതാണ് അവരുടെ വർഷങ്ങളായിട്ടുള്ള അവരുടെ വിചാരധാര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഗോൾവാക്കർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്: 1 മുസ്ലിംസ്, 2 ക്രിസ്ത്യൻസ്, 3 കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അത്തരത്തിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആശയത്തോട് എങ്ങനെയാണ് താങ്കളെ പോലെ ഇത്രയും വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിക്ക് യോജിക്കാൻ കഴിയുക? ഇല്ല, ഞാൻ RSSന്റെ ആശയങ്ങളോട് യോജിക്കുകയോ RSSന്റെ ഭാഗമായിട്ടുള്ള ആളല്ല. ഞാൻ RSSന്റെ ഒരു ശാഖയിൽ പോയിട്ടില്ലാത്ത ആളാണ്. ഞാൻ RSSനോട് ഒരു കാലത്തും അങ്ങനത്തെ രീതിയിലത്തേക്കുള്ള ആഭിമുഖ്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. ആ രീതിയിലത്തേക്ക് വലിയ സ്വാധീനം അവർക്കുണ്ട്, റൂട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുള്ളതനുസരിച്ചിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ശാഖകളും മറ്റുള്ളത് കേരളത്തിലാണ്. എന്നാൽ അത് പൊളിറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ തന്നെ അതിന്റെ RSS എല്ലായ്പ്പോഴും BJPക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധവും അവർക്കില്ല. ഇല്ല. അതായത് അവരുടെ റെപ്രസെന്റേറ്റീവ്. എനിക്കൊരു ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ എത്രത്തോളം 5 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയത് അതിന്റെ ഒരു ഭാഗമാണെന്നാണ്. അവിടെ മാത്രമല്ല, ഞാൻ പറഞ്ഞത് UP-യിലെ പല സ്ഥലങ്ങളിലും, തീർച്ചയായിട്ടും UP-യിലെ പല സ്ഥലങ്ങളിലും അത് ഉണ്ടായിരുന്നു. അതിന്റെ കാരണവും ഒന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അതായത് RSS വളരെ പ്രകടമായിട്ട് ഈ ക്യാമ്പയിനിങ്ങിൽ ഇല്ലാതെ മാറിയിരിക്കുകയായിരുന്നു. കാരണം അന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് JP നഡ്ഡയുടെ ഭാഗത്തു നിന്നുണ്ടായി, RSSന്റെ ബാക്കിംഗ് ഇല്ലെങ്കിലും BJPക്ക് ജയിക്കാൻ കഴിയും, എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന രീതിയിലത്തേക്ക് അവർ ചിന്തിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് BJPക്ക് വോട്ട് ചെയ്ത് കൊള്ളണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജി ഉണ്ട്, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ RSSന്റെ ഐഡിയോളജിയെ ഫേവർ ചെയ്യുന്നതിനോ ഏതെങ്കിലും ഒരു സമയത്ത് ഗോൾവൽക്കറെ ഫേവർ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഒരിടത്തും. അത് അവരുടെ രീതിയാണ്, അവരുടെ കൾച്ചറാണ്. പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അവർ പറയുന്ന സമയത്ത് വിചാരധാരയിൽ അന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് പ്രിന്റിലില്ല എന്ന് പറയുന്നു. അതായത് ആ കാര്യങ്ങൾ വേണ്ടതല്ല എന്ന രീതിയിലത്തേക്ക് അവർ ചിന്തിച്ചു എന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ RSSനെതിരെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പള്ളികളുടെ അകത്ത് പോയിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മോഹൻ ഭഗവത്താണ്. ഓരോ പള്ളിയുടെയും അടിയിൽ ഒരു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അയോധ്യ ക്ഷേത്രമാണോ കൂടുതൽ പ്രാധാന്യമുള്ളത്, അതോ എന്റെ നാട്ടിലുള്ള ഒരു ക്ഷേത്രം ഏതെങ്കിലും ഒരു ഇസ്ലാം ഭരണകാലത്ത് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതിനോടായിരിക്കാം. തീർച്ചയായും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ലീഗലായിട്ട് ഞാൻ അവിടെ പോയി ഇത് തല്ലി തകർക്കണമെന്നല്ല, എനിക്ക് ലീഗലായിട്ട് കേസ് കൊടുക്കുന്നതിനുള്ള റൈറ്റ് എനിക്കുണ്ട്. അതുള്ള ഒരു രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വിഷയത്തിൽ മോഹൻ ഭഗവത്തിനോട് വ്യത്യാസമുണ്ട്. അതായത് RSSന്റെ ഇതിനോട് ഞാൻ യോജിക്കണമെന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ തീവ്ര ഫാഷിസ്റ്റാണെന്ന് പറയുന്നത് കാര്യമില്ല. അല്ല, എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ബാബരി മസ്ജിദ് പൊളിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ സംസാരിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുന്നതിന് അന്നും RSSന് ഒരു മടിയില്ല, ഇന്നും RSSന് യാതൊരു വിധ മടിയില്ല. എനിക്കൊന്ന് കാശി ക്ഷേത്രത്തിൻ്റെയൊക്കെ വേണ്ടി ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്നലെ ഇസ്ലാമിക നിയമപ്രകാരം ഇന്നലെ വന്ന ന്യൂസാണ്, തറാവീഹ് നിസ്കരിക്കുന്ന ഉത്തരാഖണ്ഡിലാണെന്ന് തോന്നുന്നു, തറാവീഹ് നമസ്കാരം നിസ്കരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഹിന്ദുത്വർ വന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അത്തരത്തിലുള്ള കുറേ സമീപനങ്ങൾ, അതൊക്കെ നമ്മുടെ ഈ ജനാധിപത്യ മതേതരത്വ രാജ്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അയോധ്യയിൽ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം അത് നിയമപരമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നിയമമാണ്, നമ്മുടെ നാട്ടിലെ നിയമമാണ്. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട ദിവസം എന്നാണ് പറയപ്പെടുന്നത്. ഈ പിന്നെ ചരിത്രത്തിലെ ബ്ലാക്ക് ഡേ ആണ് എന്ന രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിയമപരമായിട്ട് സാധ്യതയുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയുള്ളതല്ല. ഇപ്പൊ നമ്മൾ BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ വിളിച്ച് നിർത്തി ചോദിച്ചിട്ട് അത് നിയമപരമായി സാധ്യതയുള്ളതാണോ എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിലുള്ള ഒരു മന്ത്രിയോട് ചോദിച്ചു, അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത് നിയമത്തിനെ കയ്യിലെടുക്കുന്നു എന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ ഒരു പള്ളി നിപ്പുണ്ടായിരുന്നു, ആ പള്ളിയെ അവിടെ തകർത്തു എന്ന് പറയുന്നത് നിയമപരമല്ല. ഏത് നിയമത്തിലാണ് അത് സാധൂകരിക്കാൻ കഴിയുക? അങ്ങനെ ഒരു സംഭവമില്ല. നിയമപരവുമല്ല, മാനുഷിക മൂല്യം വെച്ച് നോക്കുമ്പോൾ അത് മാന്യവുമല്ല, ധാർമ്മികമല്ല. നിയമപരം അല്ലാത്തത് ധാർമ്മികമാവാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ അത് അവിടെ തന്നെ ഞാൻ പറഞ്ഞത്
പിന്നീട് വന്നിരിക്കുന്ന കാശിയിലെയോ മധുരയിലെയോ വിഷയങ്ങൾ അങ്ങനെയല്ല. അവിടെ പൊളിക്കാൻ പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീടിനടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ഹിന്ദു ഡൈറ്റിയെ പിന്നെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആവശ്യമെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിയമപരമായി മുന്നോട്ട് പോകാമല്ലോ. അവിടെ ഗ്യാൻബാബിയിൽ നടന്നിരിക്കുന്നതും മധുരയിൽ നടക്കുന്നതും എല്ലാം തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കേസ് കൊടുക്കുന്നു, കോടതിയോടെ സർവേ ഓർഡർ ചെയ്യുന്നു, സർവേയുടെ ലിസ്റ്റ് വരുന്നു, പിന്നീട് ASI വരണോ എന്നുള്ളത് നോക്കുന്നു, അതിനുശേഷമുള്ള നിയമപരമായിട്ടുള്ള കാര്യമാണ്. അതിന് പൂർണ്ണമായിട്ടും ഞാൻ സപ്പോർട്ടാണ്. പൊളിക്കുന്നതല്ല, നിയമപരമായിട്ടാണ്. നിയമപരം എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാർക്ക് ഒരേപോലെ പവർ കിട്ടും. അതെ, പൊളിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകാധിപത്യപരമായിട്ട് നിങ്ങൾ ചെയ്യുകയാണ്, അവിടെ ഡിഫെൻഡ് ചെയ്യാൻ ആളില്ല അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കക്ഷിയാക്കും, നിങ്ങൾക്ക് നോട്ടീസ് അയക്കും, നിങ്ങൾക്ക് എന്റേതാണ് ഇവിടെയുള്ള ഒറിജിനൽ അവകാശം എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ലീഗൽ അവന്യൂസ് കിട്ടും. അത് അതേ രീതിയിൽ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും 1-2 സ്ഥലത്തല്ല, നിങ്ങൾക്ക് എവിടെയൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്നുള്ളത്. പക്ഷെ ആ നിയമപരമായിട്ടുള്ള നീതി, ഇപ്പോൾ സീതേട്ടൻ പറഞ്ഞ ആ നീതി എന്ന് പറയുന്ന സാധനം ഒരു വിഭാഗത്തിന് മാത്രമായി പോകുന്നിടത്താണ് പ്രശ്നം. അതായത് ഇപ്പൊ നമുക്ക് അറിയാലോ, അയോധ്യ ക്ഷേത്രത്തിനൊപ്പം തന്നെ 5 ഏക്കറോളം ആണെന്ന് തോന്നുന്നു ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കാൻ വേണ്ടി സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ, യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് എന്റെ മരണം വരെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് ലോകം അവസാനിക്കുന്നത് വരെ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി ഉദയം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ എന്റെ പ്രസ്ഥാനം അനുവദിക്കില്ല എന്ന് യാതൊരുവിധ ഷണ്ഠയും കൂടാതെ പുള്ളി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് പിന്നെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്, ശ്രദ്ധിച്ചിട്ടില്ല. മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും വന്നാണ്. അതായത് എന്റെ ജീവിത അവസാനം വരെ ബാബരി മസ്ജിദ് അവിടെ പുനർനിർമ്മിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പരാമർശം പുള്ളി നടത്തില്ല. അതിനുള്ള ഒരു റൈറ്റും അദ്ദേഹത്തിനില്ല. അദ്ദേഹം എവിടെയാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. അല്ല, ഉത്തർപ്രദേശിൽ നടത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാനുള്ള ഒരു റൈറ്റും അദ്ദേഹത്തിനില്ല. കാരണം അത് സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. സുപ്രീം കോടതിയാണ് അവർക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നത്. അത് എവിടെയാണെന്നുള്ളത് ഇയർമാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട ഏകദേശം അതിന്റെ ഇരട്ടി സ്ഥലമാണ്. സാധാരണ ഒരു സിവിൽ തർക്കത്തിൽ അത് നടക്കില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ കോടതി പരിഗണിക്കുന്നത് എന്താ? അത് ഷാഹുലിന്റെ സ്ഥലമാണോ എന്റെ ഇതാ നോക്കുക. എന്റെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം സ്ഥലം തരില്ല. നമ്മൾ രണ്ടും തമ്മിൽ അതിർത്തി തർക്കമാണ്. ഞാൻ പറഞ്ഞു ഇത് എന്റെ സ്ഥലമാണ്, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്ഥലമാണ്. ലാസ്റ്റിൽ അത് എന്റെ സ്ഥലമാണെന്ന് തെളിഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോടതി പറയുമോ പകരം ഇതിന്റെ ഇരട്ടി ഭൂമി നിങ്ങൾ അവിടെ എടുത്തോ എന്ന് പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ആ സോഷ്യൽ ഫാബ്രിക്കിനെ തകരരുത് എന്ന് കരുതിയിട്ടാണ് ആ വിധി വന്നത്. കാരണം അയോധ്യ തർക്കം നമ്മൾ എന്ത് റിലീജിയസ് കാര്യം പറഞ്ഞാലും ആത്യന്തികമായിട്ട് അതൊരു സിവിൽ സൂട്ടാണ്, വസ്തുതർക്കമാണ്. തീർച്ചയായിട്ടും വസ്തുതർക്കത്തിന്റെ രീതിയിൽ അതിന്റെ അവകാശാധികാരങ്ങൾ ആർക്കാണെന്നുള്ളത് നിർണ്ണയിക്കപ്പെടുന്ന രീതിയിലാണ് ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ചെയ്യരുതാത്ത ഒരു അസാധാരണമായിട്ടുള്ള കാര്യമാണ് അന്ന് കോടതി ചെയ്തത്. ഒരാൾക്കും കൂടി അഡീഷണൽ വേറെ ഒരാൾക്കും കൂടി കൊടുത്തു. അത് അലഹബാദ്. കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുപ്രീം കോടതിയിൽ വരുമ്പോഴത്തേക്ക് ഹിന്ദുപക്ഷത്തിനുള്ളത് കൊടുത്തു. അത് നിങ്ങൾക്ക് ഈ തർക്കഭൂമിയായിട്ടുള്ള ഏതാണ്ട് 2.25 ഏക്കർ അത് നിങ്ങൾക്ക് കൊടുക്കുന്നു. മറ്റുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഏകദേശം ഇരട്ടി 5 ഏക്കർ സ്ഥലത്തോളം മുസ്ലിങ്ങൾക്ക് കൊടുക്കുക. അത് സത്യത്തിൽ ഒരു ലീഗൽ ഡിസ്പ്യൂട്ടിൽ ഇല്ലാത്തതാണ്. പക്ഷെ എന്നിട്ടും അത് ചെയ്തിരിക്കുന്നത് ഈ പൊളിച്ചിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇന്ന് അവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ പൊളിക്കുന്നത് വരെ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ഒരു തെറ്റുമല്ല അവിടെ ഒരു പള്ളി വന്നത്. തീർച്ചയായിട്ടും 15-ാം നൂറ്റാണ്ടില് ഒരു പള്ളി അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ കരുതിക്കും. ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടാണ് പള്ളി അവിടെ പണി കഴിപ്പിച്ചതെന്ന് വേണമെങ്കിൽ കരുതിക്കും. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കിട്ടിയിട്ടില്ല. അത് പൊളിച്ചതാണെന്നുള്ളതിന്റെ ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ യാതൊരു തെളിവില്ല. അതുപോലെ തന്നെ അത് സർവേ ചെയ്തവർ പോലും അങ്ങനെ ഒരു സംഭവം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. ASIയുടെ റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ മുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് പല ഭാഗങ്ങളും ഈ താഴത്തെ സ്ട്രക്ചർ അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, ശിവലിംഗം ഉണ്ട് എന്ന് പറയുന്നത് തെറ്റായിരുന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടില്ലായിരുന്നോ? അല്ല, ശിവലിംഗം അല്ലല്ലോ അവിടെ. അയോധ്യയിൽ ശിവലിംഗം അല്ല, അയോധ്യ രാമന്റേതല്ല. അല്ല, അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് രാമന്റെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അടിയിൽ എന്തോ ഉണ്ട് എന്നുള്ള അയോധ്യയിലുള്ളത് കിട്ടിയതാണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് 10 തലയുള്ള വീരനെ വധിച്ച ബാലിയെ നിഗ്രഹിച്ചവനും 10 തലയുള്ള പിന്നെ ലങ്കേശ്വരനെ വധിച്ചവനുമായ പ്രഭുവിന്റെ സമർപ്പണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബാലിയെ കൊന്നതും ശ്രീരാമനാണ്, രാവണനെ കൊന്നതും ശ്രീരാമനാണ്. അങ്ങനെയുള്ള ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കിട്ടിയതാണ്. ഞാൻ പറഞ്ഞത് അത് അവിടെ നിൽക്കുമ്പോൾ അതിന്റെ മുകളിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ 2 ഡിസ്പ്യൂട്ട് വരാം. ഒന്ന്, ഇതറിയാതെ അതിന് പുറത്ത് കൺസ്ട്രക്ട് ചെയ്തു, അതായത് ഏതെങ്കിലും കാലത്ത് അത് നശിച്ചു പോയിട്ടുണ്ടാകും, അതിന് പുറത്ത് കൺസ്ട്രക്ട് ചെയ്തു എന്നുള്ള ഒരു വാദം വരാം. 2, തകർത്തതിന് ശേഷമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള വാദം വരാം. ഇത് നമുക്ക് സർവേ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല.
കാരണം ഇത് അവിടെ ഫാക്ട് ഈസ് ഇതിന് പുറത്ത് ഒരു സ്ട്രക്ചർ ഉണ്ട്. പൊളിച്ചിട്ടാണോ നാച്ചുറലി പൊളിഞ്ഞതിന് പുറത്ത് ചെയ്തിരിക്കുന്നതാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിലത്തേക്ക് അത് പറഞ്ഞത്. പക്ഷെ കാരണം എന്തായാലും സപ്പോസ് 16-ാം നൂറ്റാണ്ട് മുതൽ അവിടെ പ്രാർത്ഥന എന്നുവരെ ഇസ്ലാമിക ആചാരപ്രകാരം ഉണ്ടായിരുന്നു. അവർക്കതൊരു പള്ളിയായിരുന്നല്ലോ. അതെ അതെ. അപ്പൊ ഇന്ന് അത് പൊളിക്കുകയും ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അത് കൊടുക്കുകയും ചെയ്താൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ തെറ്റല്ലല്ലോ. അതെ, അവിടുത്തെ പ്രാർത്ഥന ഒരു വ്രതമായി കണ്ടിരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെറ്റല്ല, അവരല്ലത് പള്ളി കൊണ്ട് പണിത്. അതുകൊണ്ടാണ് അവരുടേതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ സോഷ്യൽ ഫാബ്രിക്കിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഇരട്ടി ഭൂമി നിങ്ങൾ മറ്റൊരു സ്ഥലത്തെടുത്തു. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് അറിയാം, വളരെ സേക്രഡ് ആയിട്ട് കരുതപ്പെടുന്ന പള്ളികൾ വളരെ കുറവാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു പള്ളി ഉണ്ടെങ്കിലേ ആരാധന പാടുള്ളൂ എന്നൊരു സംവിധാനം പോലും. അതുകൊണ്ടാണ് കോടതി പറയുന്നത് ഇവർക്ക് അവകാശപ്പെട്ട വൈകാരികമായ താല്പര്യമുള്ള ക്ഷേത്രം അത് അവരുടെ റൈറ്റ്ഫുൾ ആയിട്ട് അവർക്ക് കൊടുത്തിട്ട് പകരം ഈ ഭൂമി ഇവിടെ കൊണ്ടുപോകും. അതിനെ എതിർക്കാൻ യോഗി ആദിത്യനാഥെന്നല്ല, നരേന്ദ്രമോദിക്ക് എന്നല്ല, ഇന്ത്യയിൽ ഭാവിയിൽ വരുന്ന ഒരു പ്രധാനമന്ത്രിക്കും സാധിക്കില്ല. കാരണം അത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. നിയമപരമായി നിലനിൽക്കില്ല, ഒരിക്കലും ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ഡിലേ ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് ആളിന് ഡിലേ ചെയ്യാനായിട്ട് ഡിലേ ചെയ്യാന്നല്ല, പക്ഷെ ആ പണി നിർത്തിച്ചു വെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് കോടതിയുണ്ട്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യോഗി ആദിത്യനാഥ് നിയമപരമായിട്ടല്ല അത് പറഞ്ഞിരിക്കുന്നത്, പുള്ളിയുടെ ധാർഷ്ട്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഈ പറയുന്ന എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറയുന്നത് തെറ്റുമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. തന്നെയല്ല, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന നിയമമാണ്, ഒരു വ്യക്തിയുടെ തീരുമാനമോ ഒരു സ്റ്റേറ്റിന്റെ തീരുമാനമോ അല്ല. സുപ്രീം കോടതി തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്തിമമാണ്. അതിന് പുറത്ത് പിന്നീട് യാതൊരു തരത്തിലുള്ള റിവ്യൂവും പരിഗണനയും ഒന്നുമില്ല. അത് സെറ്റിൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ബാബരി മസ്ജിദ് വിഷയത്തിൽ വന്ന ആ വിധി അതൊരു പാർഷ്വാലിറ്റി കാണിച്ചുകൊണ്ടുള്ള ഒരു വിധിയാന്ന് ശ്രീധരൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ ആ വിധി പൂർണ്ണമായിട്ട് വായിച്ചു നോക്കിയതാണ്. അതിന്റെ ഓരോ പ്രൊസീഡിങ്ങും കോടതിയിൽ, അലഹബാദ് കോടതിയിൽ നടക്കുമ്പോഴും അതിന് ശേഷം അല്ല. പക്ഷെ അതിന്റെ നീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്റെ വീടിരിക്കുന്ന സ്ഥലം അത് ചിലപ്പം 100 വർഷം മുമ്പ് അവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെ? 100 വർഷം അല്ലെങ്കിൽ ഒരു എന്തിനേറെ ചിന്തിക്കുന്നു, ഒരു 20 വർഷം മുമ്പ് ചിലപ്പോൾ അത് അവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ആ 20 വർഷം മുമ്പ് ഉള്ള വ്യക്തി അതിന് അവകാശവാദം ഉന്നയിച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന എന്റെ വീട് ഞാൻ അവർക്ക് കൊടുക്കുന്നതിൽ എന്താണ് അതിന്റെ ഒരു നീതി എവിടെയാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. താങ്കളുടെ വീട് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അതിന്റെ ആധാരമുണ്ടോ? താങ്കൾക്ക് അതിന്റെ കൈവശാവകാശമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ആധാരമുണ്ടോ? നമുക്ക് ആധാരം, മുന്നാധാരം ഒക്കെ അറിയാം. തീർച്ചയായിട്ടും. അതായത് ആരിൽ നിന്നാണ് ലീഗലായിട്ടുള്ള ഏതൊരാളിൽ നിന്നാണ് ആവശ്യം താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രേഖയാണ് കോടതിയിൽ വേണ്ടിയിരുന്നത്. സിവിൽ സൂട്ടാണ്. അത് വഖഫ് ബോർഡിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതായത് എവിടെയെങ്കിലും ഇതിന്റെ ചെയിൻ പോകണ്ടേ? അതായത് ഇന്നയാളിന്റെ ഇതാണ് ഞാൻ വാങ്ങിയത്, എങ്കിൽ അയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, അതിനു മുമ്പ് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ഏറ്റവും ഓൾഡസ്റ്റ് ഡോക്യുമെന്റ് അതിൽ വന്നിരിക്കുന്നത് ഹിന്ദു പക്ഷത്തിന് ഫേവറബിൾ ആയിട്ടാണ്. അതായത് അതിനുശേഷമുള്ള ചെയിൻ പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നില്ല. എന്ന് വെച്ചാൽ റൈറ്റ്ഫുള്ളി ഇത് ബിലോങ് ചെയ്തിരിക്കുന്നത് ഹിന്ദു പക്ഷത്തിനാണ് എന്ന് തോന്നിയിട്ട് സാധാരണ ഒരു സിവിൽ സൂട്ട് എങ്ങനെയാണോ ഡിസ്പോസ് അല്ല. അപ്പൊ മറ്റൊരു ചോദ്യമുണ്ട്. അപ്പം ഈ ഹിന്ദു പക്ഷത്തിന് അത്തരത്തിൽ ഒരു ഡോക്യുമെന്റ് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിന്റെ പ്രിന്റ് നമുക്ക് യൂട്യൂബിലെല്ലാം വളരെ ഡീറ്റെയിൽഡ് സ്കെച്ചസ് ഉണ്ട്. പണ്ടുള്ള രാജാക്കന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ സ്കെച്ചസ് ഉണ്ട്. അവിടെ എങ്ങനെയായിരുന്നു, അത് ഓരോ ഏരിയ എത്രയാണെന്നുള്ളതിന്റെ ഡ്രോയിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് കോടതിയിൽ വന്നതാണ്. ഈ ഡ്രോയിങ്സ് ഉൾപ്പെടെയുള്ള പഴയ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ തെളിവായിട്ട് വന്നിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അത് ഏതൊക്കെ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാബരി മസ്ജിദ് വിഷയത്തിൽ മാത്രം ഇങ്ങനെ ചർച്ച ചെയ്ത് പോയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട ശ്രീധേട്ടൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം. ഈ RSS എന്ന് പറയുന്ന സംഘടനയാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ BJPയുടെ ഭരണത്തിൽ നിർണായകമായിട്ട് എല്ലാവിധ കാര്യങ്ങളും നോക്കി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് RSS തന്നെയാണ്. ഈ RSSഉം ഈ STP എന്ന് പറയുന്ന സുഡാപ്പികൾ നമ്മൾ വിളിക്കാറുണ്ട്. STP എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിക പക്ഷവാദികൾ എന്ന് വേണമെങ്കിൽ പറയാം STPനെ. അതുപോലെ തീവ്ര ഹിന്ദു പക്ഷവാദികൾ, ഹിന്ദുത്വർ എന്ന് പറയുന്ന RSS. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശമെന്ന് പറയുമ്പോഴും ശ്രീധേട്ടൻ പല സമയത്തും സുഡാപ്പികളെ എതിർക്കുന്ന അതേ തീവ്രതയോടുകൂടി RSSന്റെ പല ആശയങ്ങളെ എതിർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒന്ന്, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനവും മറ്റേത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തൊരു സംവിധാനമാണ്. ഫൗണ്ടേഷണലി അല്ല ഞാൻ പറയുന്നത്, ആൾക്കാരുടെ ഇടയിലുള്ള സ്വീകാര്യതയാണ്. ഇപ്പോൾ RSS എന്ന് പറയുന്നതിന് പാൻ ഇന്ത്യ അക്സെപ്റ്റൻസ് എങ്ങനെ കിട്ടി? അവരാണ് രാജ്യം ഭരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതി RSS അനുഭാവിയാണ്.
ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനാണ്. ഉം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി RSSകാരനാണ്. ഉം. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ RSSകാരാണ്. ഉം. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പീപ്പിൾസ് മാൻഡേറ്റ് ഉം. 1990 മുതൽ ഈ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഉം. വിവിധ സംസ്ഥാനങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ബോഡികളിൽ, ഉം. അത് താഴെ തട്ടിലുള്ളതായിക്കോട്ടെ ഏറ്റവും മുകളിലുള്ളതായിക്കോട്ടെ, ഉം. അത്രയും മാൻഡേറ്റ് കിട്ടുന്നതാണ്. ഉം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ മുഴുവൻ വർഗീയവാദികളായിട്ടല്ലോ ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യും. അല്ല തീർച്ചയായും. തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി നിൽക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് മോദി അല്ലെങ്കിൽ 2014 മുതൽ 2029 വരെയുള്ള ടേം ഉം. അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ ആ 15 വർഷം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും വർഗീയവാദികളായതുകൊണ്ടല്ല BJPക്ക് വോട്ട് ചെയ്യുന്നത്. ഉം. അല്ലേ? ഉം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾസ് മാൻഡേറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ഉം. അവരുടെ ആശയം അവർ മുന്നോട്ട് വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇന്ത്യയെ പിന്നെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക 2047 കൂടി ഉം. എന്ന് പറഞ്ഞ ആശയത്തോടു കൂടി പ്രചരിച്ച ഒന്നാണ് PFI. അതെ തീർച്ചയായും. എത്രത്തോളം സ്വീകാര്യത ഇതിന് കിട്ടി? വളരെ അതെ. കുറച്ച് സ്വീകാര്യത. അതെ. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് വന്ന വിഷയം അല്ല പക്ഷേ ബാബറി അതിന്റെ മസ്ജിദ്. PFA യുടെ ഇത് ഒരു- അല്ല, പൂർത്തീകരിക്കട്ടെ. അതെ അല്ല ഈ അതിന്റെ ഒറ്റ സെക്കൻഡ് അത് പൂർത്തീകരിച്ചു. ഉം. പക്ഷേ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന വിഷയം ബാബറി മസ്ജിദ്, ഉം. അയോധ്യ ക്ഷേത്രം, ഉം. BJP അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വെച്ച സാധനമാണ്. ഉം. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതെ. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കും തീർച്ചയായും. എന്ന് അവർ പറഞ്ഞിരുന്നു. ഏതിനാ സ്വീകാര്യത? പക്ഷെ ആ അവിടുത്തെ സ്വീകാര്യം- ജനങ്ങള് അല്ല പക്ഷേ അയോധ്യ ഇരിക്കുന്ന മണ്ഡലത്തിൽ ആരാണ് ജയിച്ചത്? മണ്ഡലത്തിൽ ജയിക്കുന്നല്ലോ. അയോധ്യ അല്ലെങ്കിൽ ആ UP-യിൽ ആരാണ് ജയിച്ചത്? അയോധ്യ മണ്ഡലത്തിൽ ഇരിക്കുന്നവരും UP-യിൽ ഇരിക്കുന്നവരാണോ അയോധ്യ അമ്പലത്തിൽ പോകുന്നത്? അല്ല അതുകൊണ്ട് മാത്രമല്ല സ്വാഭാവികമായി രാമൻ എന്ന് പറഞ്ഞ അയോധ്യയുടെ മാത്രമല്ല. അല്ല. രാമന്റെ എല്ലാവരുടെയുമാണ് ഗുരുവായൂർ അമ്പലം ഇരിക്കുന്നിടത്ത് ആരാ ജയിക്കുന്നത്? അത് ചില ഗുരുവായൂർ അമ്പലം CPM ആയിരിക്കും ഇരിക്കുന്ന ജയിക്കുന്ന. അബ്ദുൽ ഖാദറാണ് ഇപ്പൊ ഗുരുവായൂർ അമ്പലം ഇരിക്കുന്നിടത്ത് ചിലപ്പോൾ CPM ആയിരിക്കും ജയിക്കുന്നത്, ചിലപ്പോൾ ചിലപ്പോൾ മുസ്ലിം ലീഗ് ആയിരിക്കും. അതെ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പന്റെ പ്രാധാന്യം മാറിയോ? അത് മാറുന്നില്ല. ഗുരുവായൂർ മണ്ഡലത്തിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രമാണ് കുഴപ്പം. തിരുവമ്പാടി മണ്ഡലത്തിൽ ഇരിക്കുന്ന അല്ല പക്ഷെ ഞാൻ പറയുന്നത് അതായത് അവരുടെ ഏറ്റവും വലിയ അതായത് 2021 തെരഞ്ഞെടുപ്പിലേക്ക് 24 തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്ന സമയത്ത് BJP മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രവും അതിന്റെ നിർമ്മാണവും അത് ഞങ്ങൾ നടത്തി, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കാണിച്ചാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ ആ പ്രധാനപ്പെട്ട ആ വസ്തുത നിലനിൽക്കുന്ന ആ പ്രദേശത്ത് അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു പരാജയം തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഹൗ ഡസ് ഇറ്റ് മാറ്റർ? ഇപ്പൊ ഞാൻ പറയാം, പക്ഷെ അത് മാത്രമാണ് ഗുരുവായൂർ കറക്റ്റാണ് പറഞ്ഞത്, കറക്റ്റാണ്. വേറൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ? ആഗോള അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാം. അതെ. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചർച്ചാ വിഷയമായിട്ട് നമുക്ക് ഒക്കെ ഞാൻ പറയാണ്, ഈ വിഷയങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടെന്ന് വെച്ചോ. തെരഞ്ഞെടുപ്പിൽ അതിനനുസരിച്ചിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. കോന്നിയിൽ CPM ജയിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ശബരിമല ഇരിക്കുന്ന മണ്ഡലം, തീർച്ചയായിട്ടും ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിൽ CPM ജയിച്ചാൽ CPM ഇതേ വാദം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും? അംഗീകരിക്കില്ല. കാരണം എന്താ? ഈ പത്തനംതിട്ടയിൽ ഇരിക്കുന്ന ആൾക്കാരോ കോന്നിയിലുള്ള ആൾക്കാരോ മാത്രമല്ല ശബരിമല വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവർ. ഇതെല്ലാവരുടെയുമാണ്. അയോധ്യ എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. അവിടെ പാർട്ടി തോക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും. അവിടെ സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ ഈ 2.4 ഏക്കറാണ് തർക്കഭൂമി എങ്കിൽ ഈ തർക്കഭൂമി മാത്രമല്ല അവിടെ സർക്കാർ ഏറ്റെടുത്തത്. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നിരവധി ഭൂമിയുണ്ട്. ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ, ഈ നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ ക്യാമ്പയിന് പോലും പോയിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, വലിയ രീതിയിലത്തേക്കുള്ള ബാക്ക്ലാഷ് ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർക്ക് അറിയാമായിരുന്നു. അപ്പൊ തോൽവിക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഈ കാരണം കൊണ്ടാണെങ്കിൽ അവിടെ ജയിച്ചിരിക്കണമെന്ന് പറയുന്നത് നമ്മൾ VD സതീശന്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്നിൽ എന്ന് പറയുന്നത് പോലെ അതാണോ VD സതീശന്റെ പോപ്പുലാരിറ്റി? അല്ല, അത് വെറുതെ നമ്മളൊരു ബിംബം, ഒരു പ്രതീകം എന്ന് പറയുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല. ഈ അയോധ്യ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം ആയതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്തത്. ശബരിമല എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിന്റെ വിഷയമല്ല, മറിച്ച് അത് കേരളത്തിലുള്ള മൊത്തത്തിലൊരു വിഷയമാണ്. അപ്പൊ മൊത്തത്തിൽ അവര് CPM ജയിച്ചു, എല്ലായിടത്തും CPM ജയിച്ചു. പക്ഷെ കോന്നിയിൽ, ഞാൻ പറയട്ടെ, കോന്നിയിൽ കോൺഗ്രസ് ജയിച്ചെന്ന് വെച്ചു, അല്ലെങ്കിൽ ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിൽ BJP ജയിച്ചെന്ന് വെച്ചോ. BJPക്ക് അതുകൊണ്ട് ഒരു വണ്ണപ്മാൻഷിപ്പ് പറ്റുമോ? CPM ഭരണ തുടർച്ച വരുന്നു. ഇത് കേൾക്കൂ, പിണറായി വിജയന് 3ാം ടൈം കിട്ടുന്നു എന്ന് വെച്ചാൽ അവർക്ക് 72 സീറ്റ് കിട്ടിയല്ലോ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് കൂട്ടിക്കോ. എല്ലായിടത്തും പരാജയപ്പെട്ട BJP കോന്നിയിൽ ജയിക്കുന്ന സാഹചര്യം 100% അത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ അവരൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അവരുടെ നിലനിൽപ്പ് കൊണ്ട് പറയില്ലേ? ഇപ്പൊ ഒരു കാര്യം അത്തരത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നു. BJPക്ക് സിഗ്നിഫിക്കന്റ് ഗെയിൻ ഇവിടെ
തിരുവനന്തപുരം, നമ്മൾ ഇരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചില്ലേ? തീർച്ചയായിട്ടും വലിയ മൈലേജ് കിട്ടി. അത് കിട്ടി. പക്ഷെ മൊത്തത്തിലുള്ള പെർസെന്റേജിൽ ബി ജെ പി താഴെയാണ് പോയത്. അതെ, എന്ന് വെച്ചാൽ അത് ആരാണ് ഉപയോഗിക്കുക? ബി ജെ പി ഉപയോഗിക്കും. എന്തുകൊണ്ട്? കോർപ്പറേഷൻ തിരുവനന്തപുരം പിടിച്ചു. അത് നിർണായകമാണ്, ഭരണത്തിന്റെ സ്ഥിരാചരിത്രമാണ്. ഇവിടെയുള്ള എല്ലാ സർക്കാർ പരിപാടികളിലും ഇനി ബി ജെ പിയുടെ മേയർ ഇരിക്കും, അല്ലെ? അതുകൊണ്ടൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ വന്നിരിക്കുന്നത്? 3-4% വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അതാണ് പാർട്ടിക്കുള്ള തിരിച്ചടിയാണത്. അതായത് അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് അവർ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി, അതല്ല ഹെഡ്ലൈൻ. അതേപോലെ ഞാൻ പറഞ്ഞത് ആ മണ്ഡലത്തിലുള്ളതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കോന്നി അല്ലെങ്കിൽ ശബരിമല ഇരിക്കുന്ന മണ്ഡലം CPM ജയിച്ചാലും CPM അടുത്ത തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ തോക്കുന്നുണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന് ശബരിമലയാണ്. തീർച്ചയായിട്ടും ഇതേ കാരണം പറയാം. ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ല, തിരിച്ചും പറയാമല്ലോ. തിരിച്ചും പറയാം. അതായത് കോന്നിയിൽ വിജയിക്കുന്നതോടൊപ്പം കേരളത്തിലും പരാജയപ്പെടുകയാണെങ്കിലും ശബരിമല വിഷയമായെന്ന് നമുക്ക് പറയാമല്ലോ. അതുപോലെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ മൊത്തത്തിലും പരാജയപ്പെട്ടു. എസ്പെഷ്യലി നമ്മുടെ അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന ആ മണ്ഡലത്തിന് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ കൂട്ടിച്ചേർത്തത്. അല്ല, അങ്ങനെയല്ല. നോക്കൂ, അവിടുത്തെ പ്രശ്നം അതോ ഞാൻ പറഞ്ഞത്. അല്ല, അപ്പൊ ഏറ്റില്ല എന്നുള്ളതല്ലേ? അല്ല, അതായത് വർഗീയ വിഭജനം ഏറ്റില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? വർഗീയ വിഭജനം അല്ല. പിന്നെന്താണ് ഞാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ BJPക്ക് ഇത്തവണ എങ്ങും കിട്ടരുത്. RSSനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിനു മുമ്പേ തന്നെ BJPയുടെ അധ്യക്ഷനിൽ നിന്ന് വന്നു. ഇറ്റ്സ് എ ഫാക്ട്, അല്ലെ? എങ്ങനെയാണ് UP-യിൽ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മീഡിയയിൽ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു. എനിക്ക് UP-യിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട്. നേറ്റീവ് UP-കാരായിട്ടുള്ള ആൾക്കാർ, മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. നേറ്റീവ് UP-യിൽ RSSന്റെ സഹകരണം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി 0 ആയിരുന്നു. RSSന്റെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിലുള്ള അവരുടെ പിന്തുണ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി 0 ആയിരുന്നു. മറ്റു പല സ്ഥലങ്ങളിൽ ആൾക്കാർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുണ്ട്. ഈ ഡെവലപ്മെന്റ് സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട്, പേ ഔട്ടുമായി ബന്ധപ്പെട്ട് കാര്യമായി. പക്ഷെ കർണാടകയിൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇതേപോലത്തെ വിഷയങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്ന കാൻഡിഡേറ്റ്സിനെ അവിടെ കൊടുത്തിട്ടില്ല. യോഗി ആദിത്യനാഥ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പറഞ്ഞിരിക്കുന്ന UP ന്യൂസ് പേപ്പറുകൾ നോക്കുക. യോഗി സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരല്ല BJP കാൻഡിഡേറ്റ്സ് ആയിട്ട് വന്നത്. ഫലം ഇതേ സാഹചര്യം ഞാൻ പറയാം. ഗോരഖ്പൂരിൽ മുമ്പ് ഇതേപോലെ തന്നെ മോദി യോഗി ആദിത്യനാഥ് സജസ്റ്റ് ചെയ്തിരുന്ന കാൻഡിഡേറ്റ്, അതായത് BJP അവിടെ ജയിക്കുന്നത് 3 ലക്ഷം വോട്ടിന് യോഗി പറഞ്ഞിട്ടല്ലാത്ത ഒരാൾ അവിടെ പകരം നിന്നു. അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ BJP തോറ്റു. അതിനുശേഷം വീണ്ടും യോഗി പറഞ്ഞ ആളിനെ വെച്ചപ്പോ പഴയ 3 ലക്ഷത്തോളം ഉള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാരാണ് സഹകരിക്കണോ, എവിടെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ BJPയുടെ UP സ്ട്രാറ്റജി പൊളിഞ്ഞിരുന്നു. 100% പൊളിഞ്ഞിരുന്നു. ആ പൊളിഞ്ഞിരുന്നതുകൊണ്ട് അത് വന്നത് മഹാരാഷ്ട്ര പ്രശ്നം ഉണ്ടായിരുന്നു. അതവർ റെക്ടിഫൈ ചെയ്തത് കൊണ്ടാണ് അടുത്ത മഹാരാഷ്ട്ര ഇലക്ഷനിൽ അവർ സ്വീപ്പ് ചെയ്ത് കയറിപ്പോയത്. ഞാൻ പറഞ്ഞത് ഒരു പാർട്ടി ഇലക്ഷനിൽ അതൊരു ഞാൻ ചോദിക്കുന്നത്, മഹാരാഷ്ട്രയിലേക്ക് ആ വിജയം നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്നൊരു വിജയമാണോ അത്? എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അല്ലാതെ അങ്ങനെ ഒരു വിജയം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാം. കാരണം വലിയ മജോറിറ്റിയിൽ ഏകദേശം ഒരു 4 മാസം, എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ഏകദേശം മഹാരാഷ്ട്ര 6-5 മാസം വ്യത്യാസമുണ്ടായിരുന്നു. അത്തരത്തിലൊരു നമുക്കറിയാമല്ലോ, നമുക്ക് ഉണ്ടാവുന്ന മാനുഷികമായിട്ടുള്ള നമ്മുടെ വ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ ഓരോ അണുവിടയിലും നിന്നിപ്പിൽ അത് മാറുക എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമാണോ? എന്തുകൊണ്ട് വിശ്വാസയോഗ്യം അല്ലാത്തത്? എനിക്ക് BJP ആയതുകൊണ്ടാണോ? BJP ആയതുകൊണ്ട് മാത്രമല്ല, അതൊരു കാര്യം തന്നെയാണ്. കാരണം അധികാര സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ പറ്റും എന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ ആർക്കും. വോട്ടിംഗ് മെഷീൻ, തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന വോട്ടിംഗ് മെഷീനിൽ നിങ്ങൾക്ക് തിരിമറി നടത്താൻ പറ്റില്ല. അപ്പൊ വികസിത രാജ്യങ്ങളൊക്കെ ഈ വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി എന്തുകൊണ്ടാണ്? അവരുടെ ചോയ്സ് ആണ്. പറ്റുമെന്നുള്ളതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഇത്രത്തോളം ആധുനിക ഇത് നമ്മൾ തർക്കിക്കേണ്ട വിഷയമല്ല. അല്ല, കോടതി നിർദ്ദേശത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പബ്ലിക് ചലഞ്ച് ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കുന്ന തെറ്റായിട്ട് പറയരുത്. അല്ല, അതാണ് ചോദിക്കുന്നത്. സാങ്കേതിക രംഗത്ത് ഇത്രത്തോളം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഇന്ത്യയേക്കാൾ വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ പോലുള്ളവർക്ക് ഇന്നും ബാലറ്റ് പേപ്പർ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇന്ത്യയിൽ അവർ തന്നെ പറയുന്നുണ്ട് തിരിമറി നടത്താൻ സാധ്യതയുണ്ട് എന്ന് അവർ അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ഷാഹുൽ പറയുന്നത്
മറ്റുള്ള വികസിത രാജ്യങ്ങൾ എന്ത് ചെയ്തോ അതിനുശേഷമേ നമ്മൾ ചെയ്യാറില്ല. പിന്നെന്താ അല്ല സാങ്കേതികമായ വികസിതമായ അടിച്ചേൽപ്പിക്കരുത്. അല്ലല്ല, വികസിത രാജ്യങ്ങൾ ചെയ്തത് തന്നെ ഇന്ത്യ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് വികസിത രാജ്യങ്ങൾ പോലും ചെയ്യാത്തൊരു സാധനം എന്തിനാ ഇന്ത്യ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വികസിത രാജ്യങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിലും ചെയ്താൽ താങ്കൾ അംഗീകരിക്കും. അല്ല, വികസിത രാജ്യങ്ങൾ ഇത് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യങ്ങൾ പോലും തിരുമല നടത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് വികസിത രാജ്യങ്ങൾ ഇത് അല്ല. ഞാൻ വേറൊരു ഉദാഹരണം എന്തുകൊണ്ടാണ് പിന്നെ വികസിത രാജ്യങ്ങളിൽ പിന്നെ വികസിത രാജ്യങ്ങളിൽ പലരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ചന്ദ്രന്റെ അപ്പുറത്തെ സൈഡിൽ പോയി ലാൻഡ് ചെയ്യുന്നത്. ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്ത് പറയും? വികസിത രാജ്യങ്ങൾ പോലും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത് എന്റെ നേട്ടമാണ്. ഞാൻ ഇതിനെ എറർ പ്രൂഫ് ആയിട്ട് ഇവിടെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-70 രാജ്യങ്ങൾ ഇന്നും ബാലറ്റ് പേപ്പറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. വികസിത രാജ്യങ്ങളിൽ പക്ഷേ വോട്ടിംഗ് മെഷീനിൽ തീരുമാനം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊരു പോഡ്കാസ്റ്റ് ആണെങ്കിൽ എന്റെ വോയിസും കൂടി തീർച്ചയായിട്ടും വികസിത രാജ്യങ്ങളിൽ UPI ഇല്ല. നിങ്ങൾ ഇന്ത്യയിൽ കാണുന്നത് പോലെ വാസ്റ്റ് ആയിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിത രാജ്യങ്ങളിൽ ഇല്ല. ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ സക്സസ്ഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കൂ, ഡിജിറ്റലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളിലും UPI എന്ന് പറയുന്നത് പോലുള്ള ഒരു പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഓക്കെ. പല ആൾക്കാരും ഇന്ത്യക്ക് വന്ന് പണം നൽകിയിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ തരൂ എന്ന് പറയുകയും ഇന്ത്യ ഇത് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വികസിത രാജ്യങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയിൽ നടത്തിയത് കൊണ്ട് ടെക്നോളജിക്കലി നമ്മൾ സുപ്പീരിയർ അല്ല ഇൻഫീരിയർ ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് സേഫ് ആയിട്ട് പേയ്മെന്റ് നടത്താനായിട്ട് UPI പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും. എന്നാ പിന്നെ എന്താ വികസിത രാജ്യങ്ങളിൽ പറ്റാത്ത എന്താ? പക്ഷേ UPI അല്ല ഞാൻ ചോദിച്ചില്ല. ജർമ്മനിയിലും ഫ്രാൻസിലും ഇപ്പൊ തീവ്രം നടത്തിയാലും ജർമ്മനിയിലും ഫ്രാൻസിലും ചോദ്യത്തിന് മറുചോദ്യം അല്ല ഉത്തരം. അല്ലല്ല ഇതൊരു സംവാദമാണ്. ഷാഹുൽ മറുപടി മുട്ടുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്തില്ല. എന്റെ കണ്ടീഷനാണ്, പ്രീ കണ്ടീഷനാണ്. തീർച്ചയായിട്ടും. വികസിത രാജ്യമായിട്ടുള്ള ജർമ്മനിയിലും വികസിത രാജ്യമായിട്ടുള്ള സ്വിറ്റ്സർലൻഡിലും വികസിത രാജ്യമായിട്ടുള്ള ജപ്പാനിലും അവിടുത്തെ UPI സംവിധാനം പോലെ ഒരെണ്ണം ഇട്ടാൽ അത് സെക്യൂർ അല്ല എന്ന് തോന്നുകൊണ്ടാണ് അവർ നടത്താത്തത്? അല്ല, അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ്? അല്ല, അപ്പൊ UPI അല്ല അതാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നേക്കോ, തീർന്നിട്ടില്ല. എന്റെ വാദം തീർന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ സംസാരിക്കാനുള്ള അവസരം കൊടുത്തു. പിന്നെ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് UPI സംവിധാനം പേയ്മെന്റുകൾ ഒരു തരത്തിലുള്ള ഫ്രോഡും ഇല്ലാതെ നടക്കുന്നുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ഉണ്ട്. തീർച്ചയായും ബില്യൺസ് ഓഫ് റുപ്പീസ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് സാങ്കേതികമായി അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഇത്രയും പോപ്പുലേഷനെ കേറ്റർ ചെയ്യുക പോലും വേണ്ടാത്ത, ഇതിന്റെ 10-ലൊന്നോ 15-ലൊന്നോ പോപ്പുലേഷൻ പോലും ഇല്ലാത്ത, എന്നാൽ നമ്മളെക്കാൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വികസിത രാജ്യങ്ങളിൽ UPI പേയ്മെന്റ് സിസ്റ്റം ഇല്ല. അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ത്യയോട് ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആരുടെ ടെക്നോളജിയാണ് സുപ്പീരിയർ എന്ന് നിങ്ങൾ പറയൂ. അല്ല, ഞാൻ അതിനുശേഷം മറുപടി പറയാം. ആരുടെ ടെക്നോളജിയാണ് സുപ്പീരിയർ? സേഫ് ട്രാൻസ്ഫർ പറയാനായിട്ട് ഷാഹുലിന് കഴിയുന്നില്ല എന്ന് ഞാൻ പറയാം. അനുവദിക്കൂ. അല്ല, ഞാൻ പറയട്ടെ. എന്റെ പോയിന്റ് എന്താ, ശ്രീധട്ടൻ എന്നെ അടിച്ചേൽപ്പിക്കാതെ ഞാൻ പറയുന്നതിന് സമയം തരും എനിക്ക്. അതായത് ഇന്ത്യയുടെ ടെക്നോളജിയാണോ അല്ലെങ്കിൽ വികസിത രാജ്യത്തിന്റെ ടെക്നോളജിയാണോ വലുതെന്നുള്ള അല്ല ഇവിടുത്തെ ചോദ്യം. സമ്മതിക്കില്ല. നുണ പറയരുത്. ഷാഹുലിന്റെ ഒറിജിനൽ വാദം വികസിത രാജ്യങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത വോട്ടിംഗ് മെഷീൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു എന്നാണ്. അതിന്റെ അർത്ഥം നമ്മളെക്കാൾ ടെക്നോളജി കൂട്ടിച്ചേർത്തതിനെയാണ് ഒരു കൂട്ടിച്ചേർത്ത പോയിന്റിനെ അതിലേക്ക് ഉരുളുകയാണ്. എവിടെ നിന്നാണ് ഈ വികസിത രാജ്യങ്ങൾ വന്നത്? വികസിത രാജ്യങ്ങൾ. എന്നാൽ ഷാഹുലിന് ആ ചോദ്യം ചോദിക്കാമായിരുന്നത്, തട്ടിപ്പ് നടത്താൻ പറ്റുന്ന ഒരു സംവിധാനം എന്തുകൊണ്ട് നമ്മൾ നടത്തി എന്ന് ചോദിക്കാം. വികസിത രാജ്യങ്ങളെ കൊണ്ടുവന്ന എന്തിനാണ് വികസിത രാജ്യങ്ങളെ കൊണ്ടുവന്നത് മാത്രം പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത് പല കാര്യത്തിലും അങ്ങനെയാണെങ്കിൽ വികസിത കാര്യങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കൂ. അതായത് ചോദ്യത്തിന് ഉത്തരം പറയും. തീർച്ചയായിട്ടും വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന ഇപ്പൊ ഈ ബ്രിട്ടൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും പല കാര്യത്തിലും നമ്മളെക്കാൾ മുമ്പിലാണല്ലോ. ടെക്നോളജിയിലും മുന്നിലാണ്. ടെക്നോളജിയിൽ എല്ലാ കാര്യത്തിലും മുന്നിലാണ്. എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണല്ലോ വികസിത രാജ്യം നമ്മൾ വികസിത രാജ്യമായിട്ട് ഇരിക്കുന്നത്.
അതിനകത്ത് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഈ 14-15 വർഷം കൊണ്ട് മോദി സർക്കാർ ഭരിക്കുന്ന ഈ സമയം കൊണ്ടും മാറ്റമൊന്നും വന്നില്ല. അന്നും ഇന്നും അതുപോലെ തന്നെ നമ്മൾ വികസിതരും അവര് വികസിത രാജ്യങ്ങളുമാണ് ആണല്ലോ. അപ്പോ അത്തരത്തിലുള്ള വികസിത രാജ്യങ്ങളിൽ എന്ന് ഞാൻ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്ത ഒരു പോയിന്റിൽ മാത്രം പിടിച്ചുകൊണ്ടാണ് ഇപ്പം അവിടെ വന്നു എന്നാണ് എന്റെ ചോദ്യം. വികസിത രാജ്യം ഉള്ളതല്ലേ ആണ്. ആ വികസിത രാജ്യങ്ങളിൽ പോലും നടത്താത്ത കാര്യം ഇവിടെ എന്തിനു നടത്തും? ആ വികസിത രാജ്യങ്ങളിൽ പോലും അല്ല, അങ്ങനെയാണ് ചോദ്യം. ഒന്നുകൂടെ കേട്ടു നോക്കൂ. വികസിത രാജ്യങ്ങളിൽ പോലും സ്വീകരിക്കാത്ത വോട്ടിംഗ് മെഷീൻ എന്തിന് ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ, നമ്മളെക്കാൾ ടെക്നോളജിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള ധാരാളം പണമുള്ള സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ അവർ പോലും സ്വീകരിക്കാത്ത ഒരു കാര്യം നമ്മൾ എന്തിനെടുക്കുന്നു എന്ന് ചോദിച്ചാൽ എന്റെ തിരിച്ചുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്കില്ലാത്ത UPI എന്ന് പറയുന്ന ടെക്നോളജി അവരുടെ പോപ്പുലേഷന്റെ 10-15 മടങ്ങോ ഉള്ള ഒരു രാജ്യത്ത് ഒരു തരത്തിലുള്ള ഫ്രോഡ് ഇല്ലാതെ സക്സസ്ഫുള്ളി കാണിച്ചു വന്നിരിക്കുന്ന മോഡൽ നമുക്കുണ്ട്, അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ രാജ്യത്തിന്റെ കേപ്പബിലിറ്റിയുടെ ചിഹ്നമല്ല. ഇൻഡിജിനസ് ടെക്നോളജിയാണ്, NPCയുടെ ടെക്നോളജിയാണ്. എന്തുകൊണ്ടല്ല? UPI ആരുടെയാണെന്നുള്ളതിനേക്കാൾ ചോദ്യം. UPI ആരുടേതാണെന്നാണ് ചോദ്യം. NPCI ആരുടേതാണ്? MBCയും UPIയും അതിനെ കുറിച്ച് ഷാഹുൽ ആ നമ്പർ പറ്റില്ല. ഞാൻ 10 വർഷത്തിന് മുകളിലായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നയാളാണ്. ഡിബേറ്റിലെ പോയിന്റ് പിടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ആദ്യത്തെ പോയിന്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പിടിച്ചു. അത് നിങ്ങൾ ഇനിയിപ്പോ ഉരുളുകയാണ്. ഞാൻ വികസിതം അതല്ല പറഞ്ഞതെന്ന്. വികസിതം എന്തിനാ പിന്നെ നിങ്ങൾ പറഞ്ഞതെന്നാണ് എന്റെ ചോദ്യം. അടുത്തത് അഡീഷണൽ ഒന്നുമില്ല. നിങ്ങളുടെ വാദം തുടങ്ങുന്നത് അവിടെയാണ്. വികസിത രാജ്യങ്ങളിൽ എന്തിനാണ് നമ്മൾ വികസിത രാജ്യം ഒരാളിനെ വിളിച്ചിട്ട് ചോദിക്കൂ, ചേട്ടാ വികസിത വികസിത രാജ്യമൊന്നും ഞാനല്ലാതെ പറയുന്നത്. ഇന്ത്യനെ വികസിത രാജ്യം പറയുന്നത് പൊളിഞ്ഞു. വലിയ സംഘടനകളാണ്, പ്രധാനപ്പെട്ട സാമ്പത്തിക സംഘടനകളാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് നമ്മുടെ വികസിത രാജ്യം? പ്രധാനപ്പെട്ട സാമ്പത്തിക രാജ്യങ്ങളെല്ലാം നമ്മളാ പറയുന്നത്. നമ്മളൊരു ഡെവലപ്പിംഗ് നേഷൻ ആണെന്നുള്ളത് നമ്മളാണ് പറയുന്നത്. 2047 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡെവലപ്ഡ് ആകും എന്ന് പറയുന്നത് നമ്മളാണ്. അല്ലല്ലോ, വലിയ സംഘടനകളൊക്കെ പറയുന്നില്ലേ വികസിത രാജ്യം ഒന്നും മാറ്റി പറയുന്നില്ലേ? നിങ്ങൾ ഇന്ത്യയുടെ പോളിസി നിങ്ങൾ എന്ന് നോക്കാത്തെ. ഇന്ത്യ പറയുന്നത് ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് നേഷൻ എന്നാണ്, വികസ്വര രാജ്യം എന്നാണ് ഇന്ത്യ പറയുന്നത്. ഞങ്ങൾ ആസ്പയർ ചെയ്യുന്നത് 2000 പറയുന്നല്ലോ, ആഗോളതലത്തിൽ പറയുന്ന കാര്യം. ആഗോളതലത്തിൽ പറഞ്ഞാലും ഇന്ത്യ പറയുന്നേ ആഗോളതലത്തിൽ പറയുന്നതിന് മുമ്പ് നമ്മൾ 3 ട്രില്യൺ എക്കണോമി ആഗോളതലത്തിൽ ആഗോളതലത്തിൽ പറയുന്നത് സെയിമാണോ? എന്നാ പിന്നെ ആഗോളതലത്തിൽ വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ ഇന്ന് മുതൽ ഡെവലപ്ഡ് നേഷൻ ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇന്ത്യ പറയണതാ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ വാദം നിങ്ങളല്ലേ വാദം പൊളിച്ചത്? നിങ്ങളല്ലേ പറഞ്ഞത് ഇന്ത്യ പറഞ്ഞാൽ ഇന്ത്യ വികസിത രാജ്യം അംഗീകരിക്കും? ഇന്ത്യ പറഞ്ഞാൽ പോരാ, ഇന്ത്യ പറഞ്ഞാൽ പോരാ എന്ന് പറഞ്ഞാൽ നിങ്ങളാണോ? ഇന്ത്യ മാത്രം പറഞ്ഞാൽ പോരല്ലോ, മറ്റു രാജ്യങ്ങളും അംഗീകരിച്ചാലുള്ള വികസിത രാജ്യമാകുള്ളൂ. എന്റെ പൊന്നു ചങ്ങാതി, ഇത് നിങ്ങൾ ഞാൻ പറയാം, ഞാൻ ഭയങ്കര ബുദ്ധിമാനാന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം പറഞ്ഞാൽ ഞാൻ ബുദ്ധിമാനാവോ? നിങ്ങൾ ബുദ്ധിമാനാണോ? മറ്റുള്ളവരും കൂടെ അംഗീകരിച്ചാലല്ലോ ബുദ്ധിമാനാണ്. കമ്പാരിസൺ ശരിയല്ല. ബുദ്ധിമാനാണോ? കമ്പാരിസൺ ചെയ്തു, UPI ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്തു. ബുദ്ധിമാനാണോ അല്ലയോ എന്ന് നിങ്ങളെ നോക്കുന്നത്. ഞാൻ പറഞ്ഞ വോട്ടിംഗ് മെഷീനുമായിട്ട് കമ്പാരിസൺ ചെയ്തു. രണ്ടും ഇൻഡിജിനസ് ടെക്നോളജി. നിങ്ങൾ പറഞ്ഞത് വികസിത രാജ്യങ്ങൾ ഇത് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞത് UPIയും വികസിത രാജ്യം ചെയ്യുന്നില്ല. എന്താ ചെയ്യാത്തെന്ന് പറയാം? ഇന്ത്യയുടെ എത്ര പോപ്പുലേഷൻ? അത് ഡിപ്പെൻസ് അല്ലേ, അത് ഓരോ വ്യക്തികളുടെ ഇന്ത്യയുടെ ടെക്നോളജിയിൽ വിശ്വാസമുണ്ട്. ഇന്ത്യ ഇത് നടപ്പാക്കി. തീർന്നില്ല. കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവിട്ടു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഫ്രീ. രാഹുൽ ഗാന്ധി പറയുന്ന ഈ വോട്ട് ചോരി ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, രാഹുൽ ഗാന്ധി തെളിയിക്കാൻ പറ്റില്ലല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തെളിയിച്ചല്ലോ. ഇന്ത്യൻ എക്സ്പ്രസ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ത്യൻ എക്സ്പ്രസ് ഞാൻ രാഹുൽ ഗാന്ധിയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ഇന്ന് ഇന്ത്യയിലുള്ള ഒരു മാധ്യമത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമങ്ങൾ മാധ്യമമല്ല സാർ, BJP എന്നേ BJP വിലക്കെടുത്തു. 24 ന്യൂസ് മലയാളം BJP ചാനലാണോ? അല്ല. 24 ന്യൂസ് പത്രം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ കണ്ട് രേഖകൾ പരിശോധിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യാജമാണെന്ന് ഓൺ റിപ്പോർട്ട് ഇറക്കിയല്ലോ.
നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ വിലക്കെടുത്തെന്ന് പറയുന്നത്. ശ്രീകണ്ഠൻ നായരെ BJP വിലക്കെടുത്തോ? രണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്ന് BJPയുടെ പക്ഷത്തല്ലാത്ത പത്രം ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്ത്യൻ എക്സ്പ്രസ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും അവരുടെ മിഷനായിട്ട് അവരെടുത്തതിന് ശേഷം പോയതിനു ശേഷം അവരുടെ റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വാർത്തകളെല്ലാം തെറ്റ്. ഇതുമായി ബന്ധപ്പെട്ട കേസിന് രാഹുൽ ഗാന്ധി പോകാത്തത് അതുകൊണ്ട്. എന്റെ പോയിന്റ് നേരത്തെ തീർന്നില്ല ചങ്ങാതി, ഇടയ്ക്ക് അത് വന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ കോടതികൾ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫ്രീ ഹാക്കത്തോൺ. നിങ്ങൾ ഇവിടെ ഞങ്ങൾ പോളിംഗ് ബൂത്തുമായി ബന്ധപ്പെട്ട സാഹചര്യം ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾ വന്ന് ഇത് ഹാക്ക് ചെയ്തിട്ട് പോകൂ എന്ന് പറഞ്ഞു. ഇത് ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ കുഞ്ഞ് നാളിതുവരെ അവിടെ ഒരു എഞ്ചിനീയറെ കൊണ്ട് പോയിട്ട് ഇത് ഹാക്ക് ചെയ്തിട്ടില്ല. എന്താ പറ്റാത്തേ സാറേ? പക്ഷേ ഇതിങ്ങനെ കാണിച്ചു തന്നിട്ടില്ലേ? എവിടെ കാണിച്ചു? തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന എന്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ, എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള എത്രയോ സാങ്കേതിക വിവരമില്ലാതെ പറയരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഹാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഹാക്കത്തോൺ വെച്ചാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോൺ അല്ല ഹാക്ക് ചെയ്ത് കാണിക്കേണ്ടത്. എന്റെ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചാൽ നിങ്ങൾ ഒരു ഐഫോൺ കൊണ്ടുവന്ന് കൈപ്പത്തി കുത്തുമ്പോ ഈ താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോകുന്ന ആ സാങ്കേതിക വിദ്യ ആരുണ്ടാക്കി? ആ സാങ്കേതിക വിദ്യ എവിടെ വന്നേ? ഒരെണ്ണം തെളിച്ചോ? ആരോപണം വന്നതല്ലാതെ ഒരെണ്ണം തെളിച്ചോ? മാറ്റേണ്ട സാഹചര്യം എവിടെയൊക്കെ വോട്ട് മെഷീൻ മാറ്റേണ്ട സാധനത്തിനുണ്ട്. ടെക്നിക്കൽ എറർ പറയുന്നുള്ളൂ. ഈ ടെക്നിക്കൽ എറർ ഉള്ള സാധനമാണോ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഇത്രയും വലിയ 150 കോടി ജനാധിപത്യ ഏറ്റവും വലുതെന്ന് പറയുന്ന ഈ രാജ്യത്ത് അതാണോ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ വോട്ട് പിന്നെ പേപ്പറിനകത്ത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്താ പ്രശ്നമില്ലാത്ത? നിങ്ങൾ അസാധു കണക്ക് എടുക്കുന്ന നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അസാധു വോട്ട് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ബാലറ്റ് പേപ്പറിലെ അസാധു ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഈ സാങ്കേതിക മെഷീൻ നിങ്ങളുടെ വോട്ട് മാറുന്നതല്ല സാറേ. ചുമ്മാ വിഡ്ഢിത്തം പറയരുത്. ടെക്നിക്കൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ച തുടങ്ങി ഇതുവരെയും നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ്. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിവരക്കേടാണ്. ശ്രീതേട്ടൻ പറഞ്ഞത് എറർ ഉണ്ട്. ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെഷീൻ മാറ്റി സാറേ. അതുകൊണ്ട് മാത്രം ആ മെഷീൻ വർക്ക് ചെയ്താ അങ്ങനെ എത്രയോ മെഷീൻ മാറ്റി. ഒരു കേസ് പറയോ? ഒരു സക്സസ്ഫുൾ കേസ്, ചിഹ്നം മാറിപ്പോയത് കൊണ്ടായ ഒരൊറ്റ സക്സസ്ഫുൾ കേസ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്ന പറയാം ഒരെണ്ണം. നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യാണ് ഈ ഫ്ലോറിൽ വെച്ചിട്ട്. തീർച്ചയായും ഒരു കേസ് പറയാം. അതിനെ കുറിച്ച് വ്യക്തമായി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ സാറേ, ഒരു മെഷീനിന് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ മെഷീൻ മാറ്റും. അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പോയെന്നല്ല. കോൺഗ്രസിന്റെ വോട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഒരു വളരെ സിമ്പിൾ ആയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സംഗതി അതിന്റെ അകത്ത് കൃത്രിമം കാണിക്കാൻ മറ്റൊരു മനുഷ്യന് പറ്റില്ല എന്നാണോ? അല്ല, പറ്റില്ല എന്നാണോ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയുന്ന സാഹചര്യത്തിൽ ഇവിടെ എങ്ങനെ റെലവെന്റ് ആവുന്നേ? നിങ്ങൾക്ക് ഞാൻ പറയാം, ഈ ഫോൺ നിങ്ങൾ ഹാക്ക് ചെയ്യും. അങ്ങനല്ല ചോദിച്ചത്. ഈ സാധനം ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുകയും ഒരാൾ വന്ന് ഇത് ഹാക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പൊളിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഫോൺ കൊണ്ടുവന്നിട്ട് ഞാൻ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ അതാ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ യൂട്യൂബിൽ കാണുന്ന അസംഖ്യം വീഡിയോകൾ നിങ്ങൾ കണ്ടല്ലോ. കേക്കൂ. സ്വന്തമായി വോട്ടിംഗ് മെഷീൻ നിങ്ങൾക്കും വാങ്ങാം. സ്വന്തമായി വോട്ടിംഗ് മെഷീൻ വാങ്ങിയതിനു ശേഷം നിങ്ങൾ അതിനെ ഹാക്ക് ചെയ്ത് കാണിക്കുന്നു. ശരി, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചലഞ്ച് എടുത്തിട്ട് നിങ്ങൾ ഈ ആളെ കൊണ്ട് അവിടെ പോകാത്ത? എന്താ അതിന്റെ ന്യായം പറഞ്ഞാൽ മതി ഷാഹുൽ. ആ ന്യായം പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ അസംഖ്യം വീഡിയോകളുണ്ട്, ആ വീഡിയോകളിലുള്ള ഒറ്റ ഒരുത്തനെ കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് പോയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹാക്കത്തോണിൽ പങ്കെടുത്ത് ആ വോട്ടിംഗ് മെഷീൻ എന്താ ഹാക്ക് ചെയ്യാത്ത? പേടിയാണോ? അല്ല, എന്താ ചെയ്യാത്തെന്നുള്ള ന്യായം പറഞ്ഞു. നിങ്ങൾ ഉരുളുക. ഷാഹുൽ ഉരുളുന്നു. പ്രേക്ഷകർ ഇത് കാണുക. ഷാഹുൽ ഇത് കട്ട് ചെയ്ത് കളയരുത്. ഒരിക്കലും പ്രേക്ഷകർ കാണുന്നു. ഷാഹുൽ ഉരുളുന്നു. ഷാഹുലിനോടുള്ള എന്റെ ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന വീഡിയോകളിലുള്ള ഒരുത്തൻ പോലും എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹാക്കത്തോണിൽ പങ്കെടുത്ത് അതങ്ങ് പൊളിച്ച് കാണിക്കുന്നില്ല ഷാഹുലെ? അല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യ ഷാഹുലെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമാണെന്നത് ഇതുവരെ അതല്ല ചോദ്യം. അതല്ല. തെന്നി മാറല്ലേ? ചോദിച്ചിട്ട് ഇത്രയും മുഴുത്ത എല്ലാ രീതിയിലുള്ള ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം, അതായത് ഒരു മനുഷ്യന് വായിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിൽ VVPATകൾ കൊടുത്ത ഒരു VVPAT എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? സോറി, VVPAT അല്ല, നമ്മുടെ എന്താ എന്റെ സംഗതി VVPAT അതാണ് VVPAT. ആ VVPATന്റെ ഇതല്ലേ കൊടുത്തിരിക്കുന്നത്. ആ VVPATൽ ആ വോട്ട് ചെയ്ത VVPAT ഒരാൾക്കും കൊടുക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ എന്താണ് ആ കൊടുത്തിരിക്കുന്ന സംഗതി? എന്താ അപ്പം എന്താ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നത്?
രാഹുൽ ഗാന്ധിക്ക് ആര് വിവിപാറ്റ്? രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വോട്ടർ കാർഡും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വോട്ട് ചെയ്തതിന്റെ അങ്ങനെയാണല്ലോ ഇതിന്റെ ഈ 1.25 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് തെളിയിച്ചത്. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. അങ്ങനെയല്ലേ? വിവിപാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യുന്ന സമയത്ത് ആ ചിഹ്നത്തിന്റെ കണക്ക് എന്താണെന്നറിയോ? ഈ വോട്ടിംഗ് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് 5% മറ്റോ റാൻഡമായിട്ട് ബൂത്തുകളിൽ നിന്ന് ഈ സാധനം എടുത്ത് വോട്ട് ചെയ്യും. അതായത് ഇപ്പൊ ഒരു പോളിംഗ് ബൂത്തിൽ 200 പേര് വോട്ട് ചെയ്യാനുണ്ടെന്ന് വെച്ചോ, അവിടെ ഒരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു 200 പോളിംഗ് ബൂത്തുകൾ ഒരു മണ്ഡലത്തിലുണ്ടെന്ന് കരുതിക്കും. അതിന്റെ 5% എടുക്കും. അതായത് റാൻഡമായിട്ട് ഇവർ ചൂസ് ചെയ്യുന്ന നറുക്കിട്ടെടുക്കുന്ന 10 മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്ത് പോയി വിവിപാറ്റ് എടുക്കും. അപ്പൊ അവിടെ 200 വോട്ടർമാരുള്ളിടത്ത് 160 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ 160 പേര് വോട്ട് ചെയ്തിരിക്കുന്നതിന്റെ വിവിപാറ്റ് നോക്കും. വിവിപാറ്റ് നോക്കാന്ന് പറഞ്ഞാൽ BJP-യുടെ ആണെങ്കിൽ താമര ചിഹ്നം വരും, കോൺഗ്രസിന്റെ ആണെങ്കിൽ കൈപ്പത്തി വരും. ഈ കണക്കെടുക്കും. ഈ കണക്കും മെഷീന്റെ കണക്കും കൂടെ തമ്മി നോക്കും. ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഇതിനകത്ത് മിസ്മാച്ച് ഉണ്ടോ എന്ന് നോക്കും. നാളെ ഇതുവരെ ഒരിടത്ത് മിസ്മാച്ച് ഉണ്ടായിട്ടില്ല. ഇല്ല, നാളെ ഇതുവരെ ഒരിടത്ത് മിസ്മാച്ച് ഇല്ല. അപ്പോ ഈ കർണാടകയിൽ ഈ 1.25 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം വന്നത് ഏത് 1.25 വോട്ടിന്റെ വ്യത്യാസം? രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന രീതിയിൽ അവതരിപ്പിച്ച അത് പിന്നെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ തെറ്റാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും? രാഹുൽ ഗാന്ധിക്കെതിരെ അവർ നിയമ നടപടികൾ അവർക്ക് എടുക്കാം. രാഹുൽ ഗാന്ധി എന്താ കേസ് കൊടുക്കാത്ത? നിങ്ങൾക്ക് നിയമം എന്താ? രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു നിലവിൽ കേസ് കൊടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി 0 കേസ് കൊടുത്തു. 0 കൊടുത്തിട്ടില്ല. 0 ഇതുവരെ അതുമായിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത കേസുകളുടെ എണ്ണം 0. നാഷണൽ കോൺഗ്രസ് ഇതുവരെ അതുമായിട്ട് രാഹുൽ ഗാന്ധി ഇല്ല. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല. വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ ഞാൻ പ്രേക്ഷകരോട് അംഗീകരിക്കുന്നു. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. രാഹുൽ ഗാന്ധി ഇതിന് കേസ് കൊടുത്തില്ല. അന്ന് മുതൽ BJP പറയുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് എന്താ? നിങ്ങൾ കേസ് കൊടുക്കൂ. നിങ്ങൾക്ക് എന്താ ഉള്ളത്? ജനാധിപത്യ പ്രക്രിയയിൽ ഈ നമ്മുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 45 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് അവിടെയുള്ള വിഷ്വൽസ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ദിവസമുണ്ട്. എന്നിട്ട് വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എനിക്ക് ഇന്ന പോളിംഗ് ബൂത്തിലെ വിഷ്വൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയമം അതല്ലെന്നേ. കോടതിയുടെ ഉത്തരവനുസരിച്ച് നിങ്ങൾക്ക് 45 ദിവസം, ആ പീരീഡ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്റെ ഓർമ്മയിലുള്ളത് 45 ദിവസം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കൊടുക്കാം. ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. 45 ദിവസം കഴിഞ്ഞ പല സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഒരിടത്ത് കോൺഗ്രസ് കേസ് കൊടുത്തോ? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഇത്രയും വലിയ, അതായത് ഇന്ത്യ പോലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടന്ന വോട്ട് ചോരി എന്ന് പറയുന്ന വലിയൊരു കളവ് ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിട്ട് അതിനെതിരെ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്ക് തിരിച്ചു ചോദിക്കാമല്ലോ. ഇല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പത്രസമ്മേളനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരികെ പത്രസമ്മേളനവും അവർ റെക്കോർഡും ഇറക്കി. ആ റെക്കോർഡ് ഇറക്കിയിരിക്കുന്നതിനകത്തിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് പോയിരിക്കുന്ന കാര്യങ്ങളില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കേസ് കൊടുക്കാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ലെന്ന് വെച്ചോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പരാതി കൊടുക്കേണ്ട ആർക്കാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമില്ല. കോടതി പോവാം. ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി സുപ്രീം കോടതി പോവാത്ത എന്താ? എന്താ പോകണ്ടല്ലേ? എന്താ പോകാത്ത എന്താ? തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഷാഹുൽ 2 ചോദ്യം പറയാം. ഒന്ന്, ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. വോട്ടിംഗ് മെഷീൻ എന്തുകൊണ്ട് ഇന്നേ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അവരുടെ ഹാക്കത്തോണിൽ നിങ്ങൾ വന്ന് ഹാക്ക് ചെയ്യുന്നില്ല? ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം. 2, രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത് പോകണ്ടെന്നേ. ഞാൻ പറഞ്ഞ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. പക്ഷേ ഈ നാട്ടിൽ കോടതികളുണ്ട്. കോടതി സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് കേസുമായിട്ട് പോകാം. എന്തുകൊണ്ട് പോകുന്നില്ല? ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് BJP ഒരു വശത്തു പറയുന്നുണ്ട്, അവരെ റെക്കോർഡ് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. ഇതിൽ ഒരു കാര്യത്തിലെങ്കിലും രാഹുൽ ഗാന്ധി രണ്ടാമതൊരു പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇവിടെയുള്ള ഇന്ത്യൻ എക്സ്പ്രസും ഇവിടെയുള്ള NDTVയും ഇവിടെയുള്ള 24 ന്യൂസും എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നു. സരസ്വതി മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരാളാണ്, അത് ഇങ്ങനെ മൾട്ടിപ്പിൾ ആളില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതല്ല എന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ വിശദീകരിക്കാത്ത? ഞാൻ പറഞ്ഞത് ഇന്നതാണ്. ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് 2 പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അല്ല, ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ നടത്തി. അതിനുശേഷം ഈ 2 കാര്യങ്ങളും ഇത് 2 സ്ഥലത്തേതാണ്. ഒന്ന് കർണാടക മഹാരാഷ്ട്ര,
മറ്റൊന്ന് ബീഹാർ. ഈ 2 സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. കർണാടക മഹാരാഷ്ട്രയ്ക്ക് ഫോളോ അപ്പ് ഇല്ല, ബീഹാറിന് ഫോളോ അപ്പ് ഇല്ല. ഈ 2 കാര്യങ്ങളും തെറ്റാണ് എന്ന് വന്നിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയുന്നില്ല. ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഫാക്ച്വൽ എറേഴ്സ് വേറെ ഉണ്ട്, നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് കർണാടകയിലെ ഏതോ ഒരു സ്ഥലത്ത് 7-1 BJP ജയിച്ച സ്ഥലം എന്ന് പറഞ്ഞു. എന്തായിരുന്നു അവിടെ ഇഫക്റ്റ്? 4-4. അതായത് 7-8 അസംബ്ലി മണ്ഡലങ്ങൾ എന്തോ ആണ് അവിടുത്തെ ലോക്സഭയിൽ വരുന്നത്. അവിടുത്തെ ഭൂരിപക്ഷം വന്നിരിക്കുന്നത് 7-1 ആയിരുന്നു. എന്നിട്ട് ആ ഒരു മണ്ഡലത്തിലെ വ്യത്യാസത്തിൽ എന്തോ അങ്ങ് മറ്റൊരു ഇലക്ഷൻ മാറി എന്ന് പറഞ്ഞു. എന്താ അവിടുത്തെ റിസൾട്ട്? 4-4. ഞാൻ പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്ററി കാര്യമില്ലേ, ആ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? അല്ല, എങ്കിൽ എന്റെ ചോദ്യം, രാഹുൽ ഗാന്ധി അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? തെറ്റ് സമ്മതിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ ഒരു പഠനം നടത്താതെ അത്തരത്തിലൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ്, അതും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് തന്നെ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമെന്ന് സീതറിന് തോന്നുന്നുണ്ടോ? ആണല്ലോ, നിങ്ങളുടെ മുന്നിൽ റെക്കോർഡ് ഇരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ റെക്കോർഡ് ഇരിക്കുക. 24 ന്യൂസിനെ വിളിച്ചിട്ട് ആ സാധനം ഒന്നുകൂടെ കാണിച്ചു തരാൻ പറ. അവര് പറയുന്നുണ്ട് ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ ഒരു വീട്ടിൽ ഇത്ര ആൾക്കാരുടെ വോട്ടെന്ന്, ഒരൊറ്റ അഡ്രസ്സിൽ ഇത്ര ആൾക്കാരുടെ വോട്ട്. രാഹുൽ, നിങ്ങൾ ഈ വിഷയത്തിനെ പറ്റി പഠിക്കൂ. നിങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ മാത്രം എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കേൾക്കണ്ട, പോട്ടെ. നിങ്ങൾ BJPയുടെ വാദം കേൾക്കണ്ട, ബയാസ്ഡാണ്, പോട്ടെ. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലുള്ള BJP അനുകൂല മാധ്യമങ്ങളല്ലാത്ത മാധ്യമങ്ങൾ, കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ പോയി ഈ സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ കണ്ട് ഡേറ്റ എടുത്തിട്ട് വന്നതിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ VT ബൽറാം ആണെന്നാണ് എന്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കോഴിക്കോട് ഇതേപോലെ സംഭവമുണ്ട്. ഒറ്റ അഡ്രസ്സിൽ 400-600 പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. ഒറ്റ രക്ഷകർത്താവ് എന്ന രീതിയിലത്തേക്കൊക്കെ അത് വാർത്ത വന്നു. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഡേറ്റ നോക്കി. ഒരാശ്രമമാണെന്നേ, ഒരാശ്രമത്തിൽ നിങ്ങളുടെ പൂർവ്വജന്മം ഉപേക്ഷിച്ചതിന് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുരുവായിട്ട് നിങ്ങൾ ആരെ സ്വീകരിക്കുന്നു, അയാളാണ് നിങ്ങളുടെ ഗാർഡിയൻ. അവരുടെ എല്ലാവരുടെയും വോട്ടർ പട്ടിക, ആശ്രമത്തിന്റെ അഡ്രസ്സും അവിടുത്തെ ഗുരുവുമാണ്. കരുണാകര ഗുരു എന്നൊക്കെ പറഞ്ഞ് പേരെഴുതിക്കുക. തിരുവനന്തപുരത്തുണ്ട് എത്രയോ ആശ്രമങ്ങളുണ്ട്. കന്യാസ്ത്രീ മഠങ്ങളില്ലേ, ഈ മഠങ്ങൾ ഒറ്റ അഡ്രസ്സേ ഉള്ളതേ, ഒറ്റ ഹൗസ് നമ്പറാണ്. എത്ര ആൾക്കാരാണ് അവിടെ ഉള്ളത്? ആ ആൾക്കാരുടെ എല്ലാം ഗാർഡിയൻ എന്നാ. അതിനർത്ഥം എന്താ? ഒരാളിന് 200 മക്കളെന്നാണോ അതിന്റെ അർത്ഥം? ഒരാളിന് 60 മക്കളെന്നാണോ അതിനർത്ഥം? അതേപോലെ കർണാടകയിലെ ഹൈടെക് സിറ്റിയുടെ ഭാഗത്ത്, അതായത് IT ഹബിന്റെ ഭാഗത്ത് ഒരു ഒറ്റമുറി വീട് വാടകയ്ക്ക് ആൾക്കാർ താമസിച്ചിരിക്കുന്നത്, വർക്കേഴ്സാണ് വന്ന് താമസിച്ചിരിക്കുന്നത്. അവിടെ വരുന്ന ആൾക്കാർക്ക്, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അവർ വോട്ട് മാറ്റുകയും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പീരീഡിനുള്ളിൽ ഇഷ്ടംപോലെ വർക്കേഴ്സ് മാറി വന്നു. ഈ ആൾക്കാരുടെ മുഴുവൻ ഡേറ്റ വെച്ചിട്ട് പറയുകയാണ് ഈ ഒരൊറ്റ വീട് റൊട്ടേറ്റിംഗ് ആയിട്ട് നിന്നുകൊണ്ട് നിരവധി ആൾക്കാർക്ക് വന്നിരിക്കുന്നത്. അത് കൺസ്ട്രക്ഷൻ ഒരുത്തരം എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ഫാക്ച്വൽ എററിനെ പറ്റി നിങ്ങൾ പഠിക്കാതെ ആ ചോദ്യം ചോദിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവരെ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ലളിതമായ കാര്യം ഇതിപ്പോ സീതട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, എനിക്ക് സംസാരിക്കാം. നിങ്ങൾ പറയുന്ന കാര്യത്തിന് തിരുത്താൻ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വരും. ഞാൻ പറഞ്ഞത് നിസ്സാരമായിട്ടുള്ള കാര്യം. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. ഭയങ്കര തട്ടിപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കളയുന്നതിന് ഈ തെളിവുകൾ കേൾക്കുന്നേ. ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതിന്, വിശ്വാസ്യത ഇല്ലാതെയാക്കുന്നതിന് ഈ വിഷയം മതിയല്ലോ, പ്രൂവ് ചെയ്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമ്മാ ഒരാളിന് ഫേവർ ചെയ്യണ്ടല്ലോ. BJPക്ക് ഫേവർ ചെയ്യണമെങ്കിൽ വേറെ താല്പര്യം ഉണ്ടല്ലോ. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നേ. ഈ ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. ആണല്ലോ. അതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവും പൂട്ടും, നരേന്ദ്രമോദിയുടെ കാര്യവും പൂട്ടും. സുന്ദരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഭരണത്തിൽ വരാം. എന്താ ചെയ്യാത്തെ? ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ അടക്കം പോയി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിച്ചിട്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകാൻ പറ്റുന്നില്ല. ഞാൻ ഇതിനോടൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യാൻ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് എനിക്ക് എൻ്റെ ഭാഗത്ത് ഇത് പഠിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കിപ്പം ചെറിയൊരു സംശയം തോന്നുകൊണ്ട് ഞാൻ ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതായത് പല മണ്ഡലങ്ങളിലും ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടും അതുപോലെ തന്നെ ഇലക്ട്രൽ വോട്ടും തമ്മിൽ, ആകെ പോൾ ചെയ്ത വോട്ടും ടോട്ടൽ അവിടെയുള്ള വോട്ടർമാരും തമ്മിൽ വലിയൊരു അന്തരം പല മണ്ഡലങ്ങളിലും വാർത്തയിലാണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തെറ്റാണ്. എല്ലാം 100% അങ്ങനെ നടക്കില്ലെന്നേ. നടക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ നടക്കില്ല. പല മണ്ഡലങ്ങളിൽ ഞാൻ പല വാർത്തകളിലും കണ്ടു. അങ്ങനെ പറഞ്ഞത് ടോട്ടൽ വോട്ട് ചെയ്ത വോട്ടും ആകെയുള്ള വോട്ടർമാരും തമ്മിൽ വലിയ അന്തരം ഉണ്ടെന്ന്. അങ്ങനെ ഇല്ല. അതായത് ആകെയുള്ള വോട്ടിനേക്കാൾ കൂടുതൽ ഒരൊറ്റ സ്ഥലത്തും
ആകെ ഒരു മണ്ഡലത്തിലുള്ള വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നിങ്ങൾക്ക് മെഷീനിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെ വെരിഫൈ ചെയ്യാനായിട്ട് ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടില്ലേ? ഇല്ല. ആ ശതമാനത്തിന്റെ കണക്ക് എന്താ നിങ്ങൾക്ക് അറിയോ? അതായത് ഇതിന്റെ കട്ട് ഓഫ് ടൈമിലാണ് ഒരു ശതമാനം എടുക്കുക. തെരഞ്ഞെടുപ്പിന്റെ കട്ട് ഓഫ് ടൈമിൽ നിങ്ങൾ ക്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ വോട്ട് ചെയ്യാം. അതായത് 6 മണിക്ക് കട്ട് ഓഫിൽ നിങ്ങൾ ശതമാനം എടുത്താൽ 6 മണിക്കകത്ത് നിങ്ങൾ ക്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 7:30 വരെയും ക്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഈ സാധനം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ 2 ദിവസം കഴിയുമ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിശദീകരണം ഇറക്കിയിട്ടുണ്ടേ. അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് ഇന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് ഇന്നതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള റെക്കൺസിലിയേഷനിൽ ഇതാണ് വന്നിരിക്കുന്നത്. ഫാക്ച്വൽ ആയിട്ടുള്ള എറർ അല്ല എന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെളിവുകളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കേണ്ട, നരേന്ദ്രമോദിയെ വിശ്വസിക്കേണ്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരെയും വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർഷ്യാലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, പാർഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തെളിയിക്കണ്ടേ? അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നമുക്ക് കൺമുന്നിൽ കാണുകയല്ലേ. ഒരെണ്ണം പറയും. നരേന്ദ്രമോദി പറയുന്ന വർഗീയ പരാമർശങ്ങളെ വളരെ ലഘൂകരിക്കുകയും അതിന് എതിരായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ വലിയ രീതിയിൽ വക്രീകരിച്ച് കാണിക്കുകയും അദ്ദേഹത്തിന് നിയമ നടപടികൾ സ്വീകരിക്കുക. എത്ര എണ്ണം രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മിഷൻ വർഗീയ പരാമർശത്തിന്റെ പേരിൽ എവിടെ കേസെടുത്തിരിക്കുമല്ലോ? എനിക്ക് തോന്നുന്നു മാപ്പ് പറയിപ്പിച്ചില്ലേ? മാപ്പ് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അല്ല, മാപ്പ് പറയണം എന്ന രീതിയിൽ വരെ ഒരു പരാമർശം നടത്തിയിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ എല്ലാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി രാജസ്ഥാനിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് പരാമർശം നടത്തി എന്നുള്ള സംശയമൊന്നുമില്ലല്ലോ. നുഴഞ്ഞു കയറ്റപ്പെട്ട് വന്നവരാണ്, പെറ്റുപെഴുകുന്നവരാണ് എന്നുള്ള രീതിയിൽ പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെട്ടില്ല എന്നാ ഷാഹുൽ അത് പറഞ്ഞേ? രാജസ്ഥാനിൽ ഈ 2024 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏത് ഡേറ്റിലാ പറഞ്ഞേ? ആ ഡേറ്റ് കറക്റ്റ് ഒന്നും ഓർത്തിപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല. ഡേറ്റും വേണം. എന്തെന്നറിയോ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറുതെ ഒരു കുഞ്ഞുകളിയല്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കുറിച്ചോ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിനെ കുറിച്ച് പഠിക്കാത്ത ആളായിരിക്കില്ല ശ്രീതേട്ടൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ നടത്തുന്ന ഏത് കാര്യത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസെടുക്കാൻ പറ്റുക? അതൊന്ന് പറയൂ ഷാഹുൽ, എന്ന് പറയും. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കാര്യത്തിൽ കേസെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്, നടപടി എടുക്കാൻ പറ്റുന്നത് ഏത് സമയം? അതായത് ചട്ടലംഘനപരമായിട്ടുള്ള എന്ത് ചട്ടലംഘനം എപ്പോഴാണ് വരിക? ചട്ടലംഘനം അത് വ്യക്തിപരമായിട്ട് ചട്ടലംഘനം എപ്പോ വരും? ഒരു സമുദായത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളാവാം, അതെല്ലാം ചട്ടലംഘനത്തിൽ വരുന്നല്ലേ. അപ്പൊ അത്തരത്തിൽ വലിയ അധിക്ഷേപമല്ലേ നടത്തിയ? ചോദ്യം കേട്ടിട്ട് പറയൂ, ചട്ടലംഘനം എപ്പോ വരും? അത് നിങ്ങൾ പറയൂ, എനിക്കറിയില്ല. ചട്ടലംഘനം എങ്ങനെയാണ് വരുന്നത്? ചട്ടലംഘനം വരണമെങ്കിൽ ചട്ടം വരണം. ചട്ടമാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോഴാണ് അല്ലേ? അപ്പൊ ഏത് സമയത്ത് അത് വന്നേ? അല്ല, അത് പരാമർശം നടത്തിയിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഇലക്ഷന്റെ സമയത്ത് തന്നെയാണ്. ഇലക്ഷന്റെ സമയമെന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ ഒരു പരാമർശം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ 2019 എന്റെ ചങ്ങാതി, നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിൽക്കാതെ നിങ്ങൾ ചാടിപ്പോന്ന എന്തിനാ? ഞാൻ അതിന് മറുപടി പറയുമ്പോൾ അതിന് മറുപടി പറയൂ. ഞാൻ മറുപടി കൃത്യമല്ല, നിങ്ങളുടെ ചോദ്യം ശരിയല്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദാ ഇന്ന സമയത്ത് ഇന്നതുപോലൊരു സാധനമുണ്ട്, അതിൽ പരാതി ഉണ്ടെങ്കിൽ അത് കേസെടുക്കണമായിരുന്നു. ഇതേപോലെ സമാനമായിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ട്, കേസെടുക്കണമായിരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്ത പരിപാടി എന്താ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പാർട്ടിയിലുമുള്ള ആൾക്കാരോട് വാക്കാൽ പരാമർശിച്ചിട്ട് അങ്ങനെ വിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നരേന്ദ്രമോദിക്കെതിരെ അത്തരത്തിൽ പരാമർശം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പറഞ്ഞു. നരേന്ദ്രമോദിയോട് പറയുന്നത് നിങ്ങൾ വിചാരം? നരേന്ദ്രമോദി പറഞ്ഞോ? നിങ്ങൾക്ക് ഇതിന്റെ ചട്ടം ഒന്ന് മനസ്സിലാക്കൂ സുഹൃത്തേ. ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായി എന്റെ സുഹൃത്തെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോടാ ഇന്ററാക്ട് ചെയ്യുന്നേ? പാർട്ടികളോടായിരിക്കും. പാർട്ടികളോടായിരിക്കാം, തെരഞ്ഞെടുപ്പ് പാർട്ടികളോടായിരിക്കാം. പാർട്ടിക്ക് ശാസന കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? പാർട്ടിക്ക് ശാസന കൊടുക്കുന്നു. രാഹുൽ ഗാന്ധിക്കാണോ കൊടുക്കുന്നത്, കോൺഗ്രസിനാണോ കൊടുക്കുന്നത്? പറയും. ബിജെപിക്ക് ശാസന. രാഹുൽ ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മറുപടി ഇതിന് മറുപടി പറയൂ. രാഹുൽ ഗാന്ധിക്കാണോ കൊടുക്കുന്നത്, കോൺഗ്രസിനാണോ? രാഹുൽ ഗാന്ധിക്കും ശാസന കൊടുക്കാം. രാഹുൽ ഗാന്ധിക്കാണോ കോൺഗ്രസിനാണോ? കോൺഗ്രസിനായിരിക്കാം കൊടുക്കുന്നത്. കോൺഗ്രസിന്. ബിജെപിക്ക് കൊടുത്തിട്ടില്ല നിങ്ങൾ പറയുന്നുണ്ടോ? ബിജെപിക്ക് ഞാനൊരു നരേന്ദ്രമോദി കാര്യം ചോദിക്കട്ടെ, ചങ്ങാതി ഉരുളരുത്. അല്ല, ഉരുളരുത്. ഷാഹുൽ, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ അഡ്വൈസ് അല്ല. തീർച്ചയായിട്ടും നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ പിൻവശവും മുൻവശവും ഉൾപ്പെടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ എനിക്കൊരു 4ാം ക്ലാസ്സിലെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയേണ്ടി വരും. അതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് എന്റെ സമയവും നിങ്ങളുടെ സമയവും വേസ്റ്റ് ആണ്. ഇത് കാണുന്നവരുടെ സമയം ലോക വേസ്റ്റ് ആവും. ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് ബ്ലാങ്കറ്റ് നടപടി എന്ന രീതിയിലത്തേക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ എടുക്കൂ, ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനകൾക്ക് BJPയെ വാൺ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കൂ. നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ ഈ ക്യാമറയിൽ നോക്കി പറയൂ. ചലഞ്ചാണ്.
അല്ല ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കക്ഷികളോടും. രാഹുൽ, നിങ്ങളുടെ ഒറിജിനൽ വാദത്തിൽ നിങ്ങൾ നിൽക്കാത്തത് അല്ല, ഞാൻ അത് പറയട്ടെ, മറുപടി പറയാൻ ചോദിക്കും. അതായത് BJP ബാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എന്റെ രണ്ടാമത്തെ സെക്കൻഡറിയാണ്. ഞാൻ ചോദിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ 180 കോടി ജന, എനിക്ക് തോന്നുന്നത് ഈ 35% 40% വോട്ടിലാണ് BJP അധികാരത്തിൽ വരുന്നത്. എന്നിട്ടും 60% ഇപ്പോഴും BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമുള്ള ഈ രാജ്യത്ത് പറയട്ടെ, ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാൻ ഞാൻ പറഞ്ഞുതരും. അല്ല, ഇത് പറയട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ അനുവദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് എല്ലാവരുടെയും പ്രധാനമന്ത്രിയായി വർഗീയ വിദ്വേഷ പ്രചരണം നടത്താൻ വേണ്ടി നമ്മുടെ തിരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ നാവ് ഉപയോഗിക്കുമ്പോൾ ആ നാവ് മിണ്ടാട്ടം അനുവദിക്കരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല? അത് നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ സിദ്ധാന്തത്തിന് ചേർന്നതല്ല എന്ന് പറയാനുള്ള ആ ശേഷി എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചപുച്ഛം അടക്കി BJPയുടെയും നരേന്ദ്രമോദിയുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നാണോ? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? നിങ്ങൾ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ പറയുന്ന ബ്ലണ്ടറുകളെ കൂടി തിരുത്തേണ്ടി വരുന്ന അവസ്ഥ എനിക്കുണ്ട്. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിവിടെ ചെയ്യുന്ന പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കെതിരെയാണ് നോട്ടീസ് അയക്കുന്നത് എന്നതിനെ പറ്റി പോലും നിങ്ങൾക്ക് ധാരണയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. പാർട്ടിക്കെതിരെ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് നോട്ടീസ് അയച്ചതിനെ കുറിച്ച് വാർത്തകൾ വന്നതിനെ പറ്റി എന്റെ ചങ്ങാതി ഒരു കാര്യം പറയുന്ന എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാ മോഡി പ്രസംഗിച്ചതെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വിവരക്കേട് പറയല്ലേ മലയാള മനോരമ ഷാഹുലെ വിവരക്കേട് പറയല്ലേ ഷാഹുലെ എന്റെ ഷാഹുലെ വിവരക്കേട് പറയരുത്. ഷാഹുൽ വിവരക്കേട് പറയരുത്. ഷാഹുലിനോടുള്ള എന്റെ റിക്വസ്റ്റ് ആണ്, വിവരക്കേട് പറയരുത്. നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന തീയതി തീയതി ഒന്നും ഞാൻ ഓർമ്മയില്ല. പക്ഷെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചതെന്ന് ഞാൻ ഓർത്തിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെന്ത് വാദം? അതിനെന്ത് സിഗ്നിഫിക്കൻസാണ് ഉള്ളത്? ഞാൻ പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കേണ്ടത് ആർക്ക്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കേണ്ടത് ആർക്ക്? ആ കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് ഒന്നാമത് ധാരണയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ പറയുന്നത് BJPക്ക് നോട്ടീസ് അയച്ചില്ല എന്നാണ്. നോട്ടീസ് അയച്ചു. എത്ര നാൾ കഴിഞ്ഞ്, എത്രത്തോളം വിവാദമായതിനു ശേഷം? പരാതി അവർക്ക് ചെല്ലുന്ന സമയത്താണ് എന്റെ ചേട്ടാ ഇത് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി വന്ന് 10, 15, 2, 3 ആഴ്ചയ്ക്ക് ശേഷമാണ് നോട്ടീസ് അയച്ചെന്ന് ഞാൻ പറഞ്ഞാൽ, കോൺഗ്രസിന്റെ ആണെങ്കിലോ നിമിഷ നേരം കൊണ്ട് നോട്ടീസ് അയച്ചു. 3 സെക്കൻഡോ 3 സെക്കൻഡ് 2 ദിവസം കൊണ്ട് ചെയ്യുന്നതും 25 ദിവസം കൊണ്ട് ചെയ്യുന്നതും വ്യത്യാസമില്ല. എന്റെ ചേട്ടാ, നിങ്ങൾ കണക്കെടുത്ത് വെക്കുന്നേ. അതിനാണ് പറയുന്നത് ഒരിടത്ത് അസംഷന് മറുപടിയില്ല. നിങ്ങൾക്ക് അറിയത്തില്ല കോൺഗ്രസിന് അയച്ചത് എപ്പോഴാണെന്നും BJPക്ക് അയച്ചത് എത്രയാണെന്നും നിങ്ങൾക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. നിങ്ങൾ എന്തിനു വെറുതെ തർക്കിക്കുന്നത്? പക്ഷേ ദിവസങ്ങൾ ഉടായ്പ നടക്കൂല ഷാഹുലെ. നിങ്ങളെക്കാൾ കില്ലാടിയെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മുന്നിൽ ചോദ്യം ചോദിച്ചിട്ട് ചാടി പോകുമ്പോൾ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ മറുപടി പറയും. പക്ഷേ അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞ മണ്ടത്തരങ്ങൾ ഞാൻ ഓരോന്ന് എണ്ണി വേണമെങ്കിൽ ഇപ്പൊ റീക്യാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചർച്ചയുടെ ടീസറായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞത് വികസിത രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഓടി എന്ത് പറഞ്ഞിട്ട് അത് ഞാൻ ഫിറ്റ് ചെയ്ത ഒരു വാക്ക്, അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ ശ്രീധരൻ, പറഞ്ഞ ഒരു ബ്ലണ്ടറിനെയും RSSനെയും ഒരേ അച്ചുതണ്ടിൽ കാണുന്ന താങ്കൾ എന്തുകൊണ്ട് PFI എതിർക്കുന്ന അതേ ഊർജ്ജത്തോടെയും ഉന്മേഷത്തോടും കൂടി RSSനെ എതിർക്കുന്ന ചോദിക്കുന്നതിന് ഉത്തരം പറയാതെ താങ്കൾ സ്കിപ്പായി പോയല്ലോ? PFI ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കാൻ നടക്കൂലെന്നേ. RSS എന്താക്കി? പറഞ്ഞു ഹിന്ദു ആകാൻ പറഞ്ഞു. ഇല്ല, RSS നിങ്ങളോട് ഹിന്ദു ആകാൻ പറഞ്ഞു. ഇസ്ലാമികവൽക്കരണം എന്റെ പൊന്നി കേട്ടാ നിങ്ങൾ അത് വിട്. നിങ്ങൾ VS അച്യുതാനന്ദൻ പറഞ്ഞു നോക്കാം. അങ്ങനെ RSS ആണ്. 2010 ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞത് അടുത്ത 25 or 30 വർഷത്തിനുള്ളിൽ കേരളത്തിനെ പൂർണ്ണമായിട്ടും ഇസ്ലാമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് PFI നടത്തുന്നത് എന്ന് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. ഏത് CPM-കാരാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത്? ഏത് CPM-കാരൻ, ഏത് മതേതരത്തെ ചേരിയിലുള്ള വ്യക്തിയാണ് പശുവിന്റെ പേരിൽ പാവപ്പെട്ട ദളിതരെയും അടിച്ചു കൊല്ലുന്നത്? തീർന്നില്ല, നിൽക്കൂ. VS അച്യുതാനന്ദനെ വാലും ചുരുട്ടി ഓടി. വർഗീയവാദിയാണോ? VS വർഗീയവാദി അല്ല. പ്രസ്താവനയോ? ആ പ്രസ്താവന വർഗീയമാണോ അല്ലയോ? ഏത് പ്രസ്താവന?
അടുത്ത 30 വർഷത്തിനുള്ളിൽ കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അജണ്ടയാണ് PFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദമാണോ അല്ലയോ? അത് വർഗീയവാദം എങ്ങനെയാണ്? PFI ക്കെതിരെ പറഞ്ഞു, മുസ്ലിങ്ങൾക്കെതിരെയാണ് പറഞ്ഞത്. RSSനെതിരെ എന്താ VS അത് പറയാഞ്ഞ സാറേ? RSSനെതിരെ VS അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? എന്താ RSS ഓടല്ലേന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയും. പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. RSSനെതിരെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറയാം, കാരണം അങ്ങയുടെ രാഷ്ട്രീയം അതല്ല. പുള്ളിയുടെ ഷാഹുലെ ഓടല്ലേ? ആണെങ്കിൽ നിങ്ങളുടെ അമ്മയാണെങ്കിൽ ഷാഹുലെ അത് രാഷ്ട്രീയം. ഷാഹുലെ അത് രാഷ്ട്രീയം. ഇതും രാഷ്ട്രീയമല്ലേ? അല്ല അല്ല, അതൊരു വർഗീയവാദം എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ഒരു സംഘടന ഇവിടെ താങ്കൾ ഉറപ്പിച്ച് പറയുന്നു VS വർഗീയവാദിയാണ്. ഷാഹുലെ എന്റെ വാർത്ത വർഗീയവാദിയാണോ? ഷാഹുലെ വർഗീയവാദിയല്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു. എന്റെ മോദി വർഗീയവാദിയാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 3 ചോദ്യങ്ങളുടെ മറുപടി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഓടുകയാണ്. 3 ചോദ്യം എന്റെ മെമ്മറിയിലുണ്ട്. ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഷാഹുലിന്റെ മറുപടി ഇല്ല. മോദി വർഗീയവാദിയാണോ? നിങ്ങൾ VSനെ വിട്ടു, നിങ്ങൾ മോദിയിലേക്ക് വന്നു. ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞില്ല. ആ ചോദ്യം എന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അത് നമ്മൾ അംഗീകരിച്ച ഒരു വിഷയത്തിൽ ഞാൻ ചോദിക്കാൻ ഓടല്ലേ പ്രധാനമന്ത്രി വർഗീയവാദി. ഷാഹുലെ നിങ്ങൾ പലരെയും നിങ്ങൾ കൊണ്ടുവന്ന് പോഡ്കാസ്റ്റിൽ ഇരുത്തി കാണും, നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും. അങ്ങനത്തെ ആളല്ല ഞാൻ. ഞാൻ അവിടെ പിടിച്ചിരുത്തി നിങ്ങളുടെ വാൽ അവിടെ ചവിട്ടി വെച്ചിട്ട് നിങ്ങളെ അവിടെ ഇരുത്തി പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. പറയുന്നില്ലല്ലോ. മോദി വർഗീയവാദിയാണോ? അതല്ലല്ലോ ചോദ്യം. അതിലേക്ക് വരാൻ ഞാൻ വരാമെന്നേ. അതെന്തുകൊണ്ട്? അതിലേക്ക് വരുന്നതിന് മുമ്പ് 2 ചോദ്യത്തിന് നിങ്ങൾ ഓടി. അതിന് ഞാൻ മറുപടി പറയാം. അതിനകത്ത് പറയണേ. നിങ്ങൾ ഞാൻ ഇത്തിരി അവസാനിപ്പിക്കുന്നത് മോദി വർഗീയവാദിയാണോ? ഞാൻ ഇത്തിരി മുമ്പേ ഞാൻ ഇങ്ങനെ ഇരുന്നു. ആണോ? നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടാതിരുന്നു. നിങ്ങൾ മിണ്ടായിരിക്കാനാ ഞാൻ പറഞ്ഞു. ഇല്ല, നിങ്ങൾ സംസാരിക്കാതെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കെ 2010 മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ എല്ലാ ഇന്റലിജൻസും പോലീസ് സംവിധാനവും കയ്യിലുള്ള ആള് പറഞ്ഞു, കേരളത്തിലെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അജണ്ട PFI ഉണ്ട് എന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കുന്നേ, നിങ്ങൾ മിണ്ടരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ മര്യാദ കാണിക്കൂ. ഞാൻ സംസാരിക്കും. നിങ്ങൾ മിണ്ടാതിരിക്കൂ ഷാഹുൽ. നിങ്ങൾ മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ ആർഗ്യുമെന്റ് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ പോഡ്കാസ്റ്റ് ആയിരിക്കും, പക്ഷെ എന്നെ കേൾക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കാനാണെങ്കിൽ നിങ്ങൾ മിണ്ടായിരുന്നേ പറ്റും. നിങ്ങൾ പറഞ്ഞ ഓരോ പിന്നെ ചുമ്മാ കയറി വരാൻ പറ്റുമോ? ഞാൻ ചുമ്മാ കയറി വരാൻ പറ്റുമോ? നിങ്ങളുടെ പ്രസംഗം കേൾക്കാനാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരെ കേൾപ്പിക്കാനുമാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് അല്ലേ? അല്ല, നിങ്ങൾ പറയുന്ന ആൾക്കാരെ കേൾപ്പിക്കാൻ എനിക്ക് വരേണ്ട കാര്യമില്ല. അപ്പം മിണ്ടായിരിക്കും. മുഖ്യമന്ത്രിയായിരുന്ന എല്ലാ ഇന്റലിജൻസും പോലീസ് സംവിധാനവും കിട്ടുന്ന VS അച്യുതാനന്ദൻ കേരളത്തിനെ ഹൈന്ദവവൽക്കരിക്കാനായിട്ട് BJPക്ക് RSSന് ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? RSSന് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയൂ ചങ്ങാതി. പ്ലാൻ ഉണ്ടോ യെസ് ഓർ നോ പറയാൻ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ലല്ലോ. പിന്നല്ലാതെ നിങ്ങളോട് ഞാൻ VS വർഗീയവാദിയാണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് യെസ് ഓർ നോ ആയിരുന്നല്ലോ സാറേ എന്നോട്. അല്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്ന് പറഞ്ഞു ഇതുമല്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ ആയിരുന്നോ? നിങ്ങൾ എന്നോട് VS വർഗീയവാദിയാണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോ യെസ് ഓർ നോ ആയിരുന്നോ? ഞാൻ പറഞ്ഞ എന്താ? വർഗീയവാദി അല്ല എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ചേട്ടാ നിങ്ങൾക്ക് മറുപടി ഇല്ലല്ലോ. ചേട്ടാ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഏയ്, ആ ചോദ്യം വരുന്നത് അടുത്ത ചോദ്യം തീർന്നിട്ടാ മോനെ ഷാഹുലെ. ആ കഴിഞ്ഞ ചോദ്യം തീർന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരുമെന്നേ, പിടയ്ക്കാതെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരും. ഞാൻ ചോദിക്കുന്നത് RSSും PFIയും നിങ്ങൾ ഒരേപോലെ എന്തുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു. ആ ചോദ്യം കഴിഞ്ഞില്ല ചേട്ടാ. പിന്നെ നിങ്ങൾ എങ്ങനെ വേറെ? ഞാൻ ആദ്യം മുതലേ ഒന്നാമത്തെ ചോദ്യം മുതൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഇവിടെ ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോ നിങ്ങൾ അവിടെ നിന്ന് കണ്ടം വഴി പായരുത്. അവിടെ നിൽക്കൂ. മറുപടി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതിന്റെ കമന്റ് വരുമ്പോ കണ്ടോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ അകത്ത് ഞാൻ ഇന്ന് വരെ ഒരു അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാഞ്ഞിട്ട് പോലും എന്റെ ഇതിൽ താഴെ വരുന്നത് മദ്രസ പൊട്ടൻ, PFI തീവ്രവാദി, എന്റെ ഇസ്ലാമിക നാമകരണവും എന്റെ സ്ഥലവും വെച്ചുകൊണ്ട് മാത്രം അങ്ങനെ പറയുന്നത്. ഞാൻ അതിന് ഇതിലെ കൂടെ കളയുന്നു. നമ്മൾ ഇന്ന് വരെ ഒരു അപരമത വിദ്വേഷവും ഇന്ന് വരെ പ്രചരിപ്പിച്ചിട്ടില്ല. അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന PFI ആണെങ്കിലും RSS ആണെങ്കിലും കാസ ആണെങ്കിലും ഇവന്മാര് ഈ നാടിന് ആപത്താണെന്ന് 1000 തവണ പറയും, ഇനി 5000 തവണ പറയും, ഇനി അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ പറയുന്നുള്ളൂ. പറയും. അത് നിങ്ങൾ എന്താണ് ചെയ്യുക? അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് താങ്കൾ പറയാത്തതുകൊണ്ടാണ് താങ്കളോട് എനിക്ക് അമർഷമുള്ളൂ. അതിനകത്ത് താങ്കളെ വിദ്യാസമ്പന്നായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ അടികിട്ടുന്ന വിഷയത്തിൽ തീവ്രവാദത്തെ അല്ലെങ്കിൽ വർഗീയവാദം എന്ന് പറയൂ. നിങ്ങൾ അടികിട്ടുന്ന വിഷയത്തിൽ നിങ്ങൾ അവിടെ നിന്ന് ഓടുകയാണ്. നിങ്ങൾ കണ്ടം വഴി പായുകയാണ്. നിങ്ങൾ സംസാരിക്കുകയാണ്. ഷാഹുൽ മിണ്ടാതിരിക്കൂ 2 മിനിറ്റ്. ഷാഹുൽ മിണ്ടാതിരിക്കും. ഞാൻ ഈ പ്രേക്ഷകർ ഇത് കാണുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടെ. ഞാൻ എത്ര തവണ നിങ്ങളോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു? ഇതെന്താ ഇത്?
നിങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ അജണ്ട എന്റെ പുറത്ത് അടിച്ചേപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല സുഹൃത്തെ. അങ്ങനെ നിങ്ങൾക്ക് എന്റെ പുറത്ത് ഷൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതൽ എന്റെ കേൾക്കാനാണ് നിങ്ങൾ ഈ ചർച്ച വിളിച്ചത്. ഞാനാണ് സംസാരിക്കേണ്ടത്. എന്റെ ചോദ്യം, RSSനെ നിങ്ങൾ വിട്ടേക്കൂ, BJPയെ നിങ്ങൾ വിട്ടേക്കൂ, പകരം VS അച്യുതാനന്ദനെ പോലെയുള്ള യാതൊരു വിധത്തിലുള്ള വർഗീയ ചിന്തകളും ഇല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്ലാൻ PFIക്കുണ്ട്, ഇസ്ലാമികവൽക്കരണം. അദ്ദേഹം ഇങ്ങനെ ഒരു ഹൈന്ദവവൽക്കരണത്തിനുള്ള പ്ലാൻ RSSനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അതിന് മറുപടി ഇല്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ എസ്സേ എടുത്തുള്ളൂ എന്ന് തീർന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദ്യത്തിന് ഒരേ സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാം. ഞാനിപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഈ പരിപാടിക്ക് വരുന്നത്. നിങ്ങൾ ആദ്യം പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞൊരു സാധനം ആവശ്യത്തിൽ അധികം കാണിച്ചു. ആവശ്യത്തിൽ അധികം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തോ ഗ്യാഡ് സ്റ്റിക്ക് വെച്ചിട്ടാണ്. നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അതൊന്നുമല്ല. ഞാൻ എന്റെ മര്യാദയാണത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്റെ സമയം നിങ്ങൾക്ക് തരികയാണെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറയണം. ഞാൻ മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ പുറത്ത് കയറി അല്ല സംസാരിക്കേണ്ടത്. അതൊരു മാന്യതയാണ്. അപ്പൊ താങ്കൾ എത്ര സമയം എടുക്കും എന്ന് പറയും? നമ്മുടെ 30 സെക്കൻഡ്, ഒരു മിനിറ്റ്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ നേരത്തെ എനിക്ക് ചോദ്യം തന്നിട്ടൊന്നുമല്ലോ ഞാൻ വന്നത്. നിങ്ങൾ ഇപ്പൊ ചോദിക്കാണ്. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾ ആ മറുപടി കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ചോദിച്ചാൽ അതിന് ഉത്തരം പറയണ്ടേ? ഞാൻ പറഞ്ഞു തീർന്നോ? നിങ്ങളത് തീർന്ന് ഞാൻ നിങ്ങളോട് പറയൂ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അപ്പൊ ഓക്കെ. തിരിച്ച് ഞാൻ പറയൂ എന്ന് പറയുമ്പോൾ പറയാം. മതി, ഞാൻ മിണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ 2 ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അസഹിഷ്ണുതയാണ്, ഇൻടോളറൻസ്. അതാണ് നിങ്ങളുടെ പ്രശ്നം. എനിക്ക് ആ പ്രശ്നമില്ല. ഞാൻ പറയുന്നത്, നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യം, VS അച്യുതാനന്ദൻ 5ാമത്തെ തവണയെ മറ്റോ ചോദിക്കുന്നത്, ഷാഹുൽ ഉത്തരവില്ലാതെ അവിടെ കിടന്ന് മറിയുകയാണ്. ഞാൻ ആ ചോദ്യം പൂർത്തിയാക്കി അങ്ങോട്ട് ഇനി 6ാമത്തെ തവണ ഞാൻ ചോദിക്കുന്നു. വീണ്ടും 7ാമത്തെ തവണ ഞാൻ ചോദിക്കുന്നു. VS അച്യുതാനന്ദൻ എന്ന BJP-കാരനല്ലാത്ത BJP വിരുദ്ധനായിട്ടുള്ള ആള് കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാൻ PFIക്ക് അജണ്ടയുണ്ട് എന്ന് പറഞ്ഞു 30 വർഷത്തിനകം എന്ന് പറഞ്ഞു. എന്നിട്ട് അതേപോലെ ഒരു പ്രസ്താവന അദ്ദേഹം RSSനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ രണ്ടും CPM-ന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളിന്റെ കാഴ്ചപ്പാടിലെങ്കിലും തുല്യമാണെന്ന് ഞാൻ സമ്മതിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ പറയൂ. ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഇനി പറയാൻ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ ആണോ എസ് ആണോ? അല്ല, യെസ് ഓർ നോ ഒന്നും വേണ്ട. യെസ് ഓർ നോ പറയൂല അല്ലേ? അല്ല, യെസ് ഓർ നോ എന്താ പറഞ്ഞിട്ടില്ലായിരിക്കാം. RSSനെ അങ്ങനെ സ്പെഷ്യലൈസ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ളവരെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനല്ല നമ്മൾ നടക്കേണ്ടത്. പ്രസ്ഥാനത്തെ ഉത്തരവല്ല അത്. അടുത്ത ഇത്ര വർഷത്തിനുള്ളിൽ ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെ മുഴുവനും നിങ്ങൾ കൺവേർട്ട് ചെയ്താലേ പറ്റുള്ളൂ, അല്ലേ? എന്നാലല്ലേ പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആൾക്കാർ ഈ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റികളിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആൾക്കാരെ വെച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്ലാൻ RSSനുണ്ട് എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും പറ്റും. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ചോദ്യമല്ലോ, മറുപടി ഇല്ലേ സാർ? അല്ല, പറയാം. മറുപടിയോട് കൂടിയാണ് പറയുന്നത്. RSS തെമ്മാടികളാണ് എന്ന് നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. PFI തെമ്മാടികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് PFI അങ്ങനെ അല്ലാതാവുന്നുണ്ടോ? സാറേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ സാധനമാണ്. കെ മുരളീധരൻ മുഖ്യമന്ത്രി പ്രസിഡന്റ് അല്ലായിരുന്നു. KPCC പ്രസിഡന്റ് ആണോ നിങ്ങളുടെ രാജാവ്? മുഖ്യമന്ത്രി മോശമാണോ? മോശം പദവിയാണോ? അദ്ദേഹം MP ആയിട്ടും MLA ആയിട്ടും ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സൗണ്ടാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ അങ്ങനെ പറഞ്ഞു. എന്റെ ചങ്ങാതി, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് CPM-നെതിരെ പറഞ്ഞിട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോസ്പലാണോ? ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഭരണാധികാരവും ഇന്റലിജൻസും കയ്യിലുള്ള മുഖ്യമന്ത്രി പറഞ്ഞു. ആ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറയാം, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിപ്രായമുണ്ട് സാറേ. മുഖ്യമന്ത്രിമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എത്ര നിങ്ങൾ എവിടെ? നിങ്ങൾ സ്പെസിഫിക് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഓടുന്നേ? അല്ല, ഓടുമല്ലോ. നിങ്ങൾ ഓടുകയാണ്. ഓടുകയാണ്. ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറഞ്ഞതുപോലെ ഹൈന്ദവവൽക്കരിക്കുക എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. സമ്മതിച്ചു. നിങ്ങളെ ആ ചവിട്ടി വെച്ചേക്കുന്ന വാല് ഞാനങ്ങ് വിടും. ഈ ചോദ്യം ഞാൻ ചോദിക്കില്ല. അങ്ങനെ ഉണ്ടോ? 100% ഉണ്ട്. ആരോ എപ്പോ? ഞാൻ പറഞ്ഞു 2010 ഡൽഹി VS അച്യുതാനന്ദൻ. ഇങ്ങോട്ട് പറയുന്നു. അല്ല, ഞാൻ ഇനി അങ്ങോട്ട് പറയാം. അതായത് PFIനെയും RSSനെയും ഒരു നാണയത്തിന്റെ ഇരുവശമെന്ന് ഞാൻ പറയുന്നതിനല്ലേ താങ്കൾ എതിർക്കുന്നത്? അല്ല. പിന്നെ എന്താ എതിർക്കുന്നത്? അല്ല, നിങ്ങൾ എന്നോട് പറഞ്ഞത് രണ്ടുപേരും വർഗീയവാദികളാണ്. ചോദ്യം പോയി നിങ്ങളുടെ ചോദ്യം മറന്നുപോയി. നിങ്ങൾ പറഞ്ഞത് PFI എന്ന് പറയുന്ന തീവ്ര വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഭവത്തിനെ ഞാൻ എതിർക്കുകയും എന്നാൽ RSSനെ ഞാൻ അത്രത്തോളം തീവ്രതയോടെ എതിർക്കുന്നുമില്ല എന്നുള്ള നിങ്ങളുടെ ചോദ്യം. RSSന് തീവ്ര വർഗീയത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ കേസ് കൊടുക്കാമല്ലോ. അങ്ങനത്തെ എത്ര കേസുകൾ, എത്ര നടപടികൾ ഉണ്ടായിട്ടുണ്ട്? ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ തീരുമാനിക്കണമെങ്കിൽ RSS
RSS ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും അല്ല. PFIയും രാഷ്ട്രീയ പാർട്ടി അല്ല, സംഘടനയാണ്. സംഘടനയ്ക്ക് RSS ഇന്നും ഉണ്ട്. അതാണ് ഇല്ലല്ലേ? ഇല്ലല്ലേ? നിരോധിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലല്ലേ? എന്തിനാത്? അതെന്തിനായിരുന്നു നിരോധിച്ചേ? പോപ്പുലർ ഫ്രണ്ടിനെ ഒരു എന്താ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും. അതിനെതിരെ വാദിക്കാൻ ഞാൻ പ്രവർത്തനമല്ല. PFIനെയും SDPIനെയും RSSനെയും BJPനെയും വർഗീയ കക്ഷികളെയൊക്കെ ഒരേപോലെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഒരു മാത്രം എതിർത്ത് ഒരു പക്ഷത്തിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഞാൻ കാണിക്കാം. അതിൽ നോക്കി പറ, ഇങ്ങോട്ട് പറയണ്ട. അപ്പൊ VS അച്യുതാനന്ദൻ ഇരട്ടത്താപ്പാണോ സാറേ? VS അച്യുതാനന്ദൻ VS അച്യുതാനന്ദൻ PFI എതിർത്തു, RSSനെ അല്ല എതിർത്തത്. അപ്പൊ ഞാൻ ഇരട്ടത്താപ്പാണോ എന്ന് പറയൂ സാർ. VS അച്യുതാനന്ദൻ മുരളീധരൻ തെമ്മാടികളെന്ന് RSSനെ വിളിച്ചു, PFIനെ വിളിച്ചില്ലാത്തത് കൊണ്ട് PFI തെമ്മാടികളല്ലാതാവോ? PFIയും തെമ്മാടികളാണ്, രണ്ടുപേരും വർഗീയവാദികളാണെന്ന് പറയാൻ താങ്കൾക്ക് എന്താ മടി? ഒരു മുഖ്യമന്ത്രി എന്താണ് വർഗീയവാദിയാണോ? എന്റെ പൊന്നു ചേട്ടാ, അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ പോവാ. ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേ വരത്തുള്ളൂ. ഉത്തരം സ്പെസിഫിക് ഇത് കാണുന്ന ഞാൻ മറുപടി കേൾക്കാൻ PFIയും കാസായും വർഗീയവാദികളാണ്. താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള ഗട്സ് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. മറുപടി കേൾക്കാൻ ഗട്സ് ഇല്ലാത്ത നിങ്ങളോ? മറുപടി കേൾക്കാൻ ഗട്സ് ഇല്ലാത്ത നിങ്ങളോ? ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ ചോദിച്ച മുമ്പത്തെ ചോദ്യത്തിലാണ് ഞാൻ ഇപ്പോഴും മറുപടി പറയുന്നത്. അന്നേരം അതിന്റെ ഇടയ്ക്ക് RSS വർഗീയവാദിയാണോ, നരേന്ദ്രമോദി വർഗീയവാദി, അതല്ലല്ലോ നമ്മുടെ ചോദ്യം ആദ്യത്തേത്. അതിലേക്ക് വരാം. ആ ചോദ്യം തീർത്തിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ ഉരുളാൻ നോക്കി UPയുടെ കാര്യത്തിൽ, നിങ്ങൾ ഉരുളാൻ നോക്കി ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ, നിങ്ങൾ ഉരുണ്ടു എന്തില് നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ. ഇതിലെല്ലാം വാദങ്ങളും ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളെ ഞാൻ പറഞ്ഞു വാലെ ചവിട്ടി അവിടെ വെച്ചിട്ടേ ഞാൻ പറഞ്ഞു വിടത്തുള്ളൂ. ഇതിലും അങ്ങനെ ഉള്ളു ഷാഹുലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് സ്പെസിഫിക് ടൈം ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം. എന്നിട്ടും ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ വാലെ ചവിട്ടി വെച്ചേക്കാം, നിങ്ങളുടെ വാലിനെ അവിടെ വെച്ചേക്കാം. അത് വേണം. ഞാൻ അതാണ് ചോദ്യം. അത് ഞാൻ നിങ്ങളുടെ അനുവാദം ഒന്നും എനിക്കത് വേണ്ട, ഞാനത് പിടിച്ചേ വിടുള്ളൂ. തീർച്ചയായിട്ടും ചോദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിനെ തുലനം നോക്കുന്നത് നിങ്ങളുടെ ലോജിക്ക് എവിടെ പോയി നോക്കൂ. നിങ്ങളുടെ ലോജിക്ക് ശബരിമല പോയി, പമ്പ കടന്ന് ശബരിമല പോയി. നിങ്ങളുടെ ലോജിക്ക് എന്താ? മുരളീധരൻ KPCCയുടെ സെക്രട്ടറി ആയിരുന്നോ പ്രസിഡന്റ് ആയിരുന്നോ പറഞ്ഞിട്ട് എന്താ പവർ? ആ റോളിന്റെ പവർ എന്താ? സാറെ തെമ്മാടി എന്ന് നിങ്ങൾക്ക് ആരെ വിളിക്കാം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീവ്ര ഇസ്ലാമിക വൽക്കരണത്തിനുള്ള അജണ്ട എന്ന് പറയുന്നതും തെമ്മാടി എന്ന് പറയുന്നതും ഒരേപോലെയാണെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CPM-കാര് ഗുണ്ടകളും തെമ്മാടികളുമാണെന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ടോ ഇല്ലയോ? SFI-കാര് തെമ്മാടികളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന BJP നേതാക്കന്മാരുണ്ടോ ഇല്ലയോ? അത് നിങ്ങളുടെ ഗോസ്പലാണോ? നിങ്ങളുടെ ഗോസ്പലാണോ? ഞാൻ ചോദിക്കാം, സന്ദീപ് വചസ്പതിയോ പിന്നെ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ പിന്നെ B ഗോപാലകൃഷ്ണനോ പറയുകയാണ് RSS പിന്നെ ഈ SFI-കാര് ഗുണ്ടകളാണ് എന്ന് പറഞ്ഞത് കരുതിക്കോ? ഗോസ്പലാ നിങ്ങളുടെ അതാണോ നിങ്ങൾ ഇനി അടുത്ത ചർച്ചയിൽ പറയാൻ പോകുന്നത്? സന്ദീപ് വചസ്പതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുമോ? ഇല്ല, പറയത്തില്ല. പിന്നെ എന്താ മുരളീധരൻ എന്തുവാ? മുരളീധരൻ എന്താ കൊമ്പുണ്ടോ? മുരളീധരൻ ആരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നോ? ഞാൻ പറഞ്ഞത് അച്യുതാനന്ദൻ കേരളത്തിന്റെ എന്റെ പൊന്നെ മിണ്ടാതിരിക്കൂ. അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഇന്റലിജൻസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു കക്ഷിയെ നിങ്ങൾ KPCCയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? നിങ്ങളുടെ ലോജിക്ക് ഇവിടെ പോയി സാറേ. പമ്പയില് പോയി, ശബരിമലയിൽ പോയി. ലോജിക്ക് ഞാൻ അതിന് മറ്റൊരു മറുപടി പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട് അത് തെമ്മാടി. അതല്ലോ ഞാൻ ചോദിച്ചാൽ സന്ദീപ് വചസ്പതി എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? അടുത്ത ചർച്ച പോയിട്ട് നിങ്ങൾ അതാണ് പറയുക. അല്ല, അപ്പൊ നിങ്ങൾ അതെങ്ങനെയാ നയനാരും സഞ്ജീവ് വചസ്പതിയും തമ്മിൽ എങ്ങനെയാ? അല്ല, ഞാൻ മുരളീധരനും VS ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ സന്ദീപ് കമ്പയർ? രാഹുൽ തെമ്മാടിയാണെന്ന് ഞാനോ ശ്രീജിത്ത് തെമ്മാടിയാണെന്ന് ഷാഹുലോ പറഞ്ഞാൽ അത് നമ്മുടെ ഒപ്പീനിയൻ ആണ് സാറേ. പക്ഷേ അതുപോലെ VS-ന്റെ ഒപ്പീനിയൻ ആണത്. VS-ന്റെ ഒപ്പീനിയൻ അല്ല. ഇന്ത്യയെ കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഒരു അജണ്ട ഒരാൾക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അക്കൗണ്ടബിലിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തെമ്മാടി എന്നുള്ള നിങ്ങളുടെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. കേരളത്തിനെ നിങ്ങൾ ഇതിന്റെ PFI ന്യായീകരിക്കുന്നത് നിങ്ങളിപ്പോ ചെയ്യുന്നതാ, നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. നിങ്ങളുടെ കപട മുഖമാണ് ഈ ചർച്ചയിൽ തെളിവാകുന്നത്. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് PFI പറഞ്ഞപ്പോ PFIയും RSS-ഉം കാസയും വർഗീയവാദികളാണെന്ന് പറയുമ്പോൾ താങ്കളോട് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു, താങ്കൾക്ക് അതിനുള്ള ഗട്സ് ഉണ്ടോ? RSS വർഗീയവാദികളെന്ന് പറയാനുള്ള ഗട്സ് ഉണ്ടോ? എന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് മുരളീധരനെ
മുരളീധരനെ കൊണ്ടുവരാനല്ലാതെ തുല്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്, അതായത് ഇവിടെ ഹൈന്ദവവൽക്കരിക്കാനായിട്ട് ഒരു വ്യക്തി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി പറ്റുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. സഭയിൽ പറഞ്ഞതാണ്. ഞാൻ അംഗീകരിച്ചു. ഞാൻ പറയട്ടെ, സഭാ റെക്കോർഡാണ്. സഭാ റെക്കോർഡ് ഞാൻ പറഞ്ഞു. ഇല്ലില്ല, സഭാ റെക്കോർഡ് താങ്കൾ സംസാരിച്ച് കഴിയില്ലേ? സഭാ റെക്കോർഡ്. അപ്പൊ KPCC സർക്കുലർ ഇറക്കി നിങ്ങൾ പറയൂ. KPCC സർക്കുലർ ഇറക്കി ഞാൻ പറയുന്നു, ഞാൻ എനിക്ക് PF ഇവിടെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ PF അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഷെബിൻ ഷാഗുൽ എന്ന് പറയുന്നത്. ഞാൻ ശ്രീജിത് പണിക്കരും തമ്മിലുള്ള വ്യത്യാസം ഇത് കാണുന്നവർക്കറിയാം. അത് കണ്ടോ? നിങ്ങൾ PF വെള്ള പൂശാനായിട്ട് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും. ഞാനിവിടെ RSSനെ പറ്റി മിണ്ടുന്നില്ല. പിന്നെ ന്യായീകരണം ഞാൻ സംസാരിച്ചോണ്ട് ചോദിക്കുന്നു. ഷാഹുൽ ഇങ്ങനെയല്ല സംസാരിക്കാൻ ഗട്സ് ഇല്ലേ? ഗട്സ് ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പാണ് ഞാൻ PFI തീർത്തില്ല. താങ്കൾ വരുന്ന നമുക്ക് കുറച്ച് സമയമുള്ളൂ. അതിന് മുമ്പ് വെയിറ്റ് ചെയ്യുന്നു. മറുപടി പറയൂ. കേരളത്തിനെ ഹൈന്ദവവൽക്കരിക്കാൻ RSSന് അജണ്ടയുണ്ട് എന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ? PFI എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ? പറയട്ടെ. PFI നിരോധിക്കപ്പെട്ടത് PFI എന്ന് പറയുന്ന പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനമാണ്. അയ്യോ, നിങ്ങളുടെ ഒപ്പീനിയൻ അല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ഒപ്പീനിയൻ അല്ല, അതെനിക്ക് കേൾക്കാൻ വേണ്ട. ഞാൻ ചോദിച്ചത് ഇവിടുത്തെ മുഖ്യമന്ത്രി അക്കൗണ്ടബിൾ ആയിട്ട് ഈ രണ്ട് കാര്യത്തിനെയും ഒരേപോലെ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ PFIക്ക് ഇവിടെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഒരു അജണ്ടയുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയും സഭയിൽ ഇന്റലിജൻസ് റെക്കോർഡുകൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ സമാനമായിട്ട് RSSനെ പറ്റി ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി, ഇവിടെ BJPയുടെ മുഖ്യമന്ത്രി ഇന്നുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിന്റേതോ അല്ലെങ്കിൽ UDFന്റെ LDFന്റെ അവരാരെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവന പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അപ്പൊ ഞാൻ ഇനി മറുപടി പറയുന്നവരെ മിണ്ടരുത് കേട്ടോ. ഇതിന് മറുപടി ആയിരിക്കണം, വേറെ എന്തെങ്കിലും പറയാം. ഇതിന്റെ മറുപടിയാണ് പറയാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. കേൾക്കട്ടെ. ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. സംശയമൊന്നുമില്ലല്ലോ. അതെന്റെ വിഷയമല്ലല്ലോ. പറയട്ടെ, അതെന്റെ ചർച്ചയല്ലല്ലോ. താങ്കൾ എന്താ ഇപ്പൊ ഇടംകൂരിടാതെ ഞാൻ പറയട്ടെ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത. പ്രദേശത്തിൽ ഹൈന്ദവ ഭൂമിയാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോറി, PFI ന്യായീകരണം വന്നല്ലോ. അല്ല, എങ്ങനെ PFI ന്യായീകരണം വന്നല്ലോ? ഹൈന്ദവ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ആക്കരുതെന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ PFI കേരളത്തിൽ മുസ്ലിങ്ങളാണോ ഹൈന്ദവരാണോ കൂടുതലുള്ളത്? അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഇസ്ലാമികവൽക്കരിക്കുന്നത്. PFI ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നല്ലോ. PFI എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം. ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഉണ്ട് എന്ന് പറയാനുള്ള ഗട്സ് എനിക്കുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നു. താങ്കൾക്ക് അതിനുള്ള ഗട്സ് ഉണ്ടോ? അവര് ഹൈന്ദവവൽക്കരിക്കുന്നു ആരെങ്കിലും പറഞ്ഞോ? RSS എന്ന് പറയുന്ന പ്രസ്ഥാനം വർഗീയവാദം കാണിക്കുന്നു. വർഗീയവാദം എന്നല്ലല്ലോ. ഉത്തരവില്ല. അല്ല, നമ്മുടെ പോയിന്റ് ഉത്തരവില്ല. നിങ്ങൾക്ക് ചോദ്യമില്ല. നിങ്ങളുടെ ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ ചോദ്യം അതല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ ഷാഹുലെ? നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഒരു അജണ്ടയുണ്ട് എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് സമാനമായിട്ട് ശരിയാണ്. ഞാൻ പറയുന്നു ശരിയാണ്. അതല്ലല്ലോ എന്റെ ചോദ്യം. എന്റെ ചോദ്യം അതേപോലെ RSS ഇവിടെ ഹൈന്ദവവൽക്കരിക്കാനായിട്ട് എല്ലാവരെയും ശ്രമിക്കുന്നു എന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSS ഈക്വൽസ് PFI എന്ന് ഞാൻ സമ്മതിക്കാം. അതിന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. KSUവിന്റെ കോളേജിലെ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ, RSSന്റെ വർഗീയ രാഷ്ട്രീയം ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടുകൾക്കും ഹൈന്ദവ ഇതിനു വേണ്ടി മാത്രമാണെന്നുള്ള. സാറേ, വോട്ടാണോ സാറേ ഈ പറയുന്നത്? ഇസ്ലാമികവൽക്കരിക്കാന്ന് പറഞ്ഞ വോട്ടാണോ ഇരിക്കുന്നത്? PFI ന്യായീകരണം. ഇസ്ലാമികവൽക്കരിക്കാനുള്ള PFI അജണ്ട എന്ന് പറയുന്നത് വോട്ടിനാണെന്ന് നിങ്ങൾ പറയുന്നത്. PFI വെള്ള പൂശുകയോ പച്ച പൂശുകയോ ആണ് സാറേ. ഉത്തരം മുട്ടും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്തുകൊണ്ടില്ല? നിങ്ങളിപ്പോ പറഞ്ഞതാ വോട്ടിന് വേണ്ടിയിട്ടാണെന്നോ? RSSന് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ ചെയ്യുന്നതാണോ സാറേ ഹൈന്ദവവൽക്കരണം? അതാണോ ഇസ്ലാമികവൽക്കരണം? അപ്പൊ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതാണോ ഇസ്ലാമികവൽക്കരണം? മുസ്ലിങ്ങളുടെ വോട്ടിന് ഞാൻ എനിക്ക് ന്യായീകരിക്കേണ്ട ആവശ്യം താങ്കൾ അല്ലല്ല. ഞാൻ വന്നിട്ട് പോലും ഇല്ല. ഞാൻ ഇപ്പോഴും PFIയുടെ കാര്യം തീർന്നിട്ടില്ല.
PFIയുടെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ അതിനെ തുലനം ചെയ്ത് പറഞ്ഞെന്താ? പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഹിന്ദു ഞാൻ ചോദിച്ച ഉത്തരം കേൾക്കൂ. ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ ഓടുവാ. പിണറായി താങ്കളാണ് നിങ്ങളാണ് ഈ കൊഞ്ഞനം കാട്ടുന്നത് തുടക്കം മുതൽ. ഇസ്ലാമികവൽക്കരണം നടത്താനായിട്ടുള്ള അജണ്ട എന്ന് ചോദിക്കുമ്പോ നിങ്ങളിപ്പോ പറഞ്ഞ പോയിന്റ് എന്താ? നിങ്ങൾ പറഞ്ഞ പോയിന്റ് എന്താ? ഉണ്ടല്ലോ, RSSനെ പറ്റി പിണറായി വിജയൻ പറഞ്ഞല്ലോ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന്. സാറേ, ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇസ്ലാമികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമുകളുടെ വോട്ട് കിട്ടാനാണോ സാറേ? അതാണ് നിങ്ങളുടെ വിചാരം? എന്നിട്ട് ഇവിടെ അതാണ് നിങ്ങളുടെ വിചാരം? ഇസ്ലാമൈസേഷൻ, റാഡിക്കലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതാണോ അതിന്റെ സംഭവം? അല്ല അല്ല. പിന്നെന്തോ സംഭവം? പിന്നെന്തിനാ ഹൈന്ദവരെ ക്രൈസ്തവരെ മുസ്ലിം ആക്കാനുള്ള എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ അതിന്റെ തുലനം ഉണ്ടോന്ന് ചോദിച്ചപ്പം ഉണ്ട് പിണറായി വിജയൻ പറഞ്ഞു ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ പറഞ്ഞെന്തിനാ? എന്തിനാ പറഞ്ഞത്? എന്നിട്ട് അത് പറഞ്ഞിട്ട് പോ അടുത്തതിലോട്ട്. അവിടെ ഞാൻ ചവിട്ടി വെച്ചിരിക്കാം നിങ്ങളെ. ഇസ്ലാം ഞാൻ ആദ്യം ചവിട്ടട്ടെ, ഓടല്ലേ ഉരുളല്ലേ, വലിയ എലിയെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കേ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് സങ്കടം തോന്നും. കാരണം എന്തറിയോ? നിങ്ങളുടെ PFI അജണ്ട ഇവിടെ സെല്ലായിട്ടില്ല. ഇത്ര ടെമ്പറേറ്റ് എന്നുള്ളതാണ് എനിക്ക് ഒരു വരാനുള്ള ശേഷിയില്ല. അതിലേക്ക് വരാൻ ചേട്ടാ എത്ര നാളെ വരാൻ തുടങ്ങി? PFIയുടെ കാര്യം ചോദിച്ചിട്ട് മറുപടി ഇല്ലാതെ ഞാൻ ചോദിക്കട്ടെ 4:57 5 മണിക്ക് നമുക്ക് നിർത്താം. ഞാൻ ഒരു 3 മിനിറ്റുള്ളെങ്കിലും പറയാമോ? ഈ ചോദ്യത്തിന് അതിലേക്ക് വരുന്നതിന് മുമ്പല്ലേ നമുക്ക് അവസാനിപ്പിക്കാം. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഞാൻ പിന്നെയും പറയുന്നു, PFIയും കാസയും വർഗീയവാദികളാണ്, അതുപോലെ തന്നെ RSSും വർഗീയവാദികളാണെന്ന് പറയാനുള്ള ശേഷി താങ്കൾക്കുണ്ടോ? ഗട്സ് ഉണ്ടോ? ശരി 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ മറുപടി. 3 മിനിറ്റ് എനിക്കുണ്ടല്ലോ, 10 സെക്കൻഡിനുള്ളിൽ ചോദിക്കൂ. ഞാൻ ചോദിച്ചതിന് സമാനമായിട്ട് പിണറായി വിജയന്റെ പ്രസ്താവന നിങ്ങളെ തൂക്കി ഞാൻ കൈ തന്നല്ലോ. പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു വോട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ന്യായീകരിച്ചു. ഇസ്ലാമികവൽക്കരണം അതല്ല. വോട്ടൊന്നും ഇല്ല സാറേ, തെരഞ്ഞെടുപ്പ് പാർട്ടിയൊന്നും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതരത്വ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി അവിടെ നുഴഞ്ഞു കയറാനാണ് PFI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇത് കാണണം. ഇസ്ലാമികവൽക്കരണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്നത് പോലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതാണ് എന്നാണ് ഷാഹുൽ പറയുന്നത്. അങ്ങനെ മാത്രമല്ല ഞാൻ പറയുമ്പോ ബഹളം ഉണ്ടാക്കല്ലേ, കട്ട് ചെയ്യാതെ ബഹളം ഉണ്ടാക്കാതെ ആൾക്കാർ കേൾക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ന്യായീകരിക്കാനായിട്ട് പറഞ്ഞത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനായിട്ട് RSS ശ്രമിക്കുന്നുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനായിട്ട് ആര് ശ്രമിച്ചാലും പ്രശ്നമല്ല, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനായിട്ട് ആര് ശ്രമിച്ചാലും പ്രശ്നമല്ല, ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ ആര് ശ്രമിച്ചാലും പ്രശ്നമല്ല. അതാണോ ചേട്ടാ ഇസ്ലാമികവൽക്കരണം? ഇസ്ലാമികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, മൗദൂദി പറയുന്നത് പോലെ ലോകം മുഴുവനും ഞങ്ങളുടെ അതോറിറ്റി, അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതരാഷ്ട്രവാദമാണ്. ഇസ്ലാമികവൽക്കരണം എന്ന് പറയുന്നതിനെ വെറും മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനെന്ന രീതിയിലേക്ക് ന്യായീകരിച്ച് പച്ച പെയിന്റ് അടിച്ച് നിരോധിച്ച PFIയെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഈ ചർച്ച. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് മോദി വർഗീയവാദിയാണോ RSS വർഗീയവാദിയാണോ? ഞാൻ പറഞ്ഞു പറയാം, രണ്ടിനും മറുപടി പറയാം, പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് എന്റെ ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്ന കാര്യം, അതിന് തുല്യമായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി RSS ഹൈന്ദവവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന മറുപടിയാണ് പിണറായി വിജയൻ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനാണ് നോക്കിയെന്ന്. വോട്ടല്ല ചേട്ടാ, വോട്ട് കിട്ടാനാണ് നോക്കിയെന്ന്. RSS ശ്രമിക്കുന്നത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനാണെന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ തുല്യം ഇസ്ലാമികവൽക്കരണത്തിന്റെ തുല്യം എന്റെ മനുഷ്യ, നിങ്ങളോട് എങ്ങനെ സംവാദം സാധ്യമാകും? അല്ല, ഞാനൊരു കാര്യം ഇസ്ലാമികവൽക്കരണം നടത്തുന്നില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. അതൊന്നും എന്റെ പ്രശ്നവുമല്ല. ഞാൻ അതൊന്നും ചോദിച്ചില്ല. എന്റെ ചോദ്യം മുസ്ലിങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കുഴപ്പമില്ല, സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഇസ്ലാമികവൽക്കരണം ചെയ്യുന്നുണ്ടാവാം, ചെയ്യുന്നുണ്ട്. കാരണം വർഗീയ പ്രസ്ഥാനമായതുകൊണ്ട് ചെയ്യും. ചെയ്യുന്നുണ്ട് സാറേ. എന്റെ ചോദ്യം അതൊന്നും അല്ലില്ലേ. ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് അല്ലല്ലോ, ഇത് ക്വിസ് ഒന്നും അല്ലല്ലോ, ഇത് ഒരു സംവാദമാണ്. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വന്നപ്പോ എന്താ പറഞ്ഞേ? നമ്മുടെ സംവാദം മട്ടിലാ പോകുന്നത്. അപ്പൊ എന്താ ഞാൻ നിങ്ങളോട് ചോദിക്കും, അതിന് നിങ്ങൾ ഞാൻ ചോദിച്ചു പറഞ്ഞല്ലോ ഇല്ലല്ലോ. എന്താ പറയാ, ഇസ്ലാമികവൽക്കരണത്തിന് തുല്യമാണോ സാറേ RSS ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത്? ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്നതും ഹൈന്ദവവൽക്കരണം ഒന്നോ അല്ലേ രണ്ടോ?
ഹൈന്ദവവൽക്കരണം എന്ന് പറയുന്നതും ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനുള്ള ശ്രമവും ഒന്നോ രണ്ടോ രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ പിന്നെ ഇസ്ലാമിക പരാമർശം നടത്തിയിട്ടുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. എത്രത്തോളം പരാമർശങ്ങൾ പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഭാഗത്തുനിന്നും നീക്കുന്നതിന്റെ ഭാഗത്തുനിന്നും അതല്ലല്ലോ ചോദ്യം. അതൊക്കെ എണ്ണി നോക്കുകയാണെങ്കിൽ ചോദ്യം അതല്ലല്ലോ. നിങ്ങളോട് ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? താങ്കൾ BJP കാരനല്ലോ. പിണറായി വിജയൻ പിന്നെ എന്തിനാണ് RSS പേടിക്കുന്നത്? RSS BJP തമ്മിൽ അല്ലല്ലോ. പിന്നെ എന്താണ് RSS വർഗീയവാദി എന്ന് പറയുന്നത്? പറഞ്ഞു തുടങ്ങിയത് ഞാൻ പറഞ്ഞു തുടങ്ങി. ആരെയാണ് താങ്കൾ ഭയക്കുന്നത്? ആരെയാണ് ഞാൻ ഭയക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് തുടങ്ങിയപ്പോൾ പറഞ്ഞെന്താ, ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം 3 മിനിറ്റ് കഴിഞ്ഞു. താങ്കൾ പറയാമെന്ന് പറഞ്ഞ് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിന്റെ 3 ഇരട്ടി സമയമായി. ഞാൻ നിങ്ങളോട് ചോദിച്ചു. എന്ത് പറഞ്ഞു? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ? ഇല്ല. ഇസ്ലാം ഒന്നല്ല ഞാൻ പറഞ്ഞില്ലേ? താങ്കൾ ചോദിച്ചു അപ്പൊ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം എന്താ? ഇസ്ലാമികവൽക്കരണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് തുല്യമായിട്ട് മറ്റേതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഹൈന്ദവവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന് നിങ്ങൾ കൊണ്ടുവന്ന ഉത്തരം വാലിഡ് അല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ വിട്ടു. അപ്പൊ അതിനർത്ഥം VS അച്യുതാനന്ദന്റെ കണ്ണിൽ PFIയും RSSഉം ഒന്നാണോ? VS അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയുടെ കണ്ണിൽ PFIയും RSSഉം വ്യക്തിപരമല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്നതെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? VS അച്യുതാനന്ദൻ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? VS അച്യുതാനന്ദൻ പിണറായി വിജയൻ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി എന്ന രീതിയിൽ പറയുന്നത് എല്ലാം അംഗീകരിക്കും. സഭയിലുള്ളതാണ്. സഭയിലുള്ള റെക്കോർഡ് അംഗീകരിക്കും. പിണറായി വിജയൻ ഒരു ദിവസം ഒന്ന് പറയാണ്, പിണറായി വിജയൻ സഭയിലുള്ള റെക്കോർഡ് അംഗീകരിക്കും. മണ്ടനും വിവരദോഷിയുമാണെന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കും. സഭയിൽ പറയോ? സഭയിൽ പറഞ്ഞ അംഗീകരിക്കാം കേട്ടോ. സഭയിൽ അങ്ങനെ പറയാൻ പറ്റുമോ? സഭയിൽ പറഞ്ഞ സഭയുടെ രേഖകൾ വരുന്നല്ലേ? സഭാ രേഖകളിൽ അങ്ങനെ പറയാൻ പറ്റില്ല സാറേ. പുറത്തുനിന്നുള്ള ഒരാൾ നിങ്ങൾക്ക് അതിനെ പറ്റി പോലും അറിയത്തില്ല. പുറത്തുനിന്നുള്ള ഒരാൾ അതും നിങ്ങൾക്ക് അറിയത്തില്ല. അതും നിങ്ങൾക്ക് അറിയത്തില്ല. അതായത് കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നത് 2010 അദ്ദേഹം അവിടെ പറഞ്ഞു, ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ. അതിനുശേഷം നടന്ന നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് സഭാരേഖയുടെ ഭാഗമാണ്. അന്നേരം നിങ്ങൾ ചോദിക്കുന്നു സഭയെ പറഞ്ഞിട്ടുണ്ടോ? സഭയെ പറഞ്ഞിട്ടുണ്ടെന്നല്ല ഈ പറഞ്ഞത്. അപ്പൊ സഭയെ പറഞ്ഞിരിക്കുന്ന അതേപോലത്തെ RSSന്റെ സഭയെ നിങ്ങൾ ചോദ്യം പറ. 5-3 പെട്ടെന്ന് നിർത്താം. ആ ചോദ്യത്തിന് മറുപടി പറ. ഏതെങ്കിലും മുഖ്യമന്ത്രി RSS സമാനമായി ഹൈന്ദവവൽക്കരണത്തിന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ അരമണിക്കൂറായിട്ട് പറയൂ. താങ്കൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ അകത്ത് കോമൺ സെൻസ് ഉത്തരം പറയാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ വാദം, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് സമാനമായിട്ടുള്ള കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വേറൊരു ഉദാഹരണം കൊണ്ടുവന്നു. നിങ്ങൾ തന്നെ അത് പിൻവലിച്ചു. എങ്കിൽ ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിന് സമാനമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ പോരെ? അത് നിങ്ങൾ പറയുന്നത്. അതിനാ ഞാൻ പറയാൻ വേണ്ടി പോകുന്നു. താങ്കൾ പറയൂ. അതിന് ചോദ്യം മണ്ടനാണോ എന്നല്ല. നിങ്ങൾ സമയം കുറച്ചുകൂടെ സംയമനം പാലിക്കും. നിങ്ങൾ വായി തോന്നുന്നു പറയേണ്ടത് ചോദ്യത്തിന് ഞാൻ പറഞ്ഞു. നിങ്ങൾ മറുപടി പറയൂ. മറുപടി പറയൂ. നിങ്ങൾക്ക് ഉത്തരവില്ലാത്തതുകൊണ്ട് നിങ്ങൾ നീട്ടിക്കൊണ്ട് പോവാണ്. മറുപടി പറയൂ. നിങ്ങളാ പറയേണ്ടത്. പറയൂ. താങ്കൾ സംസാരിക്കരുത്. അപ്പം ഇനി ഞാൻ പറയട്ടെ. അതായത് കേരളവും ഇന്ത്യയും എന്ന് പറയുന്നത് ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അവിടെ RSS പിന്നെയും ഹൈന്ദവവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു അഡീഷണൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ മുസ്ലിങ്ങളെ എങ്ങോട്ട് ഹിന്ദുക്കളാക്കി കഴിഞ്ഞാൽ അത് ഹൈന്ദവവൽക്കരണം അല്ലേ? അതിനല്ലേ ശ്രമിക്കുന്നത്? ഹൈന്ദവവൽക്കരണത്തിന് ശ്രമിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യകത ഇല്ലല്ലോ. ഓൾറെഡി ഹൈന്ദവ ഭൂരിപക്ഷം ഈ VS അച്യുതാനന്ദൻ പറഞ്ഞ എന്താ, 30 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തിനെ ഇസ്ലാമികവൽക്കരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം നിലവിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് PFI നടത്തുന്നതല്ലേ പറഞ്ഞത്? അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൽ ഹിന്ദു ഭരണകൂടമാണോ സാറേ ഇരിക്കുന്നത്? ഹിന്ദു ഭരണകൂടം ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇസ്ലാമിക ഭരണകൂടം അല്ലാത്തതിനെ ആക്കുമെന്നല്ലേ നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ RSSനെ അതേപോലെ എതിർക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഹൈന്ദവവൽക്കരണം കൊണ്ടുവന്നിട്ട് ഹൈന്ദവ ഗവൺമെന്റ് ഉണ്ടാക്കണ്ടേ? അതല്ലേ നിങ്ങളുടെ വാദം? അതെങ്ങനെ ശരിയാവുന്നേ? ഹൈന്ദവ ഗവൺമെന്റ് ഉണ്ടാക്കാന്നുള്ളത് എന്റെ പൊന്നെ, ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നല്ലേ വാദം എന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ RSS ശ്രമിക്കുന്നത് എന്തിനാ? അതേപോലെ ഹിന്ദു ഗവൺമെന്റ് ഉണ്ടാക്കണ്ടേ? PFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ ഭൂരിപക്ഷത്തിലേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണല്ലോ താങ്കളുടെ വാദം. അങ്ങനെ അല്ലല്ലോ ചേട്ടാ. താങ്കൾ എന്താണ് പറയുന്നത്? ഇസ്ലാമികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ കേട്ടെ. ഇസ്ലാം വോട്ടാണെന്ന് പറഞ്ഞു, ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ 50 തവണ പറഞ്ഞ കാര്യം താങ്കൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല. തവണ ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഇസ്ലാമികവൽക്കരണം? താങ്കൾ പറഞ്ഞ ഇസ്ലാമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥരെ എല്ലാവരെയും ഇസ്ലാമികവൽക്കരണത്തിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമാക്കി ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. PFI ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഹൈന്ദവൽക്കരണത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇവിടെ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമാണ്. അപ്പൊ പിന്നെ ഇവിടെ അങ്ങനെ ചെയ്യേണ്ടതില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നല്ല, ആണല്ലോ, ചെയ്യേണ്ടതില്ലല്ലോ. ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ എന്നാ പറയുന്നത്. അല്ല, ചെയ്തിട്ട് എന്നാ ഹിന്ദു ഗവൺമെന്റ് ഓൾറെഡി പറയുന്നുണ്ടല്ലോ ഹൈന്ദവൽക്കരണം. എനിക്കെന്താണ് ഞാൻ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി
സഭയിൽ പറഞ്ഞ കാര്യം. ഞാൻ തിരിച്ചു ചോദിച്ചല്ലോ, പിണറായി വിജയൻ പറഞ്ഞതെല്ലാം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? എടാ പൊന്നെ, സഭയിൽ പറഞ്ഞ അംഗീകരിക്കട്ടെ. സഭയിൽ പറഞ്ഞ രേഖാമൂലമുള്ള കാര്യം എത്രയോ കാര്യങ്ങൾ സഭാ രേഖയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം അംഗീകരിക്കാൻ ഇത് നീക്കം ചെയ്തിട്ടില്ല, ഉള്ളതാണ്. അത് പഠിക്കണം, എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. ചുമ്മാ നീക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് ആണെങ്കിൽ തന്നെ ഞാൻ പറയുന്നു, ആണെങ്കിൽ തന്നെയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഹൈന്ദവവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും ചേട്ടാ ഇത് നമുക്ക് അവസാനിപ്പിക്കണം. ഞാൻ വളരെ സിമ്പിളായിട്ട് അവസാനിപ്പിക്കാൻ ചോദ്യം. അങ്ങനെ നിർത്താൻ പറ്റൂല. കാരണം ഹൈന്ദവവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികവൽക്കരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാൻ അതുകൊണ്ട് ഹൈന്ദവവൽക്കരണം പറഞ്ഞുതരാം. ഹൈന്ദവവൽക്കരണം അതാണല്ലോ നിങ്ങൾ ഇത്ര നേരം ഉരുണ്ടത്. വർഗീയവാദികളാന്ന് പറയാൻ ഒരു മടിയില്ലാത്ത അതാണ് താങ്കളുടെ എന്റെ മതേതരത്വം, താങ്കളുടെ മതേതരത്വം അത് കാണുന്നവർക്ക് മനസ്സിലാവും. അഭിപ്രായം അല്ല ഞാൻ 100% ജനങ്ങൾ വിലയിരുത്തട്ടെ. അതെ അതെ, അത് കമന്റ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞതല്ല. ഒറ്റ കാര്യം, ഹൈന്ദവവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളാക്കുക, കൺവേർട്ട് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരുടേതായിട്ടുള്ള മതം നിയമം ഇവിടെ നടപ്പാക്കുക. നടപ്പാക്കിയതിനു ശേഷം അവരുടെ കൊണ്ടുവരിക. അതാണ് ഇസ്ലാമികവൽക്കരണം. ഞാൻ ഹിന്ദു പറഞ്ഞ മറ്റു മുസ്ലിം അല്ല പറയുന്നത്. ഹിന്ദു നിയമം കൊണ്ടുവരിക. ഹിന്ദു നിയമം കൊണ്ടുവന്നിട്ട് ഹിന്ദു സർക്കാരിനെ കൊണ്ടുവരിക. ഇതാണ് ഹൈന്ദവവൽക്കരണം. അങ്ങനെയാണെങ്കിൽ അത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനെക്കുറിച്ച് സഭാരേഖകളിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എട്ടാമത്തെയോ പത്താമോ ഇതിനല്ലേ ചേട്ടാ അരമണിക്കൂർ നിങ്ങൾ സമയം പറഞ്ഞത് കൊണ്ട് ഞാൻ കൃത്യമായി ഒരു വ്യക്തി, ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് RS വർഗീയവാദികളല്ലാതാവോ? തുല്യമാണോ എന്നാ ചോദിച്ചത്. തുല്യമല്ല. തുല്യമല്ല. PFI ആണെന്ന് സംസ്ഥാനം ഭരിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് അഭിപ്രായമില്ല. രണ്ടുപേരും, ഒരാൾ ന്യൂനപക്ഷ വർഗീയത, ഒരാൾ ഭൂരിപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. താങ്കൾക്ക് അഭിപ്രായം? ഞാൻ പറഞ്ഞ സഭാരേഖകളിൽ കഴിഞ്ഞു. ഡയലോഗ് അടിക്കണ്ട, അങ്ങനെ ഡയലോഗ് അടിച്ച് പോകണ്ട. ഞാൻ പറഞ്ഞോട് വർഗീയവാദിയാണോ? ഇത് തീർന്നിട്ടല്ലേ അങ്ങോട്ട് പോന്നെ? ഇത് തീർന്നിട്ട് പോകാന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ അരമണിക്കൂറിൽ നമുക്കിത് അവസാനിപ്പിക്കണ്ടേ? നിൽക്കൂ. കഴിഞ്ഞ അരമണിക്കൂറിൽ നിങ്ങൾ ഈ പറഞ്ഞിരുന്ന സാധനം മുഴുവനും എന്താണ്? ഈ ഒരു പോയിന്റിന് മറുപടി നൽകാൻ ഇല്ലാതെ നിങ്ങൾ പലത് പറഞ്ഞു. ഞാൻ 50 തവണ ഇതിന് മറുപടി പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഈ എപ്പിസോഡ് ഇത്രയും നീളാൻ കാരണമായത് നിങ്ങൾ ഈ കാര്യത്തിന് മറുപടി നൽകാതെ ഉരുണ്ടത് കൊണ്ടാണ്. ആ ഉരുണ്ടിട്ട് നിങ്ങൾ എവിടെ വരെ പോയി നോക്ക്. ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇവിടെ RSS ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ ശ്രമിക്കുന്നു എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ. അതെന്ത്? അതല്ലെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവസാനം ഇത്രയും നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ശരിയാണ്, അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. എന്റെ പോയിന്റ് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ തീർന്നേനെ. ഇത് രണ്ടും ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ, കേരളം ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിമാർ സഭാരേഖകൾ പ്രകാരം അക്കൗണ്ടബിലിറ്റിയോടുകൂടി അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടില്ല. അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം രാഷ്ട്രീയമാണ്. ഇപ്പം കോൺഗ്രസ് എന്തോ പ്രശ്നമാണ്, കോൺഗ്രസ് മുക്ത ഭാരതം ഇവിടെ വേണമെന്നല്ലേ BJP പറയുന്നത് അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ അഭിപ്രായമല്ലേ? ഗോസ്പലാണോ? അത് പ്രധാനമന്ത്രി പറയും അല്ലെ, കോൺഗ്രസ് മുക്ത ഭാരതം വേണമെന്ന് പ്രധാനമന്ത്രി പറയും. പക്ഷെ പ്രധാനമന്ത്രി ആ സാധനം പറഞ്ഞത് സഭയിൽ രേഖകളിലാണോ? അല്ല, പുറത്തേക്ക് പറയുമായിരിക്കും അല്ലെ. വി മുരളീധരനോ കെ മുരളീധരനോ ഒക്കെ പറയുമായിരിക്കും അല്ലെ. അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല. അത് രാഷ്ട്രീയ പ്രസ്താവനയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നമ്മുടെ ഗവർണർ പോലും പുറത്ത് വെച്ചിട്ട് ഒരേ സ്ഥലത്ത് വെച്ചിട്ടാ പറഞ്ഞത് SFI തെമ്മാടികളാണെന്ന് അല്ലെ. അദ്ദേഹത്തിനെ താങ്കൾ ശരിയല്ലേ? എല്ലാം അംഗീകരിച്ചോ? ഈ വാദത്തിന് എന്തിന് ഇത്രയും തന്നെ തർക്കിച്ചു? ഇനി അടുത്ത ചോദ്യം. എല്ലാം അംഗീകരിച്ചു. ഇനി ഇപ്പൊ ഇതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ പോയിന്റുകൾക്കൊക്കെ എല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുള്ള എനിക്ക് 100% ബോധ്യമുണ്ട്. അത് ഇറങ്ങുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതെ അതെ, കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുള്ള എനിക്ക് യാതൊരു ഡൗട്ടിൽ താങ്കൾക്ക് മറുപടി കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്ത. അതെന്ന് നിങ്ങൾക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റൂലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വാദം തുടക്കം മുതൽ പാളി എന്നുള്ളത് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ജനങ്ങൾ നിങ്ങൾ രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. നിങ്ങളെ ജനങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് അത് അഭിപ്രായം വരുമ്പോഴല്ലേ, അത് അന്നേരം കാണാം. ഞാൻ പറഞ്ഞത് എന്താ, കമന്റ് വരുമ്പോ കാണാം. നിങ്ങളെല്ലാം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഞാൻ തീവ്രവാദി. നിങ്ങൾ എന്തായാലും എനിക്കെന്ത്, നിങ്ങൾ PFI പിന്തുണയ്ക്കുന്നുണ്ടോ RSS എന്റെ വിഷയമല്ല. എന്നോട് ചോദിക്കാനുള്ള ചോദ്യം, ആ ചോദ്യത്തിൽ നിങ്ങൾ 3/4 മണിക്കൂർ തർക്കിച്ചിട്ട് നിങ്ങൾ അവസാനം പറഞ്ഞ പോയിന്റ്, ബോട്ടം ലൈൻ എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പോലെ, ഇസ്ലാമികവൽക്കരണവുമായി ബന്ധപ്പെട്ട് PFIയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ, സഭയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കാര്യവും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും RSSനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് 3/4 മണിക്കൂർ തർക്കിച്ചതിന് ശേഷം ഷാഹുൽ ഇവിടെ പറയേണ്ടി വന്നിരിക്കുന്നു. ഇത്രയും സമയം എടുക്കണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി താങ്കൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചോ. അല്ല, അതിന് വളരെ കൃത്യമായിട്ട് ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ആൻസറുകൾ ഓരോന്നുമാണ് ഞാൻ ഇപ്പൊ ഈ മുഖ്യമന്ത്രി 15 സെക്കൻഡിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രി RSSഉം സഭയിൽ
രണ്ടും വർഗീയവാദികൾ എന്നെ സഭാരേഖകളിൽ ഇറങ്ങുമ്പോ PFIയും RSSഉം കാസിയും അടിയിൽ വന്ന് കമന്റ് ഇടും ഞാനൊരു വർഗീയവാദിയാണ്. പക്ഷെ താങ്കൾ സപ്പോർട്ട് ചെയ്യും. RSSന്റെ സപ്പോർട്ടിന് പുള്ളിക്ക് ആരൊക്കെ പുള്ളിയെ വർഗീയവാദി എന്ന് വിളിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയട്ടെ. RSS എന്നല്ല, ആരൊക്കെ പുള്ളിയെ വർഗീയവാദി എന്ന് വിളിക്കും എന്നുള്ളതിനെ കുറിച്ച് പുള്ളിക്ക് നല്ല ധാരണയുണ്ട്. ഞാനിവിടെ പറഞ്ഞു നിലപാട് കാത്തുസൂക്ഷിക്കുന്ന ഇതല്ലല്ലോ PFI വെളുപ്പിക്കലല്ല മതേതരത്വം. നിങ്ങളുടെ മതേതരത്വത്തിന്റെ ഡെഫിനിഷനിൽ എന്തോ പ്രശ്നമുണ്ട്. ഇനി നിങ്ങൾ ചോദ്യം ചോദിക്കും. അപ്പൊ താങ്കളുടെ അവസാനത്തെ ചോദ്യമാണ്, കാരണം നമുക്കിത് അവസാനിപ്പിക്കണം. ഒരുപാട് നമ്മൾ എന്റെ തൊണ്ടുപറ്റി താങ്കളുടെ തൊണ്ടുപറ്റി എന്നുള്ളത് എനിക്കറിയാം. അപ്പം സീതേട്ട, അവസാനത്തെ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ചോദിക്കാം. RSSഉം മോദിയും വർഗീയവാദിയാണോ? RSS മോദിയും വർഗീയവാദിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉദാഹരണം ഇതും പറയാം. താങ്കൾ എത്ര എണ്ണം പറയാം? ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് എന്താണ് പറഞ്ഞത്? അതായത് സ്വന്തം വീട് നഷ്ടപ്പെട്ട്, കുടി നഷ്ടപ്പെട്ട്, കിടക്കാൻ ഒരു ഗതിയുമില്ലാതെ എന്താ പറയുക, കടത്തിന്മേൽ കിടന്നുകൊണ്ടിരുന്ന മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ നോക്കിക്കൊണ്ട് അവർ പെറ്റ് പെരുകാൻ വേണ്ടി കിടക്കുന്നവരാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധരെ. കുടിയേറ്റം നടത്തുന്നവരാണെന്ന് പറഞ്ഞാൽ 20%വും 80% തമ്മിലാണ് RSSന്റെ ഏറ്റവും വലിയ ഐഡിയോളജി ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്ന യോഗി ആദിത്യനാഥാണ്. ഇവിടെ ഉത്തർപ്രദേശിൽ 20%വും 80% തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞ ഒന്നും താങ്കൾക്ക് ഒരു വർഗീയവാദമായിട്ട് തോന്നുന്നില്ല? വർഗീയവാദം ഇവർ മാത്രം പറയുന്ന വർഗീയവാദമാണ്. ആ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന എല്ലാ ആൾക്കാരും വർഗീയവാദികളാണ് അല്ലേ? വേറെ ആരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്? വേറെ എനിക്കറിയത്തില്ല, താങ്കൾ പറയൂ. ഇന്ത്യയിലെ വിഭവങ്ങളുടെ അവകാശം പ്രാഥമികമായി മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വർഗീയമാണോ അല്ലേ? ഇന്ത്യയിലെ വിഭവങ്ങൾ, ഇന്ത്യയിലെ റിസോഴ്സസിന്റെ ഫസ്റ്റ് റൈറ്റ് മുസ്ലിങ്ങൾക്കായിരിക്കണം എന്ന സ്റ്റേറ്റ്മെന്റ് വർഗീയമാണോ അല്ലയോ? അല്ലെങ്കിൽ വേണേൽ തിരിച്ചു വയ്ക്കാം, ഇന്ത്യയിലെ വിഭവങ്ങളുടെ റിസോഴ്സസിന്റെ ഫസ്റ്റ് റൈറ്റ് ഷുഡ് ബി ടു ഹിന്ദുസ് എന്നാരെങ്കിലും പറഞ്ഞാൽ വർഗീയമാണോ അല്ലേ? അത് വർഗീയമാണെന്നല്ല, അത് പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പറയാൻ പാടില്ല. ഇന്ത്യ എന്ന് പറയാൻ വർഗീയത എന്ന് പറയാമെങ്കിൽ വർഗീയത എന്നും പറയാം. അതിനെ അങ്ങനെ പറയണമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അതിലെവിടെയാണ് വർഗീയത എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അകത്ത് രാജ്യത്തുള്ള എല്ലാ വിഭവങ്ങളുടെയും പ്രാഥമിക അവകാശം ഹിന്ദുക്കൾക്കാണ് എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? പ്രാഥമിക അവകാശം ഹിന്ദുക്കൾക്കാണ്, അതായത് എന്റെ കൺമുന്നിൽ ഞാൻ കാണുന്നത് ഗവൺമെന്റ് ഒരു ബാങ്കിൽ അപരമത വിദ്വേഷത്തിനെയാണ് ഞാൻ വർഗീയതയായിട്ട്. അപരമത ഉദ്ദേശം ഇല്ലേ? ന്യൂനപക്ഷം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾക്കാണ് ഫസ്റ്റ് റൈറ്റ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, താങ്കൾ ആരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾ പറഞ്ഞ ആരാ? എനിക്കറിയത്തില്ല ആരാ പറഞ്ഞത്. സെക്കൻഡ്, ന്യൂനപക്ഷങ്ങളായിരിക്കും അങ്ങനെ എന്നിപ്പോ പറഞ്ഞല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് ഫസ്റ്റ് റൈറ്റ് എന്ന് എവിടെ പറഞ്ഞിരുന്നു? ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, താങ്കൾ പറഞ്ഞാണ്. അല്ലല്ല, നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. ന്യൂനപക്ഷം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതാവാം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആവാം എന്നുള്ളത് ജസ്റ്റിഫിക്കേഷൻ ആണോ എന്നാണ് എന്റെ ചോദ്യം. അല്ല. അപ്പൊ പിന്നെ അത് തെറ്റാണോ അല്ലേ? അത് തെറ്റാണ്. വർഗീയം എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആർക്കും പ്രാഥമിക ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഉള്ളതാണ് ഇന്ത്യ. അല്ല, ആരുടെയും സ്വത്തൊന്നും അല്ല. UP ഹൈന്ദവന്റെയാണ്, മതമുള്ളവന്റെയാണ്, മതമില്ലാത്തവന്റെയാണ്, പായസിയുടെ ആണ്, ജൈനന്റെ ആണ്, അത് നമുക്കെല്ലാം അറിയാം. വിശദീകരിക്കണ്ട. ഞാൻ അറിയാമോ എന്നുള്ള എനിക്ക് ചെറിയ ഡൗട്ട്. അത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇത് കേൾക്കുമ്പോൾ അപ്പൊ ഈ ചിരി കാണണം കേട്ടോ. എന്റെ ചോദ്യം വളരെ ലളിതമായിട്ടുള്ള 2 മിനിറ്റ് അവസാനിപ്പിക്കാം. നിങ്ങൾ മറുപടി പറയാതെ ഞാനിങ്ങനെ നിർത്തുന്നത്. ലളിതമായ ചോദ്യം, ഇന്ത്യയിലെ വിഭവങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള അവകാശം ഹിന്ദുക്കൾക്കാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വർഗീയമാണോ അല്ലയോ? ഹിന്ദുക്കൾക്കാണെന്ന് പറഞ്ഞാൽ വർഗീയമാണെന്നല്ല, അത് പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ്. പ്രാഥമിക, കാരണം അപരമത വിദ്വേഷമല്ല അത് ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കാം. അല്ല, ഒരു മതത്തിനെ ഫേവർ ചെയ്യുന്നതാണ് മറ്റൊരു മതത്തിന് മുകളിലാണ് എന്റെ വേറൊരു മതം എന്ന് പറയുന്നത്. പ്രാഥമിക അവകാശം എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ ബാങ്ക് ലോൺ തരുന്നതെല്ലാം ആദ്യത്തെ പ്രയോറിറ്റി ഹിന്ദുക്കൾക്ക്, പിന്നെ മുസ്ലിങ്ങൾക്ക്, പിന്നെ ക്രിസ്ത്യാനികൾക്ക്. അങ്ങനെ പറഞ്ഞാൽ അത് വർഗീയമാണോ അല്ലേ? അത് വർഗീയമാണ്. അത് തന്നെയാണ് സാറേ. പറഞ്ഞേ അങ്ങനെ ആരാ പറഞ്ഞു? ഇനി അത് അതും കൂടി കേൾക്കട്ടെ. ആരാണ് പറഞ്ഞത് വർഗീയമാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണോ പറഞ്ഞത്? നിങ്ങളോട് ആരാ പറഞ്ഞത്? വർഗീയമാണോ? അത് വർഗീയം. ഞാൻ ഇപ്പോഴും അതിന് ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ വിഭവങ്ങളുടെ പ്രാഥമിക അവകാശം മുസ്ലിങ്ങൾക്കാണ്. ഹിന്ദുക്കളുടേത് പറയുവാണെങ്കിൽ മുസ്ലിങ്ങളുടെ പറഞ്ഞാലും വർഗീയമാണല്ലോ. വർഗീയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഉണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വർഗീയമാണോ? ഇനി ആരാണ് വർഗീയമാണോ?
വർഗീയമാണെന്ന് തന്നെ കരുതൂ. ആരാണ് പറഞ്ഞത്? പറ്റില്ല, വർഗീയമാണോ അല്ലേ? അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നിങ്ങൾ പറഞ്ഞ യോഗി ആദിത്യനാഥ് 20% മത്സരം അത് ഇത് തമ്മിൽ താരതമ്യപ്പെടുത്താൻ ചെയ്യപ്പെട്ട അതായത് ചെറിയ സ്റ്റേറ്റ്മെന്റ് നാളെ ഇന്ത്യയുടെ കേൾക്കുന്ന എല്ലാവർക്കും അതാണോ? അതോ ഈ പെറ്റ് പെരുകുന്നവർ, കുടിയേറി വന്നവർ, പെറ്റ് പെരുകി ചുമ്മാ എന്താ ജനസംഖ്യ കൂട്ടാൻ കിടക്കുന്നവരാണെന്ന് പറയുന്നതാണ് വർഗീയത. ഇതിന് സ്റ്റേറ്റ്മെന്റ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾ പറയുള്ളൂ. നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറയുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗങ്ങളുടെയും പ്രാഥമിക അവകാശം ഹിന്ദുക്കൾക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും സ്റ്റേറ്റ്മെന്റാ, വേറെ കുഴപ്പമില്ല. ആ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിന് വർഗീയം എന്താ പറയാത്ത? വർഗീയതയാണ്. ഇനി പറയൂ ബാക്കി. വർഗീയതയാണ് പറയും. പറഞ്ഞത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മൻമോഹൻ സിംഗ് വർഗീയവാദി ആണെങ്കിൽ, ഈ സ്റ്റേറ്റ്മെന്റ് വർഗീയമാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പൊളിറ്റീഷ്യൻസും ഇൻക്ലൂഡിംഗ് നരേന്ദ്രമോദി, ഇൻക്ലൂഡിംഗ് അമിത് ഷാ, ഇൻക്ലൂഡിംഗ് യോഗി ആദിത്യനാഥ് വർഗീയവാദികളാണ്. അത്രേ ഉള്ളൂ. RSS വർഗീയവാദികളാണ്. ഈ പ്രസ്താവന കോൺഗ്രസ് തിരുത്തിയിട്ടില്ല. RSS പ്രസ്ഥാനം ഈ പ്രസ്താവനയെ കോൺഗ്രസ് തിരുത്തിയില്ല. കോൺഗ്രസ് ആ പ്രസ്താവനയെ തിരുത്താത്തത് കൊണ്ട് കോൺഗ്രസ് വർഗീയവാദമാണെങ്കിൽ RSSും BJPയും എല്ലാം വർഗീയവാദമാണ്. ഈ വർഗീയവാദം എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലല്ല, മൾട്ടി ഡയറക്ഷനിലാണ്. ഹൈവേ ആണ്, അങ്ങോട്ടും വണ്ടി പോകും ഇങ്ങോട്ടും വണ്ടി വരും. അപ്പോ സെലക്റ്റീവായിട്ട് നമുക്കിത് പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ CAA സമരം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നതാണ് വസ്ത്രം കണ്ടാൽ പ്രതിഷേധക്കാരെ നമുക്ക് തിരിച്ചറിയാമല്ലോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നോട് 24 ന്യൂസിലെ അരുൺ ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിയിൽ ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു, ആ പ്രസ്താവന വർഗീയ പ്രസ്താവനയാണ് എന്ന് പറയാനായിട്ട്, ക്യാമറയിൽ നോക്കി പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? അത് പറഞ്ഞിരിക്കുന്ന അമിത് ഷാ വർഗീയവാദിയാണ് എന്ന് പറയാൻ കഴിയുമോ? ഞാൻ ക്യാമറയിൽ നോക്കി ഇതേപോലെ പറഞ്ഞു, ആ പ്രസ്താവന വർഗീയ പ്രസ്താവനയാണ്. അമിത് ഷാ ആ പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിത് ഷാ വർഗീയവാദിയാണ്. എനിക്ക് പേടിയില്ല. നിങ്ങൾ ഉരുണ്ടു. ഈ പ്രസ്താവന ആരുടേതോ ആണ്, അത് പ്രശ്നമായേക്കാം എന്ന് തോന്നിയിട്ട് വർഗീയമല്ലത് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ മറ്റേതെന്താ സ്റ്റേറ്റ്മെന്റ്? പിന്നെ ഒലക്കയാണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മാറ്റല്ലേ? വർഗീയമാണ് എന്ന് പറഞ്ഞാൽ വർഗീയമല്ല ഒന്ന്. എന്റെ ഷാഹുലെ ഇനി ഉരുളണോ? നിങ്ങൾ ഈ സാധനം സമ്മതിച്ചതിന് ശേഷം എന്റെ പൊന്നു ചങ്ങാതിമാരെ ഒന്നല്ല, എത്ര വേണേലിരിക്കാം. ഇതിന്റെ സം സ്റ്റോറി, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യാതെ, സം സ്റ്റോറി പുള്ളി ഒരു ഗ്രഹപാഠവും ചെയ്യാതെ കുറെ ചോദ്യങ്ങളുമായിട്ട് വന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന് അത് തിരുത്തപ്പെട്ടു എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമില്ല. ഇൻഡിപെൻഡന്റ് ആയി മാധ്യമങ്ങളാണ് അത് തിരുത്തിയത് എന്നതിനെ കുറിച്ച് ബോധ്യമില്ല. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എവിടെയോ സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നു എന്നാണ് അദ്ദേഹം ധരിച്ചത്. അങ്ങനെ ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു സിവിൽ സ്യൂട്ട് ആയിരുന്നതിനെ എങ്ങനെയാണ് ബാബറി പ്രശ്നം തർക്കം തീർപ്പാക്കിയത് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യം ഇവിടെ പറഞ്ഞു. UPIയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചിട്ടുള്ള ധാരണയില്ല. സാങ്കേതികമായിട്ടുള്ള മുന്നോക്കത്തിനെ കുറിച്ച് അറിയാതെ വികസിത രാജ്യങ്ങൾ എന്നുള്ള ഒരു ഉദാഹരണം അദ്ദേഹം കൊണ്ടുവന്നിട്ട് അവിടെ പെട്ടു. പലർക്കും ഹാക്ക് ചെയ്യാനായിട്ട് അവരവർ കൊണ്ടുവന്നിരിക്കുന്ന വോട്ടിംഗ് മെഷീൻ പറ്റും, ഞാൻ ഞങ്ങളുടെ ബൈബിളെ വായിക്കൂ എന്ന് പറയുന്ന പോലെ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടിംഗ് മെഷീനെ ഹാക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്നതിൽ ഒരാളും ഇന്നേ വരെ ആ കവാടത്തിൽ ഒന്ന് പോയി നോക്ക് ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി. അടുത്തത് PFIയും RSSും ഒരേപോലെയാണോ എന്ന ചോദ്യത്തിൽ 1.25 മണിക്കൂർ അദ്ദേഹം തുടർച്ചയായിട്ട് ചർച്ച ചെയ്തു, തർക്കിച്ചു, വാശി കൂടി, ഡീറെയിൽ ചെയ്യാൻ നോക്കി. എല്ലാം ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? അവസാനം അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രസ്താവന റെസ്പോൺസിബിൾ ആയിട്ട് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് മറ്റാരും പറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞു. വർഗീയവാദ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. സമാനമായിട്ടുള്ള മറ്റൊരു പ്രസ്താവനയെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു, ആവാമെന്ന് പറഞ്ഞു, അവസാനമാണ് എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി വർഗീയവാദിയാണ്, മൻമോഹൻ സിംഗ് വർഗീയവാദിയാണ് എങ്കിൽ എന്ന് പറഞ്ഞു. RSSO എന്ന് ചോദിച്ചു. ആ പ്രസ്താവനയെ തിരുത്താത്ത കോൺഗ്രസ് വർഗീയവാദിയാണെങ്കിൽ RSSും BJPയും എല്ലാം വർഗീയവാദിയാണെന്ന് പറഞ്ഞു. ഇവരെ പേടിയാണോ എന്ന് ചോദിച്ചു. അമിത് ഷാ ഇതേപോലെ, നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ, പണ്ട് 4-5 കൊല്ലമായിട്ടുണ്ടാവും. അമിത് ഷാ ഇത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ വീഡിയോ അവിടെ ഇപ്പോഴും 24 ന്യൂസിന്റെ ആർക്കൈവിൽ യൂട്യൂബിൽ ഉണ്ട്. അന്ന് അദ്ദേഹം വർഗീയവാദിയാണ് ആ പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇതേപോലെ ക്യാമറ നോക്കി പറഞ്ഞിരിക്കുന്ന ആളിനെ വരട്ടാൻ നോക്കരുത്. അത്രേ ഉള്ളൂ. അപ്പം നമ്മള് 100% കുറച്ചും കൂടി ഗൃഹപാഠം ചെയ്തതിന് ശേഷം താങ്കൾക്ക് മുന്നിൽ ഒന്നും കൂടി ഞാൻ എനിക്ക് ആകെ ഇതിന്റെ അകത്ത് എന്റെ ഗൃഹപാഠം ശരിയായിട്ടില്ല എന്ന് തോന്നിയത് രാഹുൽ ഗാന്ധിയുടെ അത് കാണട്ടെ. പക്ഷേ താങ്കളുടെ എനിക്ക് അവസാനമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്,
താങ്കൾ മതേതരത്വ നിലപാട് പറയുന്നുണ്ടെങ്കിൽ മതേതരത്വ നിലപാട് മാത്രം പറയുക. PFI പൂശാതിരിക്കുക, വെള്ള പൂശാതിരിക്കുക. താങ്കൾ വിത്ത് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ വേണ്ടി ഇതാണ് താങ്കളുടെ പ്രശ്നം. ഉപദേശിക്കരുത്. ഉപദേശമൊന്നുമില്ല. I don't take advices. ഉപദേശമൊന്നുമില്ല. താങ്കൾ മതേതരത്വ നിലപാടെടുക്കുക. അങ്ങനത്തെ ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ്. അതായത് താങ്കളോട് വോട്ടിംഗ് മെഷീന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ താങ്കൾ എടുത്തിടുന്നത് UPA അല്ലല്ല. ഡീറെയിൽ ചെയ്യരുത്. വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ ഞാൻ UPA കൊണ്ടുവന്നത് സാങ്കേതിക വിദ്യ കൂടിയ വികസിത രാജ്യങ്ങൾ. നിങ്ങൾ വീണ്ടും അതിലേക്ക് പോകരുത്. നമ്മൾ റീഇൻവെന്റ് ചെയ്യരുത്. ചക്രം ഓൾറെഡി ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചക്രം ഇനി ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ പറഞ്ഞിരുന്നത് വികസിത രാജ്യങ്ങൾ സാങ്കേതിക വിദ്യ വർദ്ധിച്ചവർ, അവർക്കില്ലാത്ത കാര്യം. അതിനാണ് ഞാൻ UPA പറഞ്ഞത്. വികസിത രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ഉള്ളിടത്ത് അതില്ല എന്നുള്ളത് കൊണ്ടും നമുക്കത് ഉണ്ട് എന്നും ഫലപ്രദമായി നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുന്നത്. ചോദ്യത്തിന് മറുചോദ്യമല്ല, ചോദ്യത്തിന് ഉത്തരങ്ങളാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളുമായിട്ട് ഇനിയും ഞങ്ങളൊന്ന് ഏറ്റുമുട്ടുന്നുണ്ട്. കാണാൻ ജനങ്ങൾ വീണ്ടും തയ്യാറാവുക. ഇതിന്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും വിശകലനങ്ങളും ഇതിന്റെ കൃത്യമായിട്ടുള്ള എന്താ പറയുക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ഒഴുകട്ടെ. അത് എങ്ങനെയായിരിക്കും, അല്ല അതെങ്ങനെയാണെങ്കിലും അതിനെ പോകട്ടെ. അതെ, അൺഎഡിറ്റഡ്. പിന്നെ വേറെ കാര്യം പറയാം, ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം മാത്രമാണ്. വ്യക്തിപരമായിട്ട് സൗഹൃദത്തിനോ വ്യക്തമായിട്ടുള്ള സ്നേഹത്തിനോ യാതൊരു ഇതുമില്ല. ആശയങ്ങൾ തമ്മിലായിരിക്കണം സംവാദം. ഒരിക്കലും ആശയങ്ങൾ തമ്മിൽ സംവദിക്കുമ്പോൾ ആരെങ്കിലും ജയിക്കുമോ ആരെങ്കിലും തോൽക്കുമോ എന്നുള്ള കൂടുതൽ അറിവുകൾ കിട്ടാനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്നു എന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളുടെ ഉദ്ദേശം. ഇനിയും അതിനിടയ്ക്ക് കയറി വർത്താനം പറയരുത്. അത് ശ്രീതട്ടം കൂടെ എനിക്ക് പറയാനുണ്ട്. താങ്കൾ കുറച്ച് ഒരാളെ വിളിച്ചിരുത്തിയിട്ട് അയാളുടെ അടുത്ത് ചോദ്യം മറുപടി പറയുന്നതിനൊപ്പം തന്നെ താങ്കൾ എന്നേക്കാൾ കൂടുതൽ ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും കാണാം, ഒന്ന് കാണാമെന്നല്ല സംസാരിക്കാം, കണ്ടുമുട്ടാം. ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മുടെ മതേതരത്വം, ഇതാണ് നമ്മുടെ ജനാധിപത്യം. ഇങ്ങനെ നിലനിന്ന് പോട്ടെ. എപ്പോഴും എക്കാലവും മതേതരത്വം വിജയിക്കട്ടെ. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. മതേതരത്വം വിജയിക്കട്ടെ.